So we'll just quickly have ഒരു recap പോലെ എന്തൊക്കെയാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തെന്നുള്ളത്. So that to have a connection with in case നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ. So first we discussed about how the act is made. So all these things you know. So then what are the components of എന്തൊക്കെയാണ് ആക്ട് കംപ്രൈസസ് ഓഫ് എന്തൊക്കെയാണ് ഐ മീൻ ലോ ആക്ടിലെ ഏതൊക്കെ ക്ലോസസ് എങ്ങനെയാണ് വായിക്കുന്നത് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് സോ ഓൾ ദീസ് തിങ്സ് വി ഡിസ്കസ് റൈറ്റ് then we discuss the constitution like who is the lawmaker who is the executor and who is the interpreter ഇതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് all these things we discussed. So then section that is the first section that starts with എന്തൊക്കെയാണ് title extent commencement and application. These are the four things mentioned in one of Companies Act first section and section 2 talks about എന്താണ് definitions all the definitions. So first definition if you look at company definition നോക്കുവാണെങ്കിൽ company means a company incorporated under this act or under any other previous act. Then what are the features of company? Top class എന്താണ് top class? Transferability of shares, perpetual succession, common seal, artificial person, separate legal entity. So ഈ ഓരോ പോയിന്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. You were there നേരത്തെ ഇതിനും ഓൺലൈൻ ആയിരുന്നു. ഓക്കെ വാട്ട് ഇസ് പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓൺലൈൻ ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് പറയാം. ഓർമ്മയില്ലാന്നോ? ശരി ഓർമ്മയുണ്ടോ? ക്ലാസ്സിലുണ്ടായിരുന്നോ അതോ ഓൺലൈൻ ആയിരുന്നോ? അല്ല ക്ലാസ്സിലേ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? നിങ്ങൾ എവിടെ ആയിരുന്നു? ശരി ഓക്കെ. സോ എഗെയിൻ എന്നെ കൊണ്ട് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യിക്കരുത് പ്ലീസ്. പെർപെച്വൽ സക്സഷൻ എന്തോ പറയാന്നറിയില്ല, പറഞ്ഞോ. എന്താണ് പെർപെച്വൽ സക്സഷൻ? ലീഗലി ബൗണ്ട് ചെയ്യുന്നതോ? എന്താണ് ലീഗലി ബൗണ്ട് ചെയ്ത്? ശരി മോനെ ക്ലാസ്സിലുണ്ടായിരുന്നോ? പുറകില് ഏറ്റവും ആ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the company will go on, like members will come and go, but company will remain there always. എപ്പോഴും അവിടെ ഉണ്ടാവും, കമ്പനി ഒരിക്കലും എൻഡ് ആകുന്നില്ല. So that is what perpetual succession, that is one of the main features of a company. Perpetual succession related ആയിട്ട് നമ്മൾ OPC പഠിച്ചപ്പം എന്തോ ഒരു സംഭവം പറഞ്ഞല്ലോ, നോമിനി. OPCയിലെ നോമിനിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചർ, കമ്പനിയുടെ ഈ ഒരു ഫീച്ചറോടാണ്. ബിക്കോസ് കമ്പനി ഷുഡ് ബി ദെയർ. ആർക്ക് എന്ത് സംഭവിച്ചാലും the show must go on നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെ തന്നെ കമ്പനി വിൽ ബി ദെയർ, ഓൾവേസ് ഇറ്റ് വിൽ ബി ദെയർ. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. അറിയില്ലാത്ത ആൾക്കാർ യു ജസ്റ്റ് റെഫർ യുവർ മെറ്റീരിയൽ വായിച്ച് പഠിക്കുക. എനിക്ക് ഇനിയും cannot go to the all the sections. So on the basis of membership, company നമ്മൾ പറഞ്ഞു company can be classified as two, that is private company and public company. What is a public company? Not a private company. Then private company definition നോക്കാനാണെങ്കിൽ what is private company definition എന്താ പറയുന്നത്? LRP. എന്താണ് LRP? Limitation of membership and prohibition on making invitation to public. Okay, എത്രയാണ് മെമ്പേഴ്സിന്റെ നമ്പർ? മാക്സിമം റെസ്ട്രിക്റ്റഡ് ടു മിനിമം അല്ല, മാക്സിമം 200. 200 ആരൊക്കെ വരില്ല? who are excluded persons? joint holders will be counted as, joint holders excluded അല്ല, joint holders will be counted as 1. ഒരാളായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ലൈക്ക് അവരുടെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ വോട്ടിംഗ് റൈറ്റ്സ് ഇതെല്ലാം പഠിക്കാൻ പോവാണ്. സോ അതിന്റെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? who comes first in the register of members register, അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. സോ there is something called register, that is section 88 talks about registers. So in that section the members and the details എല്ലാം members register മെയിൻറ്റെയിൻ ചെയ്യണം. that is a statutory record the company should have. And also employee members not counted. Employee members not counted എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഡിസ്കസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെയാണ് എംപ്ലോയീസ്, എങ്ങനെയാണ് എംപ്ലോയീസ് ഷെയർ ഹോൾഡേഴ്സ് ആകുന്നത്? Sweat equity shares and bonus shares you will issue because for their reward, അവർക്ക് for their hard work, ഹാർഡ് വർക്കിന് റിവാർഡ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു.
that persons will have a feeling of company, I mean part of companyയുടെ ഓണേഴ്സ് ആക്കി മാറ്റുന്നതോടുകൂടി. So that is how you give it. So അങ്ങനെ കേസിൽ if shares were given to them, then that will not be counted. And also ആ ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, if they become ex employees, they will not be counted. After that, if they acquire the shares, that will be counted. Okay. So this is about membership, and on the basis of liability, companies can be classified as limited by share. Yes, limitation, that is one of the features. So limited by limited liability എന്ന് പറയുന്നതാണ് കമ്പനിയുടെ ഫീച്ചർ. ജസ്റ്റ് ബിക്കോസ് ഞാനിവിടെ ഷെയർ തരുന്നതുകൊണ്ട് എന്താണ് കമ്പനി പറയുന്നത്, ലിമിറ്റഡ് ബൈ ഷെയർ. Company limited by share acts limited by guarantee acts unlimited company. Share എന്നുള്ളത് എന്താണ്? Liability is limited to the extent of unpaid share capital. Share capital എന്താ നമ്മൾ പറഞ്ഞു, that is actually കമ്പനിക്ക് രണ്ട് രീതിയിലായിരിക്കും. So we'll just discuss that also. എങ്ങനെയാണ് കമ്പനി, ഇപ്പം നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഫണ്ട് വേണം, വേണ്ടേ? രണ്ട് രീതിയിൽ ഫണ്ട് എടുക്കാം. എങ്ങനെയൊക്കെ എടുക്കാം? ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അതല്ലാതെയോ debt is an option. Equity is one option. Shares എന്ന് പറയുന്നത് equity, it can be in any form. ഷെയർ ആകാം, ഡിബഞ്ചർ ആകാം. So any form you can take money. അത് കൂടാതെ തന്നെ there is one option, that is debt option. Debt option എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങും. സോ ഇത് തമ്മിലുള്ള ശരിക്കും ബേസിക് ഡിഫറൻസ് എന്താണ്? ഡെറ്റ് ഓപ്ഷനിൽ എന്താണുള്ളത്? ഇൻട്രസ്റ്റ്. യു നീഡ് ടു പേ ദ ഇൻട്രസ്റ്റ്, വേണ്ടേ? കൃത്യമായിട്ട് നമ്മൾ എല്ലാ സിനിമയിലൊക്കെ കാണുന്നതാണ്, പൈസ ഒന്നും തിരിച്ചു തന്നില്ല പിടിക്കുക. ലൈക് മിഥുനും സിനിമയില് മോഹൻലാല് എന്താണ് 6 മാസമായിട്ട് കാശ് മേടിച്ച് തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ദാറ്റ് പേഴ്സൺ കീപ് ഓൺ ആസ്കിങ് യു, എവിടെ എന്റെ പലിശ എങ്കിലും താ, മുതൽ താ, പലിശ താ. സോ ഓൾ ദീസ് തിങ്സ് ഹാപ്പൻസ്. സോ അതാണ് ഡെറ്റ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ദർ ഇസ് എ ഫിക്സഡ്. അതായത് നമ്മൾ അപ്പൊ ആ സിനിമയിലും പറയുന്നത് എന്താണ്? അത് ആക്ച്വലി ഐ മീൻ യു ഗൈസ് ഷുഡ് വാച്ച് ദാറ്റ്. ലൈക്ക് ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകളാണ് ശരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ഈവൻ റിലവന്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഓൾസോ. ആ പഴയൊരു മൂവി ആണെങ്കിൽ കൂടി ലൈക്ക് കുറച്ച് 2 ദിവസം മുമ്പ് ഐ വാസ് ജസ്റ്റ് ഗോയിങ്, ഒരു കുറച്ച് അതിന്റെ ഫ്യൂ ഷോർട്സ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ഇസ് റിലവന്റ് ഈവൻ ടുഡേ ഓൾസോ. ഇപ്പോഴും ആ പടം നല്ല റിലവന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ബിക്കോസ് ദാറ്റ് സ്ട്രഗിൾസ് ആർ ദെയർ, സ്റ്റിൽ ഇറ്റ് ഇസ് ദെയർ. ഇഫ് യു റിയലി വോണ്ട് ടു ബി എന്നാ പറയുന്നത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾവേസ് നമ്മുടെ ഇതിലുണ്ട്. സോ അതിനകത്ത് പറയുന്ന, ഇപ്പൊ അതിൽ പറയുന്ന പോലെ തന്നെ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ കമ്പനി യു കെൻ എയ്തർ സ്റ്റാർട്ട് വിത്ത് ഡെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി കമൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്നത്തെ ദിവസം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓൾ ദിസ് പ്രൊസീജിയർ, സെക്ഷൻ 7 ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി, എല്ലാ സംഭവങ്ങളും ചെയ്ത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഡേ തൊട്ട് ഇൻകം വരുമോ? വരില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം, ഇല്ലേ? അത് കമൻസ് ആയി നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പം നാനോകാറിന്റെ കേസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്? they need to raise fund. കാണിച്ചില്ലായിരുന്നോ? എങ്ങനെയാണ്? ഐഡിയ വന്നു, ഐഡിയ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്ത് വരണം? ഫണ്ട്സ് വരണം. then you have to invest some property, എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് ഈ മാനുഫാക്ചറിംഗ് ഉള്ള സംഭവങ്ങൾ. സോ ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. അത് കഴിഞ്ഞ് അറ്റ് ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിലാണ് എന്ത് സംഭവിക്കുള്ളൂ? നമ്മൾ അതിന്റെ ഒഫീഷ്യൽ കമൻസ്മെന്റ്, അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് അതിന്റെ ഒരു കമൻസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. സോ അത് വരെയുള്ള സമയത്ത് നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. ഫണ്ട് കിട്ടിയാൽ മാത്രം പോരാ, ഈ ഫണ്ട് തിരിച്ചു ചോദിക്കില്ലാത്ത ആൾക്കാരും ആയിരിക്കണം, വേണ്ടേ? സോ അതാണ് എന്ത് ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെറ്റിന്റെ കേസിലാവുമ്പോൾ തന്നു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ കൂടെ എന്തുകൂടെ വരികയാണ്? ഇൻട്രസ്റ്റ് ബേർഡൻ ഇസ് ഓൾസോ ദെയർ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻട്രസ്റ്റ് ബേർഡൻ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് റേസിംഗ്. നമുക്ക് അതിൽ നിന്നൊരു ഇൻകം റിട്ടേൺ തിരിച്ചു കിട്ടി തുടങ്ങിയിട്ടില്ല. സോ അതുകൊണ്ടാണ് എന്ത് കുറച്ചും കൂടെ വളരെ കളർഫുൾ ആയി നിൽക്കുന്നത്. ഷെയർ കൊടുക്കുന്നു എന്ന് പറയുന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് ഷെയർ ഹോൾഡേഴ്സ് ആകുമ്പോൾ അവരെന്തായി? ദേ ആർ ബിക്കമിങ് പാർട്ട് ഓഫ് ദ കമ്പനി. ഈ ബിസിനസിന്റെ ഓണേഴ്സ് ആകുകയാണ്. സോ ഓണേഴ്സ് ആകുന്നതുകൊണ്ട് തന്നെ അവർക്ക് റിട്ടേൺ വേണ്ടെന്നല്ല, ഓബ്വിയസ്ലി ദേ നീഡ് റിട്ടേൺ. ഏത് രീതിയിലാണ് അവർക്ക് റിട്ടേൺ പോകുന്നത്? ഏത് രീതിയിലാണ് പോകുന്നത് ഷെയർ ഹോൾഡേഴ്സിന്? ഡിവിഡൻഡ് ഓൾസോ. ഡിവിഡൻഡ് മാത്രമാണോ? അല്ല. ദർ ഇസ് വൺ മോർ തിങ്. എന്താണ്? വെൽത്ത് ഇല്ലേ? ബിക്കോസ് ദേ ആർ ഹോൾഡിംഗ് ദ ഷെയർ. ആ ഷെയറിന്റെ വാല്യൂ കൂടില്ലേ? 10 രൂപയുടെ ഷെയർ അവർ ഇനീഷ്യലി മേടിച്ചു എന്ന് പറഞ്ഞാൽ 10 രൂപ ആയിരിക്കത്തില്ല, റൈറ്റ്? ദാറ്റ് ഷെയർ വാല്യൂ വിൽ ഓൾസോ ഇൻക്രീസ്. ദർ ഇസ് വൺ കമ്പനി വേർ നോ ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ്. അറിയാവോ ഏതെന്ന്? ഏറ്റവും വാറൻ ബഫറ്റിന്റെ കമ്പനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? വാറൻ ബഫറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
വല്ല പരിചയമുണ്ടോ? കർത്താവ് എന്നെ ചങ്ക് തകർന്ന് ഞാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനാണ്. സി വൺ ഓഫ് ദ ഗ്രേറ്റ് ഇൻവെസ്റ്റേഴ്സ് ലോകം കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാരും ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. ആൻഡ് പുള്ളിയുടെ കമ്പനിയാണ് ദിസ് ഇസ് ബെർക്ക്ഷയർ ഹാത്വേ എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ കമ്പനി. ആൻഡ് ദാറ്റ് കമ്പനി ഈസ് ഏറ്റവും കൂടുതൽ ഇത് നല്ല ഇതിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ബട്ട് ദേ ആർ നോട്ട് പേയിങ് ഡിവിഡൻഡ്. കാരണം ദേ ഡു ഹാവ്, ബിക്കോസ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനേക്കാളും ഇഫ് ദ കമ്പനി റിട്ടൈൻസ് ദ ഡിവിഡൻഡ് ദേ ക്യാൻ മേക്ക് മോർ മണി ഔട്ട് ഓഫ് ഇറ്റ്. സോ ദേ ഹാവ് നോട്ട് പെയ്ഡ് ദ ഡിവിഡൻഡ്. ഇതറിയില്ല ഞാൻ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം. ശരി, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഡിവിഡൻഡ് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ഡോണ്ട് വറി. Okay, so we were discussing about company limited by shares. അത് പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞു പോയത്. This is all because basics അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിന് പുറകെ ഇങ്ങനെ പോകുന്നത്. Okay, not like deviating from the subject. നിങ്ങൾക്ക് better understandingന് വേണ്ടി പോകുന്നതാണ്. Yes, so limited by shares നമ്മൾ പറഞ്ഞു. This is a reason for having ഷെയറിന്റെയും ആ ഒരു ഡെറ്റിന്റെയും ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞു തന്നത്. സോ ഷെയർ ആണെങ്കിൽ ദിസ് ഇസ് ദ ടു വേസ്, ദാറ്റ് ഇസ് രണ്ട് രീതിയിലാണ് ആൾക്കാർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് ഡിവിഡൻഡ് ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. സോ ദീസ് ആർ ദ ടു തിങ്സ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ക്ലാസിഫിക്കേഷൻ, ലിമിറ്റഡ് ബൈ ഷെയർസ് ഉദ്ദേശിക്കുന്നത് ടു ദ എക്സ്റ്റെന്റ് ഓഫ് എവിടെ വരെയാണ് അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ളത്? Liability is limited to the extent of unpaid share capital, because they agree to pay the share വാങ്ങാമെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം if the company has not called up, company പൈസ തരാൻ പറഞ്ഞില്ല, 10 രൂപ ഷെയർ വാല്യൂ ഉള്ളതിൽ 5 രൂപ തരാൻ പറഞ്ഞുള്ളൂ. In that case you have paid 5 rupees but you are bound to pay the balance 5 rupees. So your liability will be limited to that extent of unpaid share capital. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത്. Then next is limited by liability limited to the extent of guaranteed amount. എത്രയാണോ guaranteed amount to that extent. അത് എപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുന്നത്? End of winding up എത്രയാണോ to that extent. If winding up what is the condition? Condition is that if the liabilities exceed the assets exceed ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വെറുതെ ഗ്യാരണ്ടി എമൗണ്ട് തരാൻ പറയേണ്ട ആവശ്യമില്ല. only if it requires the winding up if the company is making good profit, കമ്പനിക്ക് ആവശ്യത്തിലധികം അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി ബാലൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള കണ്ടീഷനിലാണ് കമ്പനി നിൽക്കുന്നതെങ്കിൽ there is no need to ഗ്യാരണ്ടി എമൗണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി കമ്പനിയിൽ പൈസ ഉണ്ട്, വെറുതെ അത് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ തിരിച്ച് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ദാറ്റ് ഇസ് ദർ. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദിസ് ഗ്യാരണ്ടീഡ് എമൗണ്ട് വിൽ ബി മെൻഷൻ, എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും? MOA. MOA ഏത് ക്ലോസില്? ലയബിലിറ്റി ക്ലോസ്. MOA നമ്മൾ കണ്ടായിരുന്നു, ഡിഫറെന്റ് ക്ലോസസ് എന്തൊക്കെയാന്ന് പറഞ്ഞായിരുന്നു. സോ ലയബിലിറ്റി ക്ലോസിൽ ദിസ് എമൗണ്ട് വിൽ ബി മെൻഷൻഡ്. Then what is the next one? Unlimited liability. Unlimited liability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാശ് ചോദിക്കാം എന്നുള്ളതാണോ? No, that is only possible at the time of liquidation. winding up സമയത്ത് winding up എന്താണ് കണ്ടീഷൻ? If the assets exceed over liabilities exceed over the assets, and to that extent whatever amount is there that can be asked from the shareholders. Okay, so that is unlimited liability. So these are the examples. Reliance is an example and companyയുടെ examples ആയിരുന്നു. Okay, then the third one was on the basis of control, company can be classified as holding company, subsidiary company, associate company, and joint venture is one more form. Okay, so what is a holding company? Holding company is a company which has one or more subsidiary company. Okay, what is a subsidiary company? Company in which the holding company has controls the composition of board of directors or control more than 1/2 of voting power. ഈ voting powerഉം ഷെയർ ഹോൾഡിങ്ങും രണ്ടും സെയിം ആണോ? അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അതിന്റെ ആൻസർ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് നമുക്കുള്ള ഷെയറിന്റെ അതേ ഈക്വൽ വോട്ടിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. കോൺസെപ്റ്റ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, വിച്ച് ടുഡേ വി വിൽ ഡിസ്കസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ടാണ് ഇവിടെ ഈ സെക്ഷൻസിൽ പറയുന്നത് 1/2 ഓഫ് ഷെയർ ഹോൾഡിംഗ് അല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് വോട്ടിംഗ് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഷെയറിന്റെ നമ്പർ ഇതുമായിട്ട് രണ്ടും ഡിഫറെന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ റീസൺ എന്താണ് ടുഡേ വി വിൽ ഡിസ്കസ്. ഓക്കെ, സോ ദെൻ അസോസിയേറ്റ് കമ്പനി എന്താണ്? കമ്പനി ഇൻ വിച്ച് അതർ കമ്പനി സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. എവിടെ ആയിരുന്നില്ലേ? ഓക്കെ, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. സോ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ എന്താണ്?
20% on voting power. Then joint venture പറഞ്ഞായിരുന്നു, that is actually a scheme of arrangement between 2 or 3 persons അല്ലെങ്കിൽ 2 or 3 companies together വന്ന് ഒരു scheme of arrangement if they are doing something ആ ഒരു purpose തീർന്നു കഴിയുമ്പോൾ maybe they can whatever the assets are available that can be separated അവർക്ക് എടുത്തിട്ട് they can split it. So അതൊരു registered form അല്ല, but that's a form actually. Then holding company, subsidiary company details എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. And this is a chart which shows എത്ര percentage ആണ്, up to 20%, 20 to 50%, that is called more than 20% എന്ന് പറയുന്നത് significant influence, so that will be associate company, and more than 50 it will become subsidiary company. Okay, then we looked at section 8 company. അടുത്തൊരു classification എന്ന് പറയുന്നത് എന്താണ്? Section 8 company. What is the definition of section 8 company? Objects of promotion of, just learn this, okay? This is important, like to know what is section 8 company. എന്തൊക്കെയാണ്? Commerce, തീരെ ആരോഗ്യമില്ലല്ലോ, രാവിലെ ഒന്നും കഴിക്കാതെയാണോ വന്നേ? Yes, it is for, it's a non-profit making, not for profit. Profit motive അല്ല. And അതേ അവർക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. They are not allowed to declare dividend. Prohibits the payment of dividend. And also the profit can be used only for the promotion of its objects. അതിന്റെ ഒബ്ജക്ട്സിന്റെ എന്താണോ അത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്തത് അതിനു വേണ്ടി മാത്രമേ, if they are making some profit, that can be used only for that purpose. വേറെ ഒരു പർപ്പസിനും യൂസ് ചെയ്യാൻ പാടില്ല. ഓൾസോ അവർക്ക് എന്ത് വേണം? They need to get license. License എവിടെ നിന്ന് കിട്ടും? Central government will grant the license and the power is delegated to ROC. ആരാ ROC? ROC is a natural person. ആരുടെ കീഴിലുള്ളതാണ്? MCയുടെ കീഴിൽ there are regional directors. Regional directorsന്റെ കീഴിൽ ആരുണ്ട്? ROCs ഉണ്ട്. എത്ര ROC ഉണ്ട്? ഒരാളാ? എനിക്ക് ഓടിക്കോ, ഒരാളാ? എത്ര ROC ഉണ്ട്? 25 ROCs ഉണ്ട്. ഓക്കെ, ഒരാളൊന്നും അല്ല, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും, കനോട്ട് സേ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടെന്നല്ല, നോർത്തേൺ സ്റ്റേറ്റ്സിലെല്ലാം നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് സ്റ്റേറ്റ്സിലെല്ലാം കൂടെ വരണേ ഉള്ളൂ. ആൻഡ് സം സ്റ്റേറ്റ്സ് 2 ROCs അത്. So ROC ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ROC ensures that the company comply with the statutory requirements of the act. Compliance നോക്കുന്നത്, അതായത് ലോയുടെ എക്സിക്യൂഷൻ പാർട്ടിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളാണ് ആര്? ROC. Then revocation of license, that is section 8 companyക്ക് നമ്മൾ പറഞ്ഞു license will be granted and that license will get revoked. Revoke ചെയ്യുന്ന situations ആണ് പറഞ്ഞത്. എപ്പോഴൊക്കെയാണ്? If the company contravenes എന്ന് വെച്ചാൽ എന്താണ്? തെറ്റിക്കുക അല്ലെ violate ചെയ്യുക. If it contravenes any of the requirements of conditions subject to which the license is granted. ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ all those things to be followed. And if the affairs of the company are conducted, എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? Fraudulently, violation of objects of the company, or prejudicial to public interest. Public interest എന്താ നമ്മൾ പറഞ്ഞത്? So if your acts are done like that, then എന്ത് ചെയ്യും? License will be revoked after giving a reasonable opportunity of being heard. So revoke ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെക്ഷൻ 8 കമ്പനിക്ക് എന്ത് പ്രിവിലേജ് ഉണ്ട്? They do not have to keep private limited അല്ലെ ലിമിറ്റഡ് എന്ന് വെക്കേണ്ടത്. നമ്മൾ കണ്ടായിരുന്നു വിശ്വശാന്തി ഫൗണ്ടേഷൻ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ, റൈറ്റ്? So that has to be. അപ്പോൾ ഫസ്റ്റ് റിവോക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ your name will change. You need to add private limited അല്ലെങ്കിൽ limited. All your benefits will go off. You need to be like സാധാരണ ആൾക്കാരായി മാറും. Okay. So എന്ത് ചെയ്യണം? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് they can be either wind up, വൈൻഡിങ് അപ്പിന്റെ ടൈമിലാണെങ്കിലോ transfer the surplus assets to another section 8 company of similar object, അല്ലേ? അല്ലെങ്കിലോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ഫണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. ആൻഡ് അതല്ലെങ്കിൽ you can amalgamate with another section 8 company. വിശ്വശാന്തി ഫൗണ്ടേഷനിലും കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ കെയർ ആൻഡ് ഷെയർ പൊക്കോള്. ഓക്കെ. I don't know the objects are same or not, but for your understanding. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഫൈൻ ആൻഡ് പെനാൽറ്റി. എന്താണ് ഫൈൻ ആൻഡ് പെനാൽറ്റി തമ്മിലുള്ള ഡിഫറൻസ്? ഏതാ വലുത്? വൈ ഫൈൻ, പെനാൽറ്റി is imposed by ആരാടാ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നേ? മറന്നുപോയോ?
ആരാ? എങ്ങനെയാ പെനാൽറ്റി എന്നാ പറഞ്ഞേ? ഫിക്സഡ് എമൗണ്ട്. അപ്പൊ അത് ആരെ ഇമ്പോസ് ചെയ്യാ? ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണോ ഇത് ഓർത്തിരിക്കാനായിട്ട്? ROC, റൈറ്റ്? കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ MCയുടെ സൈറ്റ് ചെയ്യാൻ കാണിച്ചു തന്നില്ലേ? സോ ഇതെല്ലാം ഹാസ് ടു ബി സബ്മിറ്റഡ് ടു ROC. സബ്മിറ്റഡ് ടു ROC എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? MCയുടെ സൈറ്റിൽ കയറി നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തുകൂടെ പേ ചെയ്യണം? ഡോക്യുമെന്റിന്റെ എത്രയാണോ ഫീസ്, ആ ഫീസ് പേ ചെയ്യണം. സോ നിങ്ങൾ ചെയ്യേണ്ട സമയത്തല്ല ചെയ്തത്, കുറച്ച് ദിവസം കഴിഞ്ഞാണ് ചെയ്തതെങ്കിൽ ഇൻ ദാറ്റ് കേസ് പെനാൽറ്റി എത്ര ദിവസം എന്ന് വെച്ചാൽ ആ പെനാൽറ്റി ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കാൽക്കുലേറ്റ് ആയി വരും. സോ ഹൂ ഇസ് ഇമ്പോസിംഗ് ദാറ്റ്? ROC. ROC is imposing penalty. Normal cases penalty is imposed by the ROC. Fine ആണെങ്കിലോ കോർട്ടിൽ പോകണം. കോർട്ട് ഓർ ട്രിബ്യൂണൽ. NCLT അവിടെ പോയി കഴിഞ്ഞാലാണ് ഫൈൻ എത്ര എന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് മിൻ ആൻഡ് മാക്സിമം റേഞ്ച് ആയിരിക്കും. ആൻഡ് ദാറ്റ് വൺ റേഞ്ച് വിൽ ബി ഡിസൈഡഡ്. ഏത് റേഞ്ചിൽ നിങ്ങളുടെ ആ ഒരു സീരിയസ്നെസ് ഓഫ് ദ ഒഫൻസ് വെച്ചിട്ട് അതിനകത്ത് ഡിസൈഡ് ആവും. ദെൻ യു ഹാവ് ടു റെമിറ്റ് ദ എമൗണ്ട്. ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് എ ബോണസ്. എന്താ ബോണസ് ഇതിന്റെ കൂടെ കിട്ടുന്നത്? ഇംപ്രസൺമെന്റ്. Okay, so these are the relaxations available. ഇതിനകത്ത് ബാക്കി ഡയറക്ടേഴ്സിന്റെ പോർഷനിൽ നിങ്ങൾ ഇത് പഠിക്കും. ആൻഡ് ഇത് ഇപ്പൊ ഓൾറെഡി പഠിക്കാം. ദാറ്റ് ഇസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് വേണ്ട. ആൻഡ് സ്മോളിൽ പറഞ്ഞ കാര്യം ദാറ്റ് ഇസ് മീറ്റിംഗ് നിങ്ങൾ പഠിക്കും. സോ മീറ്റിംഗ് പഠിക്കുമ്പോൾ നോർമലി മീറ്റിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യേണ്ടത്? എത്ര ദിവസം നോട്ടീസ് കൊടുക്കണം? 21 എന്ന് പറയുന്നത് 21 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. സോ സെക്ഷൻ 8 കമ്പനിക്ക് റിലാക്സേഷൻ ഉണ്ട്. 21 വേണ്ട, 14 ഡേയ്സ് മതി. ബാക്കി ഡയറക്ടേഴ്സിന്റെ പോർഷനിൽ പഠിക്കും. Okay, then what is OPC? One person ഉള്ളതാണ് OPC. And these are the restrictions available to OPC. They cannot get converted to Section 8 company. NBFC activity പറ്റില്ല. Cannot invest in any body corporates. And there should be a nominee consent. Nominee should be natural person, not a minor, Indian citizen, and should be resident of India or otherwise no problem. Then these are the shareholding limits. That is എത്ര shareholders minimum വേണം എന്നുള്ളതാണ്. Public ആണെങ്കിൽ minimum 7, private ആണെങ്കിൽ 2, OPC ആണെങ്കിൽ 1. Okay, then directors നോക്കുവാണെങ്കിൽ what is the minimum for public? 3, private, OPC 1. Then OPC യുടെ withdrawal consent ആ slide കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടല്ലോ. Okay, OPC യുടെ മോനെ ഇതാണോ അറിയണ്ടേ? ഇത്ര നേരം പറയണ ഒന്നും അവൻ അറിയണ്ടേ? ഇത് അറിയണമായിരുന്നോ? ഇത് വായിച്ചു. OPCയുടെ നോമിനിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ കഥ പറഞ്ഞു കൊടുത്തതാ. യെസ്, പറഞ്ഞു തരും. സമയം പോലെ ചോദിച്ചാൽ മതി കേട്ടോ. This is actually nothing but ഒരു OPC കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് ഒരു നോമിനി, OPC കമ്പനി supposed to have a nominee. Okay, so ഇത്ര ഇൻട്രസ്റ്റ് കേൾക്കുന്നുണ്ട്. പേരെന്തായിരുന്നു? എന്താ? ആൽഫിൻ. ആൽഫിന്റെ ഇത്രയും ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാം. സോ അവിടെ ഒരു OPC കമ്പനി ഉണ്ടായിരുന്നു. OPC കമ്പനിക്ക് നോർമലി ഒരു നോമിനിയെ അപ്പോയിന്റ് ചെയ്യണം OPC കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത്. സോ ദിസ് ടോക്സ് അബൌട്ട് ഫസ്റ്റ് ഒരു നോമിനിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദർ ആർ 2 ഓപ്ഷൻസ്. ഒന്ന്, ആൻഡ് ഡ്യൂ ടു സം റീസൺസ് വാട്ട് ഹാപ്പൻഡ് ഇസ് ന്യൂ നോമിനിനെ അപ്പോയിന്റ് ആയി. ഈ ന്യൂ നോമിനി അപ്പോയിന്റ് ആകുന്നതിന് 2 രീതിയിൽ അപ്പോയിന്റ് ആവും. ഒന്ന്, സോൾ മെമ്പർക്ക്. സോൾ മെമ്പർ എന്നാണ് നമ്മൾ ഓഫീസിലുള്ള ആളെ പറയുന്നത്. സോ സോൾ മെമ്പർക്ക് തന്നെത്താൻ പഴയ നോമിനിയെ മാറ്റിയിട്ട് പുതിയ നോമിനെ അപ്പോയിന്റ് ചെയ്യാം. അതല്ലെങ്കിൽ പഴയ നോമിനിക്ക് സ്വയമേ നമ്മൾ കൺസെന്റ് കൊടുക്കാം. എനിക്ക് ഈ പുതിയ നോമിനിയായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൺസെന്റ് കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ പുതിയൊരു നോമിനിയുടെ കൺസെന്റ് എടുത്ത് ഇത് OPCയുടെ നോമിനി ആക്കുക. സോ ദിസ് വാസ് എ സ്റ്റോറി. ഓക്കെ, മറ്റേ സ്റ്റോറി അല്ല, ഇതാണ് സ്റ്റോറി. സോ അതിന്റെ എന്താണ് എന്താ പറയാ? അല്ല, സംശയം ചോദിച്ചു. ഓക്കെ, സോ അതിന്റെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ദാറ്റ് ഇസ് 15 days ഓഫ് ഫസ്റ്റ് കേസ് ഇസ് വിത്ഡ്രോവൽ ഓഫ് കൺസെന്റ് ബൈ ദ നോമിനി ഹിംസെൽഫ്. നോമിനി തന്നെ, അതായത് നമ്മൾ ആ പറഞ്ഞ എക്സാമ്പിളിൽ നോമിനി പറയാണ്, ഓക്കെ എനിക്ക് നിങ്ങളുടെ കമ്പനിയിലെ നോമിനിയായി തുടരാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ഫസ്റ്റ് ഹാസ് ടു ഗീവ് എ നോട്ടീസ് ടു ദ, ആർക്കൊക്കെ കൊടുക്കണം? സോൾ മെമ്പർ ആൻഡ് OPC വേണ്ടേ? എന്തുകൊണ്ടാ? ബിക്കോസ് ഓണർഷിപ്പ് ഇസ് ഡിഫറെന്റ്, മാനേജ്മെന്റ് ഇസ് ഡിഫറെന്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് കമ്പനി എന്ന് പറയുന്നത്, അല്ലേ? സോ OPCക്കും കൊടുക്കണം, സോൾ മെമ്പർക്കും കൊടുക്കണം. ഇത് രണ്ടും ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും
കമ്പനിയുടെ ഡിഫറെന്റ് ആ കമ്പനിയുടെ ഫീച്ചേഴ്സ് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. യു നീഡ് ടു ഗിവ് സെപ്പറേറ്റ് നോട്ടീസ് ടു ദ സോൾ മെമ്പർ ആൻഡ് OPC ആൻഡ് ദെൻ വിതിൻ 15 days ഓഫ് നോട്ടീസ് ഓഫ് വിഡ്രോവൽ കൺസെന്റ് ആരെ അപ്പോയിന്റ് ചെയ്യണം? പുതിയ നോമിനിയെ അപ്പോയിന്റ് ചെയ്യണം. പുതിയ നോമിനിയുടെ കൺസെന്റ് INC 4 ഇറ്റ് ഹാസ് ടു ബി ഫൈൽഡ് വിതിൻ 30 days ഫ്രം ദ നോട്ടീസ് ഓഫ് വിഡ്രോവൽ. വിഡ്രോവലിൽ നിന്ന് 30 ദിവസത്തിനുള്ളിൽ അത് ഫയൽ ചെയ്യുക. ആൻഡ് അനദർ കേസസ് സോൾ മെമ്പർ പറയാണ് ഓക്കെ ഐ എം റിമൂവിംഗ് യു ആസ് നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ മെമ്പർക്കും റൈറ്റ് ഉണ്ട്. സോ ഇൻ ദാറ്റ് കേസ് സോൾ മെമ്പർ ഹാസ് ടു ഗിവ് നോട്ടീസ് ടു ഓൾഡ് നോമിനി. ഓൾഡ് നോമിനിക്കും കൊടുക്കണം, OPCക്കും കൊടുക്കണം. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ദെൻ സോൾ മെമ്പർക്ക് പുതിയ നോമിനിനെ അപ്പോയിന്റ് ചെയ്യാം. ആൻഡ് പുതിയ നോമിനിയുടെ കൺസെന്റ് എടുക്കേണ്ടത് INC 3. ROCയിൽ അപ്പോയിന്റ് ചെയ്യുന്നത് INC 4. These are the forms. Within 30 days, random ROC appointment is within 30 days that has to be done. Also pay the fees. Then what is a government company? Company in which not less than 51% of the paid up share capital is held by central government, state government, central government and state government. So then we talked about small company definition. Alle endairunnu small company definition ningal vaayich padicho. എനിക്ക് ലിമിറ്റ് കിട്ടിയാൽ മതി. ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ആസ് എൻ നിങ്ങൾക്ക് MCQ ഉണ്ടോ? ഇല്ല, റൈറ്റിംഗേ ഉള്ളൂ ഫുൾ. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആ എവിടെ ആയിരുന്നു? ആ യൂഷ്വൽ ക്ലിഷേ. ഒരു ക്ലാസ്സില് ഇതുപോലെ എന്റെ ഒരു സ്റ്റുഡന്റ് ഞാൻ ചോദിച്ചു എന്ത് പറ്റി താമസിച്ചത് ചോദിച്ചപ്പോൾ ബസ് കിട്ടിയില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ബസ് കിട്ടാത്തെ? ഇന്ന് പോകുന്ന ബസ് ഒന്നും ഇല്ലായിരുന്നു ചോദിച്ചു. ഉണ്ടായിരുന്നു. പിന്നെയോ? അപ്പൊ ചോദിച്ചു വന്നപ്പോ എഴുന്നേക്കാൻ താമസിച്ചു, ബസ് സ്റ്റോപ്പിൽ ചെല്ലാൻ താമസിച്ചു, ബസ് പോകേണ്ട ബസ് സമയത്ത് തന്നെ പോയി. പക്ഷെ നമ്മൾ പറയുമ്പോ ബ്ലെയിം ആർക്കാ? ബസ് കിട്ടിയില്ല, ബസ് വന്നില്ല. ബസ് എന്തുകൊണ്ടാ കിട്ടാത്തത് അന്വേഷിച്ചാൽ അറിയാം വാട്ട് ഇസ് ആക്ച്വൽ റീസൺ. ഓക്കെ, സോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലിമിറ്റ് എത്രയാണ്? എത്രയാടാ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലിമിറ്റ് ഇപ്പോഴത്തെ? 4 crore. റേഞ്ച് അല്ല ഞാൻ ചോദിച്ചേ, റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി റേഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത്, അത് അങ്ങനെ പഠിക്കണം. പക്ഷെ ലിമിറ്റ് എത്രയാണ് ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 4 crore. ഇപ്പോഴത്തെ ടേൺ ഓവർ ആണെങ്കിലോ 40 crore. പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ പഠിക്കുക. വാട്ട് ഇസ് ദെയർ ഇൻ ദ ഡെഫിനിഷൻ. ഓക്കെ, യെസ്. വാട്ട് ഇസ് നിധി കമ്പനി? ചിലതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. Okay, what is the company? Company incorporated with the object of cultivating എന്താണ്? Habit of thrift savings. Thrift savings. എന്താണ് thrift savings? Okay. So, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ എന്താണ്? This is only exclusively for the members. Members only can avail the benefits. വേണ്ട play ഒന്നും വേണ്ട. Okay, then we discussed about dormant company. Active status ഇരിക്കുന്ന ഒരു കമ്പനി ഇനാക്റ്റീവ് സ്റ്റാറ്റസിലോട്ടെ. എന്താണ് ഡോർമന്റ് കമ്പനി? ഇനാക്റ്റീവ് സ്റ്റാറ്റസിൽ പോകുന്നു. ഇറ്റ് ക്യാൻ ബി ഏത് സിയോമോട്ടോ, സ്വന്തമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇനാക്റ്റീവ് സ്റ്റാറ്റസ് മേടിക്കാം. അതല്ലെങ്കിൽ ROC തന്നെത്താൻ പറഞ്ഞോളും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം ഫയൽ ചെയ്യാതിരുന്നാൽ മതി. ഇഫ് യു ഡു നോട്ട് ഫയൽ ദ ഫിനാൻഷ്യൽസ് ആൻഡ് ആനുവൽ റിട്ടേൺസ്. സോ inactive company എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the company is not carrying on any business or operation and has not made any significant accounting transaction during the last 2 years and has not filed financials and annual returns. എന്തിനു വേണ്ടിയിട്ടാണ് inactive status അല്ലെ ഡോർമന്റ് സ്റ്റാറ്റസ് നമ്മൾ എടുക്കുന്നത്? For a future project to hold some asset. കമ്പനിയുടെ പേരിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് യു വാണ്ട് ടു ഹോൾഡ് സം അസറ്റ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. എന്തെങ്കിലും ലാൻഡ് വാങ്ങിച്ചിടണം, 2 വർഷം കഴിയുമ്പോൾ വില കൂടും, പക്ഷെ എനിക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ യു പർച്ചേസ് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. ഓക്കെ, ബിക്കോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദർ ആർ അതർ ലോസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ പേരിൽ വാങ്ങിച്ചിട്ട് പിന്നെ കമ്പനിയുടെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുമ്പോൾ സെയിൽ, അതിന്റെ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എല്ലാം വരും. സോ വൈ ടു ടേക്ക് ഓൾ ദാറ്റ്? യു ആർ ഗിവൺ ദ ഫ്രീഡം ടു ഹാവ് അസറ്റ്സ് കമ്പനിയുടെ പേരിൽ ഹെൽഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഗോ ഫോർ ഡോർമന്റ്, രജിസ്റ്റർ ചെയ്യുക, കമ്പനി രജിസ്റ്റർ ചെയ്യുക, ഡോർമന്റ് കമ്പനി സ്റ്റാറ്റസ് എടുക്കുക. ദ കമ്പനി ക്യാൻ held assets in its own name. Okay, asset it can be intellectual property അല്ലെങ്കിൽ any other assets. മനസ്സിലാവുന്നില്ലേ? ശരി, സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് അതർ ദാൻ
ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ. ഇതല്ലാതെ എന്ത് വന്നാലും അത് എന്തായി മാറും? സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് രജിസ്ട്രാർക്കുള്ള ഫീ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിന്റെ, അതായത് ടു കംപ്ലൈ ദ ആക്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ഓക്കെ ലൈക്ക് രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആക്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും പേയ്മെന്റ് അടയ്ക്കേണ്ട, ഇപ്പം എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ ലേബർ വെൽഫെയർ ഫണ്ട് എല്ലാം വരത്തുള്ളൂ. സോ അങ്ങനെ ഏതെങ്കിലും ആക്ട് പ്രകാരം എന്തെങ്കിലും എമൗണ്ട് ഇഫ് യു ആർ ബൗണ്ട് ടു ഡു അല്ലെങ്കിൽ ബൗണ്ട് ടു പേ ആണെങ്കിൽ അത് പേ ചെയ്യുന്നതിനെ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ആക്ട്, ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇഫ് യു ആർ ഗിവിംഗ് സം ഷെയർസ്, നോർമൽ അലോട്ട്മെന്റ് അല്ല, ദാറ്റ് ഇസ് ജസ്റ്റ് ടു എന്താണ് ക്വാളിഫൈ ഫോർ ദ എലിജിബിൾ മിനിമം പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ടല്ലോ. സോ അതാണ് ആക്ടിന്റെ കംപ്ലയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും എന്തായി മാറില്ല, സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷന്റെ ഫോമിൽ വരില്ല. ആൻഡ് ഓൾസോ ഇഫ് യു ആർ മേക്കിംഗ് എനി പേയ്മെന്റ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ്, അഗെയിൻ ഈ ബുക്സ് ആൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ് എവിടെ പറയുന്നതാണ്? ആക്ടില് കംപ്ലയൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇഫ് യു ആർ മേക്കിംഗ് സം പേയ്മെന്റ് ദെൻ ദാറ്റ് വിൽ ഓൾസോ ബി നോട്ട് കൺസിഡർഡ്. So these are the procedural aspects. നിങ്ങളുടെ dormant company ചാപ്റ്ററിൽ ഉള്ളതും കൂടെ I have included here. So it's like a clubbing of first chapter and dormant company status. So by passing a special resolution, അപ്പം special resolution പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, I just give you an idea about what is special resolution and ordinary resolution. എന്തായിരുന്നു ordinary resolution എന്ന് പറഞ്ഞാൽ? എന്താണ് എന്താ മോനെ പറ, ഓർഡിനറി റെസൊല്യൂഷൻ എന്തായിരുന്നു? സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 50%. ഈക്വൽ ആയിരിക്കും. ഈക്വൽ അല്ല, ഈക്വലിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എന്നാലേ പറ്റുള്ളൂ. ഈക്വൽ ഒന്നും പറ്റില്ല. സോ സിമ്പിൾ മെജോറിറ്റി. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിലോ 3/4 മെജോറിറ്റി, 75%. ഓക്കെ, വാട്ട് ഈസ് ഓർഡിനറി ബിസിനസ് ആൻഡ് സ്പെഷ്യൽ ബിസിനസ്? അഡാന്ന് പറഞ്ഞപ്പോ എന്നെ വഴക്ക് പറഞ്ഞു, ഡാഡ പറഞ്ഞാൽ മതി തോന്നുന്നു. ശരി, ഡാഡാന്ന് പറയുമ്പോ എനിക്ക് ഡാഡ പോയിന്റ്സ്. എന്താണ് ഡാഡ പോയിന്റ്സ്? നിങ്ങൾ ആ പോർഷൻ പഠിക്കുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. ബട്ട് നമ്മൾ അവിടെ ഇവിടെ അറിഞ്ഞോ അറിയാതെ നമ്മളിത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഞാൻ പറഞ്ഞത്, മീറ്റിംഗിന്റെ ആ ചാപ്റ്ററിനകത്ത് ഇത് പഠിക്കും. 2 ടൈപ്പ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. അതായത് ഇയർ എൻഡിലെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, അതുകൂടാതെ EGM ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞായിരുന്നു. സോ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഓർഡിനറി ബിസിനസ് എന്ന് പറഞ്ഞത്. അഡാന്ന് പറയുന്നത് ഡാഡ പോയിന്റ്സ് എന്ന് പറഞ്ഞത്. ഇനി ഇതെന്താണ് എവിടെയാണ് എന്നുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സോ ദിസ് ഇസ് ആക്ച്വലി ITC ലിമിറ്റഡിന്റെ AGMന്റെ നോട്ടീസ് ആണ്. നമ്മൾ പറഞ്ഞത് നോട്ടീസ് 21 ക്ലിയർ ഡേയ്സ് നോട്ടീസ് അയക്കണം. സോ ദിസ് ഇസ് ഹൗ a notice will look like. Okay, idalla AGM notice. So this is a notice of ITC Limited, a notice of 112th annual general meeting, and notice is hereby given. See, should see all these things because നാളെ നിങ്ങൾ ഇതെല്ലാം ഇത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. Okay, so notice is hereby given. നോട്ടീസിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും? ടൈം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, വെന്യൂ ഉണ്ടാവും. ഓക്കെ, സോ ദെൻ സി ഓർഡിനറി ബിസിനസ്. നമ്മൾ ഈ ഓർഡിനറി ബിസിനസിനെ പറ്റിയാണ് പറയുന്നത്. ഏത് കമ്പനിയുടെ ഇഫ് യു ടേക്ക് ആൻ AGMന്റെ നോട്ടീസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ദർ വിൽ ബി ദിസ് ഓർഡിനറി ബിസിനസ്. ഓർഡിനറി ബിസിനസ് അതായത് ഓഡിറ്റേഴ്സിന്റെ കേസ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് എ റൊട്ടേഷൻ ബേസിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എവറി ഇയർ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ദയർ. സോ ഫസ്റ്റ് തിങ് എന്താണ്? നിങ്ങളുടെ ഡാഡ പോയിന്റിൽ എവിടെ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് വൺ തിങ് എവിടെ വരുന്നത്? ഫസ്റ്റ് A എന്താ? ഡയറക്ടർ അപ്പോയിന്റ്മെന്റ്. എന്താ? ഓഡിറ്റേഴ്സ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ അത് കഴിഞ്ഞുള്ള D എന്താ? ശരി, അപ്പൊ ലാസ്റ്റത്തെ A അപ്രൂവൽ ഓഫ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് അതാണ് ശരിക്കും ആദ്യം വരുന്നത്. ടു കൺസിഡർ ആൻഡ് അഡോപ്റ്റ് financial statements of the company for the financial year ended 31st March 2023, the consolidated financial statement for the said financial year and the report of board of directors and auditors thereon. See, that is the first point. Okay, the ultimate purpose of holding the AGM എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ഇതാണ്. അതായത് നമ്മുടെ audited financials അല്ലെങ്കിൽ financial statements consider and adopt. Then second one is to confirm interim dividends, declare final dividends. See, നമ്മൾ പഠിച്ചു declaration of dividends. Then to appoint a director
so and so who retires by rotation, all those things. എന്താണ് appointment of directors പറഞ്ഞില്ലേ? Okay, അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? appointment of auditor. See, to consider and fix to pass a following resolution as an ordinary resolution. എന്താ പറഞ്ഞേ? Resolved that in accordance with the provisions of section 142, the remuneration of 3 crore 85 lakhs to Messrs. SRBC and Co. LLP Chartered Accountants, statutory auditors for the company for conduct of audit for the financial year 23-24. Very small. See, the company is ITC. Okay, so don't look at the remuneration alone. Okay, so ഇത്രയാണ് എന്ത് ഓർഡിനറി ബിസിനസ്. താഴോട്ട് നോക്കിയേ, സ്പെഷ്യൽ ബിസിനസ്. നമ്മൾ പറഞ്ഞായിരുന്നു ഓർഡിനറി ബിസിനസ് അല്ലാതെ വാട്ട് എവർ അതർ ദാൻ ഓർഡിനറി ബിസിനസ് എന്താണ് സ്പെഷ്യൽ ബിസിനസ്. ഇനി സ്പെഷ്യൽ ബിസിനസ് ആണെങ്കിൽ എന്തുകൂടെ വേണം? സ്പെഷ്യൽ ബിസിനസ് ആണെങ്കിൽ എന്തുകൂടെ വേണം? എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്. സ്പെഷ്യൽ ബിസിനസ് ആണെങ്കിൽ കമ്പനിയുടെ എന്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് shareholders know. ഇനി അത് കൂടാതെ if a shareholder wants to know, ഞാൻ ആ മീറ്റിംഗ് പോയി അറ്റൻഡ് ചെയ്യണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ്. സോ ഇതിനകത്ത് നോട്ടീസിനകത്ത് അത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. സോ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിനകത്ത് ഇതെല്ലാം ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ എന്തെങ്കിലും പെർട്ടിക്കുലർ എന്ത് ഐറ്റം ആണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സകല ഇൻഫർമേഷനും ഈ പറയുന്ന എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, so these are so many things. ഇത് കണ്ടോ, ഇനി ഞാൻ പ്രത്യേകിച്ച് ഇനി നിങ്ങൾക്ക് റെസൊല്യൂഷൻ എഴുതാൻ പഠിപ്പിക്കില്ല കേട്ടോ, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ദേർ ഇൻ യുവർ മെറ്റീരിയൽ ആൻഡ് ഐ എം ഷോയിങ് യു ദ ലൈവ് എക്സാമ്പിൾസ്. സി ദിസ് ഇസ് ഹൗ യു ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റിംഗ് എങ്ങനെയാന്നുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല. റിസോൾവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ റെസൊല്യൂഷൻ. ഇനി റിസോൾവ് ദാറ്റ് ഏത് ആസ് പെർ എന്ത് ആക്ട് പ്രകാരം അല്ലെങ്കിൽ എന്ത് റൂൾ പ്രകാരം എന്ത് ലോ പ്രകാരം ഇഫ് ദർ ഇസ് സംതിങ് ടു കോട്ട് യു ക്യാൻ കോട്ട് ദാറ്റ്. എന്നിട്ട് എന്താണോ കണ്ടന്റ്, എന്താണോ തീരുമാനം എടുക്കേണ്ടത്, ദാറ്റ് തീരുമാനം വിൽ കം ഇൻ ദ റെസൊല്യൂഷൻ. അതാണ് നമ്മൾ നോട്ടീസിൽ കൊടുക്കുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് യു ജസ്റ്റ് റീഡ് വൺ. സോ ദിസ് ഇസ് ലിസ്റ്റിംഗ്. കുറച്ച് ഇതെല്ലാം ലിസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഇസ് എ ലിസ്റ്റഡ് കമ്പനി. കുറച്ച് മനസ്സിലാവുന്നവർക്കും പറയാം. See, resolved that in accordance with the provisions of section 196, 197 and 203 of the Companies Act 2013, Mr. Sanjeev Puri, DIN number B, and is hereby reappointed as a director not liable to retire by rotation and also as a managing director and chairman of the company with effect from 22nd July 2024 for a period of 5 years or till such earlier date to conform with the policy on retirement and as may be determined by the board of directors of the company and or by any applicable statute, rules, regulations or guidelines or such remuneration as set out in the explanatory statement annexed to the notice convening of this meeting. Kando, see adinte baaki details avade undu, explanatory statement lundu. So this is how you draft. Eduthu nokkiyalum it will be like this. See, resolved that in accordance with the provisions of section 148, in the section 148 talks about cost audit. So 148 of the Companies Act, remuneration of ABK and associate cost accountants appointed by the board of directors of the company as the cost auditors. See, all point ido adine approval kodukana. So to conduct the audit of records maintained by the company in respect of wood pulp and paperboard products for the financial year 23-24 at 5 lakh plus goods and service tax as applicable and reimbursement of out of pocket expense incurred be and is hereby ratified. See, ella evada vannu nammal idile padicha sambhavangallam endana appointment endu cheyidirikka board of directors already appoint cheyidu ille adinte approval shareholders kodukkunna engeya through ratification. Avaru already, because endana idu eppade nadakkunnullu AGM eppade conduct cheyyunnullu year end le conduct cheyyunnullu. So adinu munpu auditors ne cost auditors ne already board of directors appoint cheyidu and with the approval, maybe prior approval എടുത്തിട്ടുണ്ടാവാം, പക്ഷെ അത് ലീഗലി എന്താ ചെയ്തിരിക്കുന്നത്, അവരുടെ ആക്ടിനെ എന്ത് ചെയ്തു, റാറ്റിഫൈ ചെയ്തു. സോ മേക്കിംഗ് ഇറ്റ് ലീഗൽ ആക്കി കൊടുത്തു. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻ. അതാണ് വേർഡ് റാറ്റിഫൈഡ്. അപ്രൂവ്ഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബിക്കോസ് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് നടന്നു. സോ എന്ത് വേർഡ് പറഞ്ഞു, ദാറ്റ് ആക്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആ ആക്ടിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ജനറൽ മീറ്റിംഗിൽ റാറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് റാറ്റിഫൈഡ്. സോ റെസൊല്യൂഷൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ
എന്ത് പേർപ്പസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. വെദർ ഇറ്റ് ഇസ് റാറ്റിഫിക്കേഷൻ ആണെങ്കിൽ റാറ്റിഫിക്കേഷൻ പറയുക, അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ പറയുക. ഇവിടെ എല്ലാം അപ്രൂവൽ ആയിരുന്നു. റെസൊല്യൂഷൻ റിസോൾവ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇഫ് ഇറ്റ് ഇസ് റാറ്റിഫിക്കേഷൻ, see here also it is ratified. And then this is one more point. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇത് പഠിക്കാനുള്ളതാണ്. Who is signing this notice? ആർക്ക് നോട്ടീസ് സൈൻ ചെയ്യാൻ പറ്റും? By actually board of directors, by board order of the board, ITC Limited, RK Singhvi, executive vice president and company secretary. If there is a company secretary, then board of directors can designate company secretary to sign the notice. Okay. So എങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലല്ല, എന്താ പറയുന്നത്? ബൈ ഓർഡർ ഓഫ് ദ ബോർഡ്. ബോർഡ് പറഞ്ഞതിന് പ്രകാരമാണ് only that person can sign. So this is about notice, and these are the notes, explanatory notes. See, this is explanatory statement. ഓക്കെ, ഇത് നമ്മൾ നിങ്ങളെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഓരോ സംഭവങ്ങൾ പറയുന്ന സ്ഥലത്തും ഈ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പ്രൊസീജിയർ. പ്രൊസീജിയർ ഇസ് കോമൺ ഫോർ എല്ലാത്തിനും. എന്തിനാണെങ്കിലും ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് വിളിക്കുക, 7 ദിവസം നോട്ടീസ് കൊടുത്ത് ബോർഡ് മീറ്റിംഗ് വിളിക്കുക, ബോർഡ് മീറ്റിംഗിൽ അപ്രൂവ് ചെയ്തിട്ട് ദെൻ യു കോൾ ഫോർ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ വെച്ച് വെദർ ഇറ്റ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക, ഓർഡിനറി ആണെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യുക. ഓർഡിനറി വേണോ സ്പെഷ്യൽ വേണോ എന്നുള്ള എവിടെ കാണും? ആക്ടില് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാവും. സോ അത് പാസ് ചെയ്യുക. whatever the documents that needs to be filed with ROC, that will go to the ROC. So ഈ പ്രൊസീജിയർ ആയിരിക്കും കോമൺ ആയിട്ട് എല്ലാത്തിനും വരുന്നത്. ഇപ്പം മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ് വിളിക്കണമെങ്കിൽ അതിന് എത്ര ദിവസം നോട്ടീസാ? 21 ക്ലിയർ ഡേയ്സ് നോട്ടീസ്. ബോർഡ് മീറ്റിംഗ് ആണെങ്കിൽ 7 ഡേയ്സ് നോട്ടീസ്. സോ ഈ പ്രൊസീജിയർ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മെറ്റീരിയലിലെ എല്ലാ സ്ഥലത്തും പറയുന്ന പ്രൊസീജിയർ സെയിം ആയിരിക്കും. ഓൺലി തിങ് അതിനകത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കും ഓരോ. ഇപ്പോൾ ഓൾട്ടറേഷൻ എടുക്കുവാണെങ്കിൽ ഓരോ ഓൾട്ടറേഷനും ചേഞ്ചസ് ഉണ്ടാവും. സോ ആ ചേഞ്ചസ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ജനറൽ പ്രൊസീജിയർ എപ്പോ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ജനറൽ പ്രൊസീജിയർ ഓൾവേസ് സെയിം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ സെയിം ഫോർ ഓൾ. എല്ലാത്തിനും അതായിരിക്കും. ഓൺലി തിങ് ചിലപ്പോൾ ഫോം നമ്പർ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലതിന് ചിലപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം എന്ന് പറയും. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. സോ ദോസ് തിങ്സ് റിമെമ്പർ. കോമൺ പ്രൊസീജിയർ കോമൺ ആയിട്ട് എല്ലാത്തിനും പഠിച്ചു വയ്ക്കുക. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും, അതായത് എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്താലും ഓബ്വിയസ്ലി എന്തുണ്ടാവും? അവിടെ ഒരു റെസൊല്യൂഷൻ. ഇത് എവിടെ കാണിക്കുന്നത്? മിനിറ്റ്സ് ഉണ്ടാവും. നമ്മൾ അതായത് മീറ്റിംഗ് ആദ്യം കണ്ടക്ട് ചെയ്യും. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് നോട്ടീസ് കൊടുക്കും. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. മീറ്റിംഗ് കഴിയുമ്പോൾ എന്തുണ്ടാവും? മിനിറ്റ്സ്. മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആണ് സെക്ഷൻ 118. മിനിറ്റ്സ് പറയുന്നത് എന്താണ്? മീറ്റിംഗിൽ പറഞ്ഞ സംഭവങ്ങൾ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിന്റെ കൂടെ അപ്പൊ മീറ്റിംഗിന്റെ കൂടെ നമ്മൾ പറഞ്ഞു അപ്പൊ റെസൊല്യൂഷൻ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞു. സോ സെയിം തിങ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. എല്ലാ റെസൊല്യൂഷൻസും ആ രീതിയിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. Then അതിന്റെ കൂടെ explanatory statement ഉണ്ടാവും നമ്മൾ പറഞ്ഞായിരുന്നു. So this is how our explanatory statement looks like. Annexed to the notice convening 112ാമത് നോട്ടീസിന്റെ കൂടെ explanatory statement അനക്സ് ചെയ്തിരിക്കുന്നതാണ്. സോ നമുക്ക് പല സ്ഥലത്തും പഠിക്കാനുണ്ട് explanatory statementil എന്തൊക്കെ സംഭവങ്ങൾ വെക്കണം എന്നുള്ളത്. If it is a special business. So എല്ലാം ലൈക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കാരണം റിലേറ്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങൾ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ബിസിനസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ബോണസ് ഇഷ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, സോ ഓൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ലൈക്ക് ടു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഷെയർ ഹോൾഡർക്ക് അത് വായിക്കുമ്പോൾ ഫുൾ പിക്ചർ കിട്ടണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇഫ് യു റീഡ് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നോമിനേഷൻ ആൻഡ് കോമ്പൻസേഷൻ കമ്മിറ്റിയിൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ഒരു ഡയറക്ടറുടെ പേര് ആൻഡ് ഓൾസോ ആസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. ഡയറക്ടർ അപ്പോയിന്റ്മെന്റിൽ നിങ്ങൾ ഇത് പഠിക്കും. സോ ആ ഡയറക്ടറുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡിംഗ് ബ്രീഫ് റെസ്യൂം. ആ പുള്ളി എന്താണ് ചെയ്തിരുന്നത്, എവിടെ ആയിരുന്നു, സി വൈ ഹി ഈസ് എലിജിബിൾ ടു ബിക്കം എ ഡയറക്ടർ. സോ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വേറെ എവിടെയൊക്കെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. സോ ഇൻഡിപെൻഡന്റ് ഡയറക്ടർഷിപ്പ് വേറെ ഏതൊക്കെ കമ്പനിയിലുണ്ട്, അൾട്രാ സിമെന്റ്. സോ കമ്മിറ്റി മെമ്പർഷിപ്പ് ഓഫ് അതർ കമ്പനീസ്, വേറെ കമ്പനിയിലെ ഏതൊക്കെ കമ്മിറ്റീസിലുണ്ട്. ദർ ആർ സോ മെനി കമ്മിറ്റീസ്. ഓഡിറ്റ് കമ്മിറ്റി നമ്മൾ പറഞ്ഞ സെക്ഷൻ 8 കമ്പനി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നും അവർക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞത്. സോ ഓൾ ദിസ് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചോളൂ. സോ നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി,
Corporate Social Responsibility Committee. ഇതിനകത്തൊക്കെ പല പല കമ്പനിയിൽ this person is already member. Then എത്രയാണ് മെമ്പർ ഷെയർ എന്തെങ്കിലും ഹെൽഡ് ചെയ്യുന്നുണ്ടോ ആ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, fees. In addition to sitting fees, this person will be entitled to remuneration കൊടുക്കുന്നുണ്ട് by way of commission ranging between 70 lakhs to 1 crore. ചുമ്മാ just small amounts. So as determined by the board and in respect of commission, so all these things. And her relatives are interested in the special resolution. None of the directors and KMP. So all these things. ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ബിക്കോസ് പ്രൊവിഷൻസിലൂടെ പോകുമ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്യുന്ന പല സ്ഥലത്ത് വരും. അങ്ങനെ പല സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം കൂടെ വന്നിട്ടാണ് എന്ത് ഡ്രാഫ്റ്റ് ആവുന്നത്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിൽ ഐറ്റംസ് വരുന്നത്. So this is how, and the board recommends this special resolution for your approval. So this is how your explanatory statement ends. See, all the details will be there. Another person, and the salary, performance bonus, long-term incentive, perquisites, all these things. Okay. So ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയത് എവിടുന്നാണ്? സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ. അപ്പോൾ ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ് എന്താന്ന് പറയാൻ പോയതാണ്. So then application to ROC in form MSC 1 within 30 days of passing SR. SR and the special resolution. And then registrar will give you a certificate. അതായത് dormant company status തരുന്ന certificate ആണ് MSC 2 തരുന്നത്. Then filing of return of dormant company within 30 days from the end of each financial year. Financial year end ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ you have to file the return of dormant company. ബാക്കി returns ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. This has to be done. And filing of forms of allotment and changes in directors, if there is any. So this is again reverse procedure. നമ്മളിപ്പോ പറഞ്ഞത് dormant company ആവാൻ, normal ഒരു company, if that company registration ശേഷം if they want to become a dormant company, this is a procedure. തിരിച്ച് dormant, already dormant status ആയിരുന്നു, and you come back, you want to start your business, ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ if you are doing, start ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, you start doing the significant accounting transactions ഉണ്ടാവരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ എന്തോടെ ചെയ്യണം? അങ്ങനെ ഒരു സംഭവം, അതായത് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിലും 7 ദിവസത്തിനുള്ളിൽ you have to inform the ROC. ROCയുടെ അടുത്ത് പറയണം. And you hold a board meeting and prepare a return in form MSC 3 in respect of the financial year in which the application of active status is filed. Then application to ROC in form MSC 4. അപ്പം ROC will give you a certificate. Active status certificate will be given in MSC 5. So that is a clear ആണ് procedures. Legal association വേണ്ട. Foreign company എന്താണ്? Company incorporated outside India but having a place of business in India. It can be either through itself, സ്വന്തമായിട്ടാകാം, or agents physically or electronically. So then we talked about എന്താണ് financial statements and books of account. എന്താണ് financial statements? Balance sheet, profit and loss account, cash flow statements, books of account ആണെങ്കിലോ then we talked about ആരെ പറ്റി സംസാരിച്ചത്? പ്രൊമോട്ടറെ പറ്റി സംസാരിച്ചു. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? who can named in the prospect. ഇതാണ് definition കേട്ടോ. Promoter 269 definition ഇതാണ്. A person who is named in the prospectus or annual return and control over the affairs of the company. It can be directly, indirectly, as a shareholder, director, or otherwise. And board of directors are accustomed to act according to his advice or directions. In professional capacity, ആരെങ്കിലും നമ്മൾ appoint ചെയ്തിട്ടുണ്ടെങ്കിൽ that person will not be considered as a promoter. Because professional, ഇപ്പൊ നിങ്ങളെ പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും ഇൻകോർപ്പറേഷൻ ടൈമിൽ അല്ലെങ്കിൽ കമ്പനിക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ you cannot consider that person as a promoter. Then it's actually in a fiduciary capacity, a position of trust and confidence. And promoters are not allowed to make secret profits. Secret profit make ചെയ്താൽ എന്ത് സംഭവിക്കും? What are the 3 remedial actions? എന്തൊക്കെയാണ് പറഞ്ഞായിരുന്നു? ഹസ്ബൻഡ് ആൻഡ് വൈഫ് എക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം
ആദ്യം ഡിവോഴ്സ് കൊടുക്കും അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? rescind the contract. പിന്നെ എന്താണ്? നഷ്ടപരിഹാരം ചോദിക്കും. ക്ലെയിം ദ ഡാമേജ്. എന്നിട്ടും കലിപ്പ് തീർന്നില്ല, എന്ത് ചെയ്യും? സൂ ചെയ്യും. ഓക്കെ. So then certificate of incorporation കിട്ടുന്നതിന് മുമ്പുള്ളതിനെ എന്തെന്ന് പറയും? What type of contract? Pre incorporation contracts. അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ that is regular contracts. Only if the company accepts. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് കമ്പനി കണ്ടിന്യൂ ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിന് company will be liable. Otherwise, who will be liable? Promoter will be liable. Okay, then section 3(1), that is company may be formed for a lawful purpose by, it can be public company ആണെങ്കിൽ with 7 or more persons. Private, see നമ്മൾ number of members ന്റെ കേസ് പറയുന്നതിൽ actually it talks, ഇവിടാണ് ഇത് പറയുന്നത്, like എത്ര number of members ആണ്, because company may be formed by എന്ന് പറഞ്ഞ് ഇവിടാണ് അതിന്റെ സെക്ഷനിൽ പറയുന്നത്. മെമ്പർഷിപ്പിൽ അല്ല, അവിടെ അല്ല പറയുന്നത്. പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ഡെഫിനേഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല. ബട്ട് ദിസ് സെക്ഷൻ ടോക്സ് വെയർ how much number of members. അതായത് പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 or more persons, private company ആണെങ്കിൽ 2 or more persons, and one person company is one, by subscribing their name to the memorandum and complying with the requirements of this act in respect of registration. Okay, so this is the definition of like a formation of a company. And ഒരു സംശയം ചോദിക്കട്ടെ, സെക്ഷനിൽ പറയുന്നത് എന്താ? കമ്പനി may be formed for a lawful purpose. അപ്പൊ ലോഫുൾ പർപ്പസ് അല്ലാതെ ഫോം ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. You cannot form for an illegal purpose. ഈ മേ ബി എന്ന് ഉദ്ദേശിക്കുന്നത് this should be read as shall. കമ്പനി ഷാൽ. മേ എന്ന് പറഞ്ഞാലും അതിനെ ഷാൽ ആയിട്ട് തന്നെ വായിക്കണം. അതിനൊരു പേര് പറയും റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ. മേ should be read as shall. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും കമ്പനി should be formed for a lawful purpose. You cannot have illegal purpose ന് വേണ്ടിയിട്ട് you cannot form a company. The company should be formed for a lawful purpose. Shall ആണ് യൂസ് ചെയ്യുക. You read it as shall. അതിന് എന്താ പറയുന്നത്? റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ. Okay, so നമ്മൾ സംസാരിച്ചായിരുന്നു that the liability of the members are limited. ഇനി one section, that is section 3A, talks about members liability limited അല്ല. Members will become personally liable ആകുന്ന ഒരു കേസാണ് ഏത്? സെക്ഷൻ 3. ഏതാടാ? സെക്ഷൻ 3A. നോക്കി വായിക്കേ. ഓക്കെ, സെക്ഷൻ 3A. ഇത് ആക്ച്വലി ഞാൻ പല സ്ലൈഡ്സിൽ നിന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇഫ് എനിബഡി കൻ കം എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവങ്ങൾ ഞാൻ ഫോട്ടോ എടുക്കാം, നിങ്ങൾ ഗ്രൂപ്പിലിട്ട്, ബിക്കോസ് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ പല സ്ലൈഡ്സിൽ പല സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുവാണെങ്കിൽ ആ സ്ലൈഡ്സ് മാത്രം ഫോട്ടോ എടുത്ത് ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ. അല്ലെ, ഞാൻ ഇന്നലെ വിചാരിച്ചു ലൈക്ക് ഇതിൽ ഏതാ ഷെയർ ചെയ്യണമെന്ന്, പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയി ഇതിൽ ഏതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, ബിക്കോസ് യു വിൽ ബി നോയിങ് ദാറ്റ് ബെറ്റർ. സോ അത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇഫ് സംബഡി ക്യാൻ കം ആൻഡ് സിറ്റ് വിത്ത് മീ, അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് ഇറ്റ് ക്യാൻ ബി സർക്കുലേറ്റഡ് ഇൻ യുവർ ഗ്രൂപ്പ്. സോ യു വിൽ ഹാവ് എ കൺട്രോൾ ഓവർ വാട്ട് എന്താ പഠിച്ചെന്നുള്ളത്. വീട്ടിൽ പോയി പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ഓക്കെ, ഇഫ് ദ കമ്പനിയിൽ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എന്താ പോനെ? എന്തോ സെക്ഷൻ 3 പറഞ്ഞത്? എന്താടാ സെക്ഷൻ 3? പറ, എന്തെങ്കിലുമൊക്കെ പറ. ഈ പടമൊക്കെ കണ്ടിട്ട് ഒന്നും ഓർമ്മ വരുന്നില്ലേ? എഴുതി വെച്ചേക്കണൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒന്നും ഓർമ്മ വരുന്നില്ലേ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞത്? ഒരു മെമ്പർ കുറയാണെങ്കിൽ ഷെയർ എന്നിട്ടോ ലയബിലിറ്റി എങ്ങനെയാ വരുന്നത്? എങ്ങനെ വരും? ശരി, അതെങ്ങനെ വരും? എന്ത് കണ്ടീഷനാ പറഞ്ഞ അങ്ങനെ വരണമെങ്കിൽ?
ഇത് താഴെ ഒരു പീരീഡ് ടൈം ലൈൻ ഒക്കെ വരച്ച് വെച്ചിരിക്കുന്നത് എന്തിനാ? എടാ നിങ്ങൾ ക്ലാസ് പറയുന്നത് ഇത്ര പോലെ ഒബ്സർവ് ചെയ്യുന്നില്ലേ? എന്തിനാ ഈ ടൈം ലൈൻ ഒക്കെ വരച്ച് വെച്ചിരിക്കുന്നത്? എന്നിട്ട് മുകളിൽ ഞാൻ ചോദിച്ചായിരുന്നു ആരാ ലൈബിള്, ലോൺ എടുത്ത ആരാ ലൈബിൾ എന്നൊക്കെ ചോദിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എവിടെ? ആ എന്ത് മോനെ? ഇവിടെ. മനസ്സിലായില്ല എന്ന് മാത്രം പറയരുത്. എല്ലാരും ഇവിടുന്നത് കാര്യമായിട്ട് ഉത്തരം പറഞ്ഞതാ. മറന്നു പോയതോ അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയും. ഏ മറന്നുപോയി. എന്തുവാ ഈ താഴെ ടൈം ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്? ഈ 6 മാസം എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്തേലും 6 മാസത്തിന് കഥ പറഞ്ഞായിരുന്നോ? എന്നാ പറഞ്ഞേ? എന്നാന്നാ പറഞ്ഞേ? ആ ഒരു മെമ്പർ കുറയുവാണെങ്കിൽ ഏ കറക്റ്റാ പറഞ്ഞോ. ഒരു വേർഡ് പറഞ്ഞായിരുന്നു. ആ കോഗ്നിസൻസ്. ആ കോഗ്നിസന്റ് ആണെങ്കിൽ കോഗ്നിസന്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? അവെയർ. അതൊക്കെ അറിയാം. എന്നിട്ടോ കോഗ്നിസന്റ് ആയിട്ട് എന്നാ ചെയ്യണ്ടേ? ഉം എന്നാടാ ചെയ്യണ്ടേ? ആ 6 മാസം എന്നാ ചെയ്യണ്ടേ? കമ്പനി നിങ്ങൾ ഇത്ര പോലും ഒബ്സർവ് ചെയ്യുന്നില്ലേ? എന്താ പറഞ്ഞേ? 6 മാസത്തേക്ക് ഇഫ് ദ കമ്പനി കണ്ടിന്യൂസ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. 6 മാസമായിട്ടും എന്ത് ചെയ്തില്ല? ഇങ്ങനൊരു നമ്പർ ഓഫ് ലിമിറ്റഡ് ലൈബിൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിലും താഴെ പോയിട്ടോ 6 മാസം ആ മിനിമം നമ്പർ ഇല്ലാതെ തന്നെ കമ്പനി കണ്ടിന്യൂസ് ക്യാരി ഓൺ ദ ബിസിനസ്. കമ്പനി ബിസിനസ് ക്യാരി ഓൺ ചെയ്തു. ആൻഡ് ദ മെമ്പേഴ്സ് ആർ കോഗ്നിസന്റ് ഓഫ് ദ ഫാക്ട്. അതായത് മിനിമം പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇല്ലാതെയാണ് കമ്പനി ബിസിനസ് ചെയ്യുന്നതെന്ന് മെമ്പേഴ്സ് ആർ അവെയർ. അറിഞ്ഞുകൊണ്ട് അവര് 6 മാസമായിട്ടും പ്രത്യേകിച്ച് യാതൊരു ആക്ഷനും എടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദാറ്റ് പേഴ്സൺസ് വിൽ ബിക്കം പേഴ്സണലി ലയബിൾ ഫോർ ദ കമ്പനിയുടെ ലയബിലിറ്റീസിന്. എന്തുകൊണ്ടുള്ള ലയബിലിറ്റി? 6 മാസത്തിന് ശേഷം എന്തൊക്കെ കോൺട്രാക്റ്റിൽ കമ്പനി എഗ്രി ചെയ്യുന്നുണ്ടോ, എൻ്റർ ചെയ്യുന്നുണ്ടോ, ആ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റിലെല്ലാം എന്താകും? മെമ്പേഴ്സ് പേഴ്സണൽ ലയബിൾ ആകും. അതാ നമ്മൾ അവിടെ പറഞ്ഞേ 1/1/23 ലോൺ എമൗണ്ട് അതില് ആകത്തില്ല. 1/5/23 എടുത്തതിലും ആകില്ല. ഏതിലേ ആകുള്ളൂ? ഒന്ന് മാറാം. 1/12/23. ദാറ്റ് ഇസ് ആഫ്റ്റർ 6 months. 6 months എപ്പോഴാ? ഈ ടൈമിലാണ്. 1/3/23 എന്ത്? ഷെയർ ഇഫ് ഇറ്റ്സ് എ പബ്ലിക് കമ്പനി ആൻഡ് ഷെയർ റെഡ്യൂസ് ആയത്, ഷെയർ നമ്പർ റെഡ്യൂസ് ആയി. അപ്പോ 6 മാസം വരെയുള്ള പീരീഡില് വാട്ട് എവർ ലയബിലിറ്റീസ് ആർ ടേക്കൺ മെമ്പേഴ്സ് വിൽ നോട്ട് ബിക്കം പേഴ്സണൽ ലയബിൾ. 6 മാസത്തിന് ശേഷവും ഇഫ് ദേ കണ്ടിന്യൂ ടു ഡു ദ ബിസിനസ് ആൻഡ് മെമ്പേഴ്സ് ആർ കോഗ്നിസന്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് പ്രിസ്ക്രൈബ്ഡ് മിനിമം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം 1/9/23 ശേഷം എടുക്കുന്ന ലയബിലിറ്റീസിനെല്ലാം members can be held personally liable. ഇതാണ് section 3A. okay. And also suppose a question comes like എങ്ങനെ ഇപ്പൊ കോഗ്നിസന്റ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? അതായത് മെമ്പേഴ്സ് അവെയർ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും? എങ്ങനെ അറിയും മെമ്പേഴ്സ് കോഗ്നിസന്റ് ആണോ അല്ലയോ? അവരോട് ചോദിച്ചാൽ മതിയോ? അറിയായിരുന്നോ എന്ന് ചോദിച്ചാൽ മതിയോ? ചേട്ടന്റെ കാര്യം അറിയായിരുന്നോ? അങ്ങനെ ചോദിക്കുമല്ല. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് അതർവൈസ്. കോഗ്നിസന്റ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? മെമ്പേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു പ്രൂവ് ഇറ്റ് ദാറ്റ് യു വെർ നോട്ട് അവെയർ ഓഫ് ദ ഫാക്ട്. അതല്ലെങ്കിലോ രാജിവെച്ച് പുറത്തു പോവുക. ഓക്കെ. സോ ദിസ് ഇസ് ദ സെക്ഷൻ 3A കോംപ്ലിക്കേഷൻ. Then we talked about MOA and AOA. Section 399 MOA AOA എന്താന്ന് പറയുന്നത്? പബ്ലിക് ഡോക്യുമെന്റ്സ് ആണെന്ന് പറയുന്നത്. What is an MOA?
ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി, പവേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് MOA. AOA എന്താണ്? ശരി, എന്താണ് അൾട്രാ വൈറസ് ആൻഡ് ഇൻട്രാ വൈറസ്? ബിയോണ്ട് ദ പവേഴ്സ്. ഓക്കെ, നമ്മള് ഇവിടെ ക്ലാസ് നടത്തുന്നതിന് പകരം യാതൊരു ബന്ധവുമില്ലാതെ അപ്പുറത്തെ ബിൽഡിംഗിൽ ക്ലാസ് നടത്താന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ബിയോണ്ട് ദ പവേഴ്സ്. ഓക്കെ, അൾട്രാ വൈറസ് ആകും. അതേസമയം ക്ലാസ്സിനകത്ത് തന്നെ പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വിതിൻ ദ പവേഴ്സ്, ഇൻട്രാ വൈറസ്. ആൻഡ് അൾട്രാ വൈറസ് ഉള്ള ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ, what are the remedial actions available? The act itself is null, then directors are personally liable. Okay, and injunction order. എന്താണ് injunction order? Stay order. ശരി, കാണിക്കണോ? ഓക്കെ, സോ ഇവിടെ വരുമ്പം നമ്മൾ എന്താ പറയുന്നത്? ആക്ച്വലി ഇവിടെ ഒരു കോൺട്രാക്ട് നേച്ചർ ആണ് ഇല്ലേ? MOA AOA എന്ന് പറയുന്നത് മെമ്പേഴ്സും കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. ആക്ച്വലി മെമ്പേഴ്സ് ആർ ബൗണ്ട് ടു ഫോളോ വാട്ട്? MOA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് മെമ്പേഴ്സ് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സോ ഇഫ് സംതിങ് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ MOAക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വലി അത് കോൺട്രാക്ടിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതാണ്. സോ ആ ആക്ടിനെതിരെ എന്ത് ചെയ്യാം? യു ക്യാൻ ഇനീഷ്യേറ്റ് ഇഞ്ചക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഈവൻ all the shareholders have the right to do that, because MOAക്ക് violation ആയിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ any person can initiate that. Okay, also no ratification possible, it cannot be ratified. Then this was section 4, that is memorandum and association. Okay, memorandum of association എന്താണ്? ചാർട്ടർ ഡോക്യുമെന്റ് ആണ്. It defines the power and limitations of the company and contains fundamental conditions upon which the company is incorporate. എന്ത് കണ്ടീഷൻസിലാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്? What is the purpose for which the company is incorporated? Also purpose ഉണ്ട്, that is for third parties ആണെങ്കിൽ before entering into any contract with the company ആയിട്ട് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അതിന്റെ purpose എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം whether they are legally bound to do that, അവർക്കത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ടോ? ബിക്കോസ് എന്താണ്, ലീഗലി ആണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യു ക്യാൻ എൻ്റർ, അതർവൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട്, എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ യു കനോട്ട് സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ they can do it or not. Okay, so that is why third party comes into picture. And for shareholder എന്താണ്? ഷെയർഹോൾഡറിന്റെ വിഷ്ണു 3 കോടി ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ വിഷ്ണു എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? he need to get what is the risk and reward associated with ഈ 3 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. നാളെ എന്റെ കാശ് പോവോ അതോ എനിക്ക് കാശ് കിട്ടുവോ? So these are the risk and reward associated with it. എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ the shareholders will read the MOA വായിച്ചു നോക്കി കഴിഞ്ഞാൽ you will understand what kind of business they are doing, and then you decide whether to invest in that company or not. ആ കമ്പനിയിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ, അതിന്റെ ഷെയർ വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത് you can decide on the basis of that. Then what are the different clauses? Name clause, situation clause, registered office clause, object clause. ഇതിന് നിങ്ങൾ വല്ലതും പഠിച്ചായിരുന്നോ? നോൺ റെസിഡന്റ് ഓൺസ് എ ലാർജ് കസിനോ. പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ with that you can find non-resident. N for name clause, resident. R for registered office clause, O for object clause, large. L for liability clause, casino, capital clause, subscription clause and nomination clause. Okay, so എന്തൊക്കെ clauses are ഉള്ളത്? Name clause, registered office clause, object clause, liability clause, capital clause, subscription clause and nomination clause is for ആർക്കാണ് നോമിനേഷൻ ക്ലോസ്? നിങ്ങൾ എല്ലാരും റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന്. അത് മനസ്സിലായാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആരാന്ന് എന്നോട് ചോദിക്കരുത്. ഓക്കെ,
So these are the sections associated with നമ്മളിപ്പോ പറഞ്ഞു section 1 പറഞ്ഞു 2 പറഞ്ഞു 3 പറഞ്ഞു. ഇനി we'll see what are these sections related to. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് alteration procedures, how you can alter MOA and AOA. എന്ത് പറ്റി മുഖം വിളിച്ചിരിക്കുന്നു? സാരമില്ല, റിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾ രണ്ടുപേരും അല്ലേ പഠിച്ചുള്ളൂ, ബാക്കി ഇത്രയും ആൾക്കാർ പഠിക്കാതിരിക്കുന്നത്? ആരൊക്കെ പഠിച്ചു? ഇവർ രണ്ടുപേരും അല്ലേ പഠിച്ചിട്ടുള്ളൂ, വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരും പഠിച്ചിട്ടില്ല. നിങ്ങൾ എന്താ, നിങ്ങൾ ഇത് പഴയതിലുള്ളതാണോ പുതിയത്? നിങ്ങൾ എന്ത് കാറ്റഗറിയാ? ഏ ന്യൂ സിലബസുകാരുടെ ക്ലാസ് കഴിഞ്ഞോ? സെറ്റിംഗ് അപ്പ് കഴിഞ്ഞു. ബാക്കി ഇരിക്കുന്ന ആരും ഇതുമായി റിലേറ്റഡ് അല്ല, നിങ്ങൾ ഇത്രയും പേര് മാത്രം. എന്തൊക്കെ കോമ്പിനേഷൻ ആണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, എന്തായാലും ഞാൻ പഠിപ്പിക്കുകയാണ്, പഠിച്ചോളുക. ഓക്കെ, സോ നൗ വി ആർ സീയിങ് എല്ലാം. ബിക്കോസ് ഇത് നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽ ആക്ച്വലി നല്ലതാണ്, പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വായിച്ച് വായിച്ച് പോകുമ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തോന്നാം, കുറച്ചങ്ങോട്ട് വായിച്ച് വായിച്ച് വരുമ്പോൾ. സോ അതുകൊണ്ട് ഇതിനെ കുറച്ചൊന്ന് ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്താണ് നമ്മൾ പഠിച്ചു പോകുന്നത്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾ മെറ്റീരിയൽ വായിച്ചിട്ട് പറയരുത്, അയ്യോ മിസ് മെറ്റീരിയൽ നോക്കിയല്ല പഠിപ്പിച്ചതെന്ന് പറയരുത്. പഠിപ്പിക്കുന്നത് എവറിഥിങ്, ഇതെല്ലാം അവിടെ ഉണ്ട്, അവിടെയുള്ള എല്ലാം നമ്മൾ പഠിക്കുകയും ചെയ്യും. അൾട്ടിമേറ്റ് പർപ്പസ് ഇസ് ഫോർ യു ടു ഹാവ് കൺട്രോൾ ഓവർ ദ ടോപ്പിക്, അതായത് സെക്ഷൻസ്. നമ്മൾ പഠിക്കുന്നത് എന്താണ്? കമ്പനീസ് ആക്ട് ആണ് പഠിക്കുന്നത്. സോ ആക്ടില് എന്താ ഉള്ളത്? സെക്ഷൻസ് ഉണ്ട്. ആ ഡിഫറെന്റ് സെക്ഷൻസ് വെച്ച് പഠിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ബിക്കോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആസ് പെർ സെക്ഷൻ 13 അല്ലെങ്കിൽ 13 വാട്ട് നീഡ്സ് ടു ബി ഡൺ എന്ന് ചോദിക്കുമ്പോൾ അൺലെസ് യു ഡോണ്ട് സ്റ്റഡി വാട്ട് ഈസ് ഇൻ സെക്ഷൻ 13 നിങ്ങൾക്ക് അതിന്റെ ആൻസർ എഴുതാൻ പറ്റത്തില്ല. സോ സെക്ഷൻ അണ്ടർസ്റ്റാൻഡിങ് ദ സെക്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അത് ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് കാർഡ് അടിച്ച് എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻസ് ഒന്നും മനസ്സിലാവത്തില്ല. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഐ മീൻ താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ എൻഡിൽ തരുന്നില്ലേ, അതിനകത്ത് സംവെയർ ഐ ഹാവ് സീൻ ദാറ്റ് സെക്ഷൻ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഇഫ് യു ഗെറ്റ് ലക്കി അങ്ങനെ വരത്തില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ചോദിച്ചാൽ യു നീഡ് ടു നോ വാട്ട് ആർ ദ സെക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള സെക്ഷൻസ് എങ്കിലും അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് വി വിൽ സി നെയിം ക്ലോസ്. എന്താണ് നെയിം ക്ലോസ്? നെയിം ക്ലോസിൽ എന്തുണ്ടാവും? ഇന്നലെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, MOA, നെയിം ഓഫ് ദ കമ്പനി. എന്താണ് കമ്പനിയുടെ പേര് എന്നുള്ളതാണ് നെയിം ക്ലോസിൽ. MOA കാണിച്ചു തന്നില്ലായിരുന്നോ? അതിനകത്ത് നെയിം. ദെൻ വാട്ട് ഇസ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്? രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്? ശരി, 3 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് രജിസ്റ്റേർഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഹാവിംഗ്? മൂവാറ്റുപുഴയല്ലേ വീട് പറഞ്ഞേ? പേര് സാന്ദ്ര. ഓക്കെ, സാന്ദ്ര പറ. അയ്യോ, എന്റെ കാക്കൂരുള്ള വെച്ചെവിടെ? ആ യെസ് യെസ്, ഉറങ്ങിയിരിക്കുന്ന കാരണം ആൾക്കാരെ ശരിക്കും മനസ്സിലാവുന്നില്ല. Okay, maintenance of books of account. Very good. One answer. Then communication, for communication purpose. Very good. Second answer. അടുത്തത് കമ്പനിക്ക് എന്തുണ്ട്? സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ലീഗൽ യെസ്. സോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ കമ്പനി ക്യാൻ സ്യൂ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺ ആൻഡ് കമ്പനി ക്യാൻ ബി സ്യൂഡ്. അപ്പൊ ഈ സൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി എ ജുറിസ്ഡിക്ഷൻ. എവിടെ കൊണ്ട് സൂ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. ചുമ്മാ അങ്ങ് എല്ലായിടത്തും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സെപ്പറേറ്റ് പ്ലേസസിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വിച്ച് മീൻസ് if company is registered under particular, അതായത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ then the jurisdiction will be decided on the basis of registered office. So the purpose of having registered office, what are the 3 purposes? Determining the എന്താടാ? For communication, see, registered office is important from the perspective of establishing the domicile of the company for the purpose of determining jurisdiction. Iron illandayipoyi corporate world. Okay, so iron attend ചെയ്യുന്നുണ്ടോ? ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരു മെസ്സേജ്, ഐറൻ നാടോട്ട് പോയിട്ടോ?
ഓൺലൈൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചുമ്മാ ഓണാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോലെ ചെയ്യാ? അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അവൻ സത്യം പറഞ്ഞു. പേരെന്തായിരുന്നു? എൽഫിൻ, അൽഫിൻ. ഓക്കെ, കുൽഫി എന്നൊക്കെ പറയുന്നല്ലേ അൽഫിൻ. ഡോൾഫിൻ എന്ന് പറയുമോ മിടുക്കൻ? ഓക്കെ, സോ ഡോൾഫിൻ പറഞ്ഞതുപോലെ വേണ്ട, അൽഫിൻ പറഞ്ഞതുപോലെ എന്റെ ചേച്ചിയുടെ പേര് ആൽബ എന്നാണ്. അപ്പം ആൽഫ എന്ന് ആൾക്കാർ പറയും. സോ കൈൻഡ് ഓഫ് റിലേറ്റഡ് ആൽഫിൻ. ഓക്കെ, എടാ തെറ്റിക്കില്ലടാ, ഞാൻ പിന്നെ അതേ വിളിക്കൂ. ഓക്കെ, സോ എന്താണ് പർപ്പസ്? നമ്മൾ എന്താ പറഞ്ഞത്? കോർപ്പറേറ്റ് വേൾഡ്. ഓക്കെ, സോ എസ്റ്റാബ്ലിഷിംഗ് ദ ഡൊമസൈൽ ഓഫ് ദ കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് ജുറിസ്ഡിക്ഷൻ. ഡൊമസൈൽ എന്ന് വെച്ചാൽ എന്താണ്? ആ ജന്മസ്ഥലം എവിടാണ്, വേർ യു ബിലോങ് ടു ചോദിക്കുന്നതാണ്. സോ ഡൊമസൈൽ ഓഫ് ദ കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് jurisdiction, that is the first thing. Then place at which company statutory records are normally kept, എവിടാണ് വെക്കേണ്ടത്. Then address to which the communications are sent, എങ്ങോട്ടാണ് കമ്മ്യൂണിക്കേഷൻസ് അയക്കേണ്ടത്. ഓക്കെ, സോ പല പല സെക്ഷൻസ് ഉണ്ട്. അതായത് ഈ സെക്ഷൻസിൽ എല്ലാത്തിലും പറയുന്നത് കൈൻഡ് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ സെക്ഷൻ 4 ഓരോ ക്ലോസിന്റെയും ഓൾട്ടറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. സോ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സെക്ഷൻസ് ആണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലോസ് നെയിം ക്ലോസ് നമ്മൾ പറഞ്ഞു, രജിസ്റ്റർഡ് ഓഫീസ് ക്ലോസ് പറഞ്ഞു. ഒബ്ജക്ട് ക്ലോസ് എന്തായിരിക്കും? ഒബ്ജക്ട് എന്താണ്? മെയിൻ ഒബ്ജക്ട്, ആൻസിലറി ഒബ്ജക്ട് കണ്ടായിരുന്നു. HDFC ബാങ്കിന്റെ കുറേ ഒബ്ജക്ട് കണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെയും ആൻസിലറി ഒബ്ജക്ട്സ്. ദെൻ ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എന്താണ്? വെദർ ഇറ്റ് ഇസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ, അൺലിമിറ്റഡ് കമ്പനി ആണോ. സോ ദോസ് തിങ്സ് വിൽ ബി മെൻഷൻ ഇൻ ദ ലയബിലിറ്റി ക്ലോസ്. ഇനി ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസിൽ എന്തൊക്കെ ഉണ്ടാവും? ഓതറൈസ് ക്യാപിറ്റൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ക്യാപിറ്റലിന്റെ, ഷെയർ ക്യാപിറ്റലിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ എത്രയാണ്? നമ്പർ ഓഫ് ഷെയർസ്. സോ നമ്പർ ഓഫ് ഷെയർസും ഫേസ് വാല്യൂ ഇതെന്താന്നുള്ളത് പറഞ്ഞു തന്നല്ലേ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എത്രയാണ് വാല്യൂ. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ഒന്നും അല്ല കേട്ടോ. ഇപ്പം 100 രൂപയുടെ ഒരു നോട്ട് നമുക്ക് എപ്പോഴും ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നുണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് പഠിക്കുമ്പോഴും വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 100 രൂപയുടെ ഒരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ ഫേസ് വാല്യൂ? 100. അതാണ് ഫേസ് വാല്യൂ. സോ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഷെയർ വാങ്ങിക്കുമ്പോൾ യു വിൽ ഗെറ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, സോ ഈ സർട്ടിഫിക്കറ്റ് എക്സാക്ട്ലി ലൈക്ക് എന്താ പറയുന്നത്, ബാങ്കിൽ നമ്മൾ കറൻസി പോലെ തന്നെയാണ്. എന്താണ് പ്രത്യേകത? കറൻസി എന്താണ്? ട്രാൻസ്ഫറബിൾ ആണ് അല്ലേ? ഒരാളിൽ നിന്ന് അടുത്ത ആളുടെ അടുത്തേക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കിൽ കൊണ്ടിട്ടാലോ പിന്നെ അതിന് റെലവൻസ് ഇല്ല. ഓക്കെ, ഇറ്റ് ഇസ് അവൈലബിൾ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപയുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ 50,000 രൂപ എത്ര നോട്ടുകളുടെ എത്ര ഡിനോമിനേഷൻ ആണ് ഈ 50,000 രൂപ? അതിന് റിലവൻസ് ഇല്ല, റൈറ്റ്? പക്ഷെ 500 രൂപ നമ്മുടെ കൈ കിട്ടുവാണെങ്കിൽ അതിന് റിലവൻസ് ഉണ്ട്. ബിക്കോസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാന്നുള്ളത്. സോ എന്ന് പറയുന്ന പോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കേസും, ഷെയർ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഇറ്റ് വിൽ ബി മെൻഷൻ വാട്ട് ഇസ് ദ ഫേസ് വാല്യൂ, എത്രയാണ് ഫേസ് വാല്യൂ എന്നുള്ളത്. ഷെയർസ് അതുപോലെ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഡോണ്ട് വറി. അപ്പം ക്യാപിറ്റൽ ക്ലോസിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ പറയുന്ന ഫേസ് വാല്യൂ എത്രയാണെന്ന് മെൻഷൻ ചെയ്യും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. സോ ഈ ബിക്കോസ് എന്താണ്, നമ്പർ ഓഫ് ഷെയർസും ഫേസ് വാല്യൂയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ത്? ക്യാപിറ്റൽ എമൗണ്ട് അല്ലേ? 100 രൂപയുടെ 10 ഷെയർ ആണെങ്കിൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കും? 1000. ഓക്കെ, അത് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഡിനോമിനേഷൻ. എത്ര, ചിലപ്പം 1 രൂപയുടെ ഷെയർ ആയിരിക്കാം, ചിലപ്പോൾ 10 രൂപയുടെ ഷെയർ ആയിരിക്കാം, ചിലപ്പോൾ 100 രൂപയുടെ ഷെയർ ആയിരിക്കാം. ആൻഡ് അത്രയും എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, എത്ര ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട്. സോ ഷെയർ ക്യാപിറ്റൽ ഈസ് always face value into number of shares. So that is about capital clause and subscription clause. Subscription എന്താണ്? കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെന്നും പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ 3(1) പഠിച്ചത്, കമ്പനി മേ ബി ഫോംഡ് ഫോർ എ ലോഫുൾ പർപ്പസ് ബൈ സോ ആൻഡ് സോ ആൾക്കാര് ബൈ സബ്സ്ക്രൈബിംഗ് ടു ദ MOA. കണ്ടില്ലേ, വായിച്ചില്ലേ? By subscribing their names to MOA and complying with the requirements. Subscribing to MOA, അത് അവരാണ് എന്ത്? ഫസ്റ്റ് മെമ്പേഴ്സ്. നിങ്ങൾ മെമ്പേഴ്സ് ചാപ്റ്ററിൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളും. ബട്ട് സ്റ്റിൽ
നമ്മൾ കണ്ടായിരുന്നു HDFCയുടെ MOയിൽ ലാസ്റ്റ് ഒരു 7 ബിക്കോസ് അവർ പബ്ലിക് കമ്പനിയാണ്, സോ 7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ആരൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്, എത്ര ഷെയർ ആണ്, സോ ഓൾ ദോസ് തിങ്സ് വിൽ കം ഇൻ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. So first we'll start with section 4. See, ഇപ്പൊ നമ്മൾ പറഞ്ഞതും section 4 is nothing but memorandum of association. MOA എന്താണ്, MOAയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, all these things section 4. Section 5 is articles of association. So section 4 plus okay, this is how the sections are arranged. Section 3 talks about formation of company, and then 3A is members liability ഉണ്ടാവും എന്ന് പറയുന്ന section ആണ് 3A. Then we come company ഒരു I mean you can remember all these sections in this format. ഈ ഒരു സ്റ്റോറി പോലെ ഓർത്തിരിക്കുക. ഫസ്റ്റ് കമ്പനി ഫോം ചെയ്യുന്നു, കമ്പനി ഫോം ചെയ്യുമ്പോൾ അവിടെ മെമ്പേഴ്സ് ഉണ്ടാവും. സെക്ഷൻ 3A പറയുന്ന പക്ഷെ മെമ്പേഴ്സ് എങ്ങനെ പേഴ്സണൽ ലയബിൾ ആകും എന്നുള്ള കാര്യമാണെങ്കിൽ you can remember in this fashion. So then there will be first 2 documents. എന്തൊക്കെ വേണം, MOA വേണം, AOA വേണം. So section 4 is MOA and section 5 is AOA. Then the company starts into action. So adana act എന്ന് പറയുന്നത് 6. Section 6 is relating to that. So then 7 is incorporation of company. 7ൽ നമ്മൾ full പഠിക്കുന്നത് incorporation related ആയിട്ടുള്ള കാര്യങ്ങൾ, how company can be incorporated, what are the documents that needs to be submitted, all those things. Then 8 is obviously നമുക്കറിയാം section 8 company. 8 എന്താണ്, section 8 charitable company. Then 9 is registration. 10 is MOA and AOA. Again 10 MOA. Effect actually അത് effect of MOA and AOA ആണ് കേട്ടോ. So charitable company and you register the company and you will get an MOA and AOA. അതുപോലെ ഓർത്തിരിക്കുക. Then commencement of business, once you get, so you can assume that draft MOA prepare ചെയ്തു and you take the registration, you will get final MOA and AOA, you start commencement of business, that is in section 11. And 12 is office, that is registered office close, section 12 പറയുന്നുണ്ട്. And then alteration of MOA, that is in section 13. എന്താണ് പറ്റുന്നത്, നമ്മൾ ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ you need to have a place, വേണ്ടേ, ഒരു സ്ഥലം വേണം. പിന്നെ സ്ഥലമൊക്കെ ആയി, പിന്നെ എന്ത് സംഭവിച്ചു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഒബ്ജക്ട് ക്ലോസ് ഓൾട്ടർ ചെയ്യണം. സോ സെക്ഷൻ 13 ദാറ്റ് ഇസ് ഓൾട്ടറേഷൻ ഓഫ് MOA. ആൻഡ് ദെൻ MOA ഓൾട്ടർ ചെയ്തു, അപ്പൊ കുറച്ച് ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓൾട്ടർ ചെയ്യണം. സോ യു ഗോ ടു 14, ദാറ്റ് ഇസ് ഓൾട്ടറേഷൻ ഓഫ് AOA. ദെൻ 15 is nothing but 13ലും 14ലും നമ്മൾ ഓൾറെഡി ഓൾട്ടറേഷൻ രണ്ടും പറഞ്ഞു. ഓൾട്ടറേഷൻ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ കോപ്പിയിലും ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ഇൻ എവറി കോപ്പി. സോ ദാറ്റ് ഇസ് വാട്ട് സെക്ഷൻ 15 ടോക്സ് അബൌട്ട്, alteration of memorandum or articles to be noted in every copy. Then 16 is rectification of name of company. അതായത് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, ബട്ട് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് കഥയുടെ ഭാഗമായിട്ട് പറയുവാണെങ്കിൽ യു നീഡ് ടു, നിങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് എന്താണ്, നിങ്ങൾ പച്ചക്കറി ബിസിനസ്സിലായിരുന്നു, ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു ടെക്സ്റ്റൈൽ ബിസിനസ്, നിങ്ങളുടെ പേരും അതനുസരിച്ച് മാറ്റണം. ലൈക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ഫസ്റ്റ് അവരുടെ പേര്, പിന്നീട് അവർ എക്സ്പാൻഡ് ആയ സമയത്ത് they are just Apple Incorporated. So ആ പേര് മാറി. So if you want to change that, rectification of name of company, പക്ഷെ അതിനകത്ത് പറയുന്നത് ROC is rectifying, അതാണ് അവിടെ പറയുന്നത്. So you can just remember that. Then 17 is MOA and AOA copies to members. So if somebody wants to come and invest in your company, then shareholders can ask for copy of the MOA and AOA, and that has to be given within a number of time പറയുന്നുണ്ട്, within 7 days it should be given. And 18 is sometimes for expansion conversion of companies. എന്താണ്, നമ്മൾ പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഫോം ചെയ്തു and you are getting converted into private into public ആകുകയാണ്. So section 18 talks about conversion. So this is how the sections are designed. ഈ sections എല്ലാം നമ്മൾ നോക്കും. So section 4 എന്തായിരുന്നു, MOA. So we were talking about MOA. So MOA ഫസ്റ്റ് ക്ലോസിൽ നമ്മൾ പറയുന്നത് നെയിം ക്ലോസ്. ഓക്കെ, സോ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, പേര് വേണ്ടേ, പേര് വേണം. സോ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പേ യു ഹാവ് ടു അപ്ലൈ ഫോർ നെയിം, പേരിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ന്യൂ കമ്പനി ആണെങ്കിൽ ദീസ് ആർ ദ പ്രൊസീജിയർ. ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനി ക്യാൻ ഓൾസോ ചേഞ്ച് ദ നെയിം, നിങ്ങൾക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. സോ
that company can also do. So എപ്പോഴും you go to the ROC and you ask for a name. അതിനാണ് ഒരു പേര് പറയുന്നത്, that reservation of name. പേര് ചോദിച്ചിട്ട് ആ പേര് കുറച്ച് ദിവസത്തേക്ക് റിസർവ് ചെയ്ത് വെക്കാം. അതിനുള്ളിൽ ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. സോ ആ ഒരു പീരീഡിലോട്ട്, അതായത് ഇപ്പം ഈ ഒരു ഫെസിലിറ്റി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, പേര് പറഞ്ഞ പോലെ അനീറ്റ ഒരു കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അനീറ്റ അതിന്റെ പേരിടാൻ പോകുന്നത്, ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞേ. പറ മോനെ ആൽഫിന്. അഡിഡാസ്. ഓക്കെ, അനീറ്റ അഡിഡാസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അഡിഡാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാണെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ആൽഫിനും അഡിഡാസ് എന്ന് പറഞ്ഞിട്ട് പേരില് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമായിട്ട്. അപ്പൊ ഇവര് ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തതിനിടയ്ക്ക് അനീറ്റയ്ക്ക് മനസ്സിലായി, അല്ല ഓക്കെ, അനീറ്റ തുടങ്ങണം തീരുമാനിച്ചു. അപ്പം ഈ ഐഡിയ എല്ലാം ആൽഫിന് കിട്ടിയപ്പോ ആൽഫിൻ എന്ത് ചെയ്തു? ആൽഫിൻ നേരെ ആർഒസിലോട്ട് വിട്ടു. ആർഒസിലോട്ട് വിടേണ്ട ആവശ്യത്തില്ല, ജസ്റ്റ് എക്സാമ്പിൾ കേസ്. സോ ആർഒസിലോട്ട് വിട്ടിട്ട് പറഞ്ഞു, ആർഒസി എനിക്ക് അഡിഡാസ് ഉള്ള പേരിൽ എനിക്ക് കമ്പനി ഫോം ചെയ്യണം, വേഗം ആ പേര് തന്നേരേന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ആർഒസി നോക്കിയപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു കമ്പനി ഇല്ല. സോ പേര് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെക്ക് ചെയ്യും, ലൈക്ക് ഐഡന്റിക്കൽ നെയിം ആണോ, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. സോ ആ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ആർഒസി എന്ത് ചെയ്യും? പേര് ഗ്രാൻഡ് ചെയ്യും. എത്ര ദിവസത്തേക്ക് ഗ്രാൻഡ് ചെയ്യും എന്നറിയാമോ? ലൈക്ക് ദാറ്റ് ഈസ് വി സേ ദാറ്റ് 20 days ആണ് പുതിയ കമ്പനി, അതായത് പുതിയ കമ്പനിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ 20 days. ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനിയാണ് പേര് മാറ്റാൻ വേണ്ടി കൊടുക്കുന്നതെങ്കിൽ 60 days. സോ 20 ദിവസത്തേക്ക് ആ പേര് റിസർവ് ചെയ്ത് വെക്കും. ഈ 20 ദിവസത്തിന്റെ ലിമിറ്റ് വരാൻ കാര്യം, അനീറ്റ വന്ന് കമ്പനി തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൽഫിൻ ചെന്ന് പേര് ചോദിച്ചതെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഓപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇഫ് ഓപ്റ്റ് ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്തായി പോവും? അത് ആ പേര് ലാപ്സ് ആയി പോകും. ദെൻ യു കനോട്ട് ഹാവ്. അപ്പോൾ എന്ത് ചെയ്യാം? 20 ദിവസം കഴിയുമ്പോൾ അനീറ്റയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ 20 days ഉള്ള, യു കനോട്ട് റിസർവ് ഇറ്റ് ഫോർ ലൈഫ് ലോങ് ഇങ്ങനെ ഒരു പേരെടുത്ത് റിസർവ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്ത്, അവിടെ ഒരു ലിമിറ്റേഷൻ, നമ്പർ ഓഫ് ഡേയ്സിൽ ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ന്യൂ കമ്പനി you have to apply to the ROC. and ഈ സ്പൈസ് പ്ലസും റണ്ണും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCAയുടെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോമിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് നിങ്ങൾ എങ്ങനെ വായിച്ചേ? സ്പൈസ് പ്ലസ് ആണോ വായിച്ചേ, അതോ സ്പിക്കാണോ വായിച്ചേ? ഇങ്ങനെ സ്പൈസ് പ്ലസ്. ഓക്കെ, സോ ഇൻകോർപ്പറേഷൻ സർവീസസ്, ദീസ് ആർ ദ MCAയുടെ സൈറ്റ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു MCAയുടെ സൈറ്റിൽ പോയാണ് നമ്മൾ എല്ലാ, പണ്ട് എങ്ങനെയായിരുന്നു, MCA സൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. യു ഗോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ROCയുടെ പുറകെ പോവുക, അവിടെ പോയി ക്യൂ നിൽക്കുക, കാര്യങ്ങൾ ചെയ്യുക. സോ ആഫ്റ്റർ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ സ്കീം 2006 തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. സോ അവിടെ തൊട്ടാണ് എന്ത്, ഈ പറയുന്ന ഓൺലൈൻ ഫെസിലിറ്റീസ് എല്ലാം വന്നത്. സോ ഇറ്റ് മേക്സ് യുവർ ലൈഫ് മച്ച് മോർ ഈസിയർ. സോ അങ്ങനെയാണ് ഈ MCAയുടെ സൈറ്റ് വരുന്നത്. അതാണ് MCA 21 എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വരുന്നത്. സോ MCAയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ there is so many services that is available. സോ അതിനകത്ത് if you go to company e-filing and incorporation service, രണ്ട് സംഭവങ്ങളുണ്ടോ? ഇതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. This is nothing but the form പേരാണ്. and run is application for change of name of existing company പേര് മാറ്റണമെങ്കിൽ സെയിം പ്രൊസീജിയറാ. യു ഹാവ് ടു ഫസ്റ്റ് അപ്ലൈ. പേര് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വേറൊരു പേര് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ പേര് അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കണം. വേണ്ടേ? ബിക്കോസ് ഓൾറെഡി ടേക്കൺ നെയിം ആണെങ്കിൽ, ഇപ്പം അഡിഡാസ് എന്നുള്ള പേരിൽ രണ്ടുപേർക്ക് കമ്പനി തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല, ബിക്കോസ് അത് ഒരാൾക്ക് മാത്രമേ അലൗട്ട് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് യു ഗോ ആൻഡ് അപ്ലൈ ഫോർ ദിസ്, ആൻഡ് ദാറ്റ് ഇസ് ഇൻ റൺ. ഫോർ എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ സ്പൈസ് പ്ലസ് ഫോം ആണെങ്കിൽ റിസർവേഷൻ ഓഫ് നെയിം ഫോർ ന്യൂ കമ്പനി ഫോർമേഷൻ. സോ ഇതാണ് പറയുന്നത്. അത് എന്ത് തേങ്ങയാണെന്ന് വിചാരിക്കരുത്, ഇതാണ് ആ സാധനം. ഓക്കെ, so this is the procedure for applying for reservation of the name. ന്യൂ കമ്പനിക്ക് ആണെങ്കിൽ ഏതാണ് ഫോം? സ്പൈസ് പ്ലസ്. എക്സിസ്റ്റിംഗ് കമ്പനിക്ക് ആണെങ്കിലോ റൺ. ഓക്കെ, എത്ര ദിവസം റിസർവ് ചെയ്ത് വെക്കും? ന്യൂ കമ്പനിക്ക് ആണെങ്കിൽ 20 days from the date of approval. ROC will give you an approval letter. Approval letter കിട്ടി കഴിഞ്ഞിട്ട് 20 ദിവസത്തേക്ക് that will be reserved for, that name will be valid for 20 days. Then existing company ആണെങ്കിലോ 60 days. ഇനി സപ്പോസ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഇൻഫർമേഷൻ, ഇപ്പം ഇദ്ദേഹം അഡിഡാസ് എന്നുള്ള കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്ത ഈ ഡീറ്റെയിൽസിനകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസിൽ മിസ്റ്റേക്ക് ഉണ്ട്, റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് വേണമെങ്കിൽ resubmission shall be allowed within 15 days for rectification of defect rectify ചെയ്യാൻ വേണ്ടിയിട്ട് 15 ദിവസത്തിനുള്ള resubmission allowed ആണ്. So this is about section 4 relating to. ഇനി words and expressions ഞാൻ പറഞ്ഞായിരുന്നു, കമ്പനിയുടെ പേര്
If it is identical or resemble too nearly, വളരെ ഇപ്പൊ അഡിഡാസ് ഉള്ളതിന് അബിബാസ് നമ്മൾ സ്ഥിരം കാണുന്നതാണ്, റൈറ്റ്? അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ദ നെയിം ബിക്കോസ് ഇറ്റ്സ് ടു ക്ലോസ്. അതുപോലെ തന്നെ ഇപ്പൊ അഡിഡാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതിന് എ കുത്ത് ഡി കുത്ത് അങ്ങനെ. ഇപ്പൊ എ ബി സി ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ അതിന് നമ്മൾ ചെന്നിട്ട് എ കുത്ത് ബി കുത്ത് സി കുത്ത് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ നോട്ട് ബി അവൈലബിൾ. സോ ദർ ആർ സോ മെനി റെസ്ട്രിക്ഷൻസ്. ഇതെല്ലാം നോക്കിയിട്ടേ നമുക്ക് നെയിം ഗ്രാൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. സോ അൺഡിസൈറബിൾ നെയിം ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സി ജി. അതായത് ഇപ്പം അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് സംവേ കണക്റ്റഡ് വിത്ത് ഗവൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം അഡിഡാസ് മിനിസ്ട്രി ലിമിറ്റഡ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ഗിവിംഗ് യു എ ഫാൾസ് ഇംപ്രഷൻ ദാറ്റ് യു ആർ കണക്റ്റഡ് ടു ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ മീനിങ് കൊടുക്കുന്നുണ്ട്. സോ അതൊന്നും അലൗഡ് അല്ല. ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ മിനിസ്ട്രി എന്നോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാൻ അലൗഡ് അല്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് പേരിനെ പറയാനാണെങ്കിൽ. ആൻഡ് cancellation of the reserved name നമ്മൾ പറഞ്ഞു, ഇപ്പം പേര് എടുക്കുന്ന കാര്യം പറഞ്ഞു. ആൻഡ് സപ്പോസ് ആഫ്റ്റർ റിസർവേഷൻ, അതായത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു, ആൻഡ് ആഫ്റ്റർ റിസർവേഷൻ ഇഫ് ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ദ നെയിം ഇസ് അപ്ലൈഡ് ബൈ ഫർണിഷിംഗ് റോങ് ഓർ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ, തെറ്റായ ഇൻഫർമേഷൻ കൊടുത്താണ് നമ്മൾ ഈ പേര് റിസർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കുറെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. സോ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ രണ്ട് കാര്യം സംഭവിക്കാം. ഒന്ന്, സപ്പോസ് ഇഫ് ദ കമ്പനി ഹാസ് ഓൾറെഡി ബീൻ ഇൻകോർപ്പറേറ്റഡ്, ഓൾറെഡി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ROC will ask the company to change its name within a period of 3 months by passing ordinary resolution. So ആ കേസിൽ ഓർഡിനറി, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും സ്പെഷ്യൽ റെസൊല്യൂഷൻ, വെദർ യു നീഡ് ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓർ ഓർഡിനറി റെസൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. സോ ഫോർ യു ടു ഇതെല്ലാം ഓർത്തിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ബുക്ക് ഇങ്ങനെ ആയതാണ്. സോ എന്തിനല്ല നമ്മളാരും എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് 1 പേജ് ഫോർ ദിസ് റെസൊല്യൂഷൻ. ഏതൊക്കെ എന്തിനൊക്കെ എന്ത് റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒരു ചാർട്ട് വരയ്ക്കുക, ഓർഡിനറി റെസൊല്യൂഷൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ രണ്ടായിട്ട് വരയ്ക്കുക. ഓരോന്നേ പഠിക്കുന്ന സമയത്ത് അത് ഫില്ലപ്പ് ചെയ്ത് പോവുക. സോ ഫൈനലി എക്സാമിന്റെ ടൈമിൽ റിവൈസ് ചെയ്യാൻ ദാറ്റ് വിൽ ബി ഈസി. ബിക്കോസ് ഏത് റെസൊല്യൂഷൻ, ഇത് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അതിനകത്ത് ഏത് റെസൊല്യൂഷൻ പാസ് ചെയ്യണം എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഫോർ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് യു ഹാവ് ടു ക്രിയേറ്റ് അങ്ങനെ ഒരു സെപ്പറേറ്റ് ചാർട്ട് വയ്ക്കുക. ഓക്കെ, സോ നോർമലി യു ക്യാൻ സേ ദാറ്റ് ഓർഡിനറി റെസൊല്യൂഷൻ സ്പെഷ്യൽ ബിസിനസ് ആണെങ്കിൽ യൂഷ്വലി ഇറ്റ് വിൽ ബി ലൈക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആകാം, ആകാതിരിക്കാം. പക്ഷെ സ്പെഷ്യൽ ബിസിനസ് ആണെങ്കിൽ പോലും ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട കുറച്ച് കേസസ് ഉണ്ട്. സോ അത് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സോ ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് അതുപോലെ ഒരെണ്ണമാണ്. ബിക്കോസ് ഇറ്റ്സ് എ സ്പെഷ്യൽ ബിസിനസ്, നോർമൽ ഒരു ഓർഡിനറി ബിസിനസ് അല്ല. ദിസ് ഇസ് എ സ്പെഷ്യൽ ബിസിനസ്. പക്ഷെ ഇവിടെ എന്ത് മതി, ഓർഡിനറി റെസൊല്യൂഷൻ മതി. സോ ദിസ് ഷുഡ് ബി നോട്ടഡ് സെപ്പറേറ്റ്ലി. സോ വിത്തിൻ 3 months of passing ordinary resolution, you should change the name within a period of 3 months by passing an ordinary resolution. ഇപ്പൊ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ROC വിളിച്ച് ചോദിക്കും, മോനെ എന്തുകൊണ്ടാ പേര് മാറ്റാത്തതെന്ന്. സോ ആഫ്റ്റർ ഗിവിംഗ് എ reasonable opportunity of being heard, either they can ask you to, your name will be strike off or winding up. Either this can happen. ഇനി സപ്പോസ് if the company is not incorporated, അതായത് നമ്മുടെ ആൽഫിൻ കൊണ്ട പേര് കൊടുത്തു, പക്ഷെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തില്ല. ആൽഫിൻ കൊടുത്തതിന് അത് കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുത്താണ് പേരെടുത്തത്. സോ എന്ത് ചെയ്യാം, ആൽഫിന്റെ അടുത്ത് റിസർവ്ഡ് നെയിം ഫസ്റ്റ് തന്നെ, ഓക്കെ നിനക്ക് അഡിഡാസ് ഉള്ള പേരില്ലാന്ന് പറഞ്ഞാൽ പേര് തന്നെ ആദ്യം ക്യാൻസൽ ചെയ്യാം. കൂടെ പറയും 1,00,000 രൂപ അടച്ചു വെട്ടിപ്പൊക്കോളാൻ പറയും. സോ ദാറ്റ് ഇസ് പെനാൽറ്റി ഓഫ് 1 lakh. സോ ദീസ് ആർ ദ റെമഡിയൽ ആക്ഷൻസ്. ദെൻ സെക്ഷൻ 16 ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് സെക്ഷൻ 16. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെക്ഷൻ 16 ആപ്ലിക്കേഷൻ ഫോർ നെയിം എന്ന് പറഞ്ഞായിരുന്നു. ആക്ച്വലി ദിസ് ഇസ് റെക്ടിഫിക്കേഷൻ ഓഫ് ദ ആക്ഷൻ ഓഫ് ROC. അതായത് പേര് റെക്ടിഫൈ ചെയ്യാണ്. നമ്മളിപ്പോ പറഞ്ഞു പേര് റിസർവ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആരാണ് നമുക്ക് പേര് അപ്രൂവ് ചെയ്ത് തരുന്നത്? നമ്മൾ ROC അപ്ലൈ ചെയ്യും, ROC അപ്രൂവ് ചെയ്ത് തരും. ഇനി ROC അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് കുറെ സംഭവങ്ങൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? പേര് സിമിലർ ആണോ, ഓൾറെഡി അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, ഓൾ ദീസ് തിങ്സ് ഷുഡ് ചെക്ക്. സപ്പോസ് ഈ പറയുന്ന അഡിഡാസ് എന്ന കമ്പനി ഉള്ള കാര്യം ROCക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ROC ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ല. സോ അഡിഡാസ് എന്നുള്ള പേര് അങ്ങോട്ട് സാങ്ഷൻ ചെയ്തു, പക്ഷെ നമുക്ക് എന്തറിയാം ഓൾറെഡി കമ്പനി ഉണ്ട്. സോ ഇൻ ദാറ്റ് കേസ് വാട്ട് വിൽ ഹാപ്പൻ, if the central government feels that the name is identical to the existing name, either central government on its own അല്ലെങ്കിൽ through application by a proprietor of already registered trademark, അതായത് അഡിഡാസിന്റെ ഓണറിന് വന്നിട്ട് കേസ് കൊടുക്കാം. You can give a complaint that already എനിക്ക് ഇങ്ങനെ പേരുള്ള ഒരു കമ്പനി ഉണ്ട് and you guys see, look at what you have done. ROC എന്താണ്, this is possible because ROC എന്താണ്, ROC is a natural person. To err is, അത് കേട്ടിട്ടില്ലേ, to err is human, to forgive is divine. ബാക്കി പറഞ്ഞത് മലയാളത്തിൽ എന്താ പറയും,
ക്ഷമിക്കുന്നത് തെറ്റുപറ്റുന്നത് മാനസികം, ക്ഷമിക്കുന്നത് ദൈവികം. സെയിം തിങ്. സോ ടു err is human because ROC is a natural person. എന്നെ വരെ വല്ല സംശയം ഉണ്ടോ? ഓക്കെ. സോ എന്നത് പറ ഏതായാലും കേട്ടിട്ടില്ലാന്നോ? മറ്റേ പടം ഇപ്പൊ കാണിച്ചു തരാം. അത് തന്നെ, ഫാഷൻ ഷോയുടെ അവസാനം കാണിക്കും. കിങ് ലെയർ അല്ലേ? ബഹളം വയ്ക്കണ്ട, ഒച്ചിട്ടു. ചാറ്റ് എന്താണ് ചാറ്റിൽ കേൾക്കുന്നില്ല എന്നാണ്? നോട്ട് ഓഡിയബിൾ. അമീന ആസിഫ്. അമീന. ഓക്കെ, അമീന കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. വേറെ ആരും ഇല്ലേ ഓൺലൈനില്? അമീന മാത്രമേ ഉള്ളൂ? പറയുന്നുണ്ടാവോ? ഹലോ ഹലോ ഹലോ. കേൾക്കുന്നുണ്ടോ? ഇല്ല, അമീന മിണ്ടുന്നില്ല. അമീന മ്യൂട്ട് ആണ്. കേൾക്കുന്നുണ്ട്. നൈസ് ടു ഹിയർ യു. കേട്ടോട്ടോ, പറഞ്ഞാ മതി കേൾക്കുന്നില്ലെങ്കിൽ. ഓക്കെ, യെസ്. സോ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് it can ask you to change the name. So അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ within 3 months you have to change. അപ്പം അച്ഛൻ പറയുന്നത് അമ്മയുടെ അടുത്ത് നമ്മൾ പോയി പറയണം. അമ്മ അച്ഛനും തമ്മിൽ മിണ്ടാറില്ല. ഓക്കെ, സോ അമ്മയോട് എന്ത് പറയണം? അമ്മേ ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടാണ് പേര് മാറ്റിയെ. അച്ഛൻ പറഞ്ഞ അച്ഛന്റെ ഓർഡറും കൂടെ അറ്റാച്ച് ചെയ്ത് അമ്മയുടെ കൊടുക്കുക. ഓക്കെ, സോ ഇതെല്ലാം കോമഡി ആയിട്ട് നിങ്ങൾ എടുക്കും, പക്ഷെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഓൾ ദീസ് പ്രൊസീജിയേഴ്സ്. എക്സാമിന് എല്ലാ പ്രൊസീജിയറും എഴുതുക, അച്ഛൻ്റെ അമ്മയുടെ കാര്യം എഴുതി വെക്കരുത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ വേ. ഇനി അനദർ വേ ഉണ്ട്, ദാറ്റ് ഇസ് നമ്മൾ പറഞ്ഞായിരുന്നു, അഡിഡാസ് എന്ന് പറഞ്ഞത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ട്രേഡ് മാർക്ക് അവിടെ ഉണ്ട്. സോ അറിയാതെ പറ്റിയ തെറ്റ്, അറിയാതെ എന്ത് പറഞ്ഞു? അഡിഡാസ് എന്നുള്ള പേര് ഇദ്ദേഹത്തിന്, മോനെ പേര് അനീറ്റയ്ക്ക് എടുത്ത് കൊടുത്തു. ROC എടുത്ത് കൊടുത്ത്. അനീറ്റയോടുള്ള സ്നേഹം, അനീറ്റയെ കണ്ടപ്പോ ROCക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ROC വിചാരിച്ചു വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് വന്നുപെട്ടത് പുലിയുടെ പടയിൽ എന്ന് പറഞ്ഞ പോലെ വന്നുപെട്ടു. ഓക്കെ, കൊടുത്തു, നെയിം ഗ്രാൻഡ് ചെയ്തു. പക്ഷെ എന്താണ്? ഓൾറെഡി രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഓണർ ഉണ്ടായിരുന്നു. ആൻഡ് ഒറിജിനൽ അഡിഡാസിന്റെ ഓണർ ആസിഫ് ആയിരുന്നു വിചാരിക്കുക. ആൽഫിൻ ആണെന്ന് വിചാരിക്കുക. ശരി, ആൽഫിൻ എന്ത് ചെയ്യും? ആൽഫിൻ പറയും, ROC ഇത് പറ്റൂല, ഓൾറെഡി എന്റെ കമ്പനിയാണ്, എന്റെ പേരിലുണ്ട്, ഇത് ഇവിടെ ആണെങ്കിൽ എന്ത് ഞാൻ ഇത് വെച്ച് ഉറപ്പിക്കില്ല എന്ന് ആസിഫ് പറയും. സോ അങ്ങനെ ആസിഫ് പറഞ്ഞാൽ അതിന്റെ പേര് മാറ്റ ആൽഫിൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡോൾഫിനെ കുറച്ചുകൂടെ സൗകര്യം. ആൽഫിൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? Application by a registered trademark owner. If he gives such an application, then എന്ത് പറയും? സിജി പറയും, okay, already name is taken, so you have to change the name and same procedure. Within 3 months you have to change. And അച്ഛൻ പറഞ്ഞത് അമ്മയ്ക്ക് അറിയില്ല, സോ അമ്മ എടുത്ത് കൊടുക്കുക, അച്ഛന്റെ ഓർഡറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ആൽഫിൻ ഇങ്ങനെ ഒരു സംഭവം, അതായത് ആൽഫിന്റെ അഡിഡാസ് എന്നുള്ള ഒറിജിനൽ കമ്പനി, അനീറ്റ ആണെങ്കിൽ അഡിഡാസ് എന്നുള്ള പേര് ചോദിച്ചു, അഡിഡാസ് എന്നുള്ള പേര് കിട്ടി. ആൽഫിനാണെങ്കിൽ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു, ലൈക്ക് അല്ലെങ്കിൽ ആൽഫിൻ വാസ് നോട്ട് അവെയർ ദാറ്റ് അനീറ്റയ്ക്ക് ഈ പേര് കിട്ടിയെന്നുള്ള അറിയില്ല എന്ന് വിചാരിക്കുക. ആൽഫിൻ ഒരു ടൂർ പോയതായിരുന്നു, അമേരിക്കയ്ക്ക് ടൂർ പോയി 3 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് വിചാരിക്കുക. 3 വർഷം കഴിഞ്ഞ് തിരിച്ച്, വലിയ ടൂർ ആയിരുന്നടാ, 3 കൊല്ലം അമേരിക്ക വിട്ടു ചെലവ് ചെയ്യണത്. സോ 3 വർഷം അമേരിക്ക പോയി തിരിച്ചു വന്നു വിചാരിക്കുക. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു എന്ത്? അനീറ്റ ഓൾറെഡി എന്റെ കമ്പനിയുടെ പേരെടുത്തിട്ടുണ്ട്, സോ യു കനോട്ട് അപ്ലൈ ട്രേഡ് മാർക്ക് ഓണർ. ഓൾറെഡി 3 years, അപ് ടു എത്ര നാൾ വരെ പറ്റുള്ളൂ? വിതിൻ 3 years, 3 വർഷം വരെ ആൽഫിന് പോയി ROCന്റെ അടുത്ത് ROC ഈ കളി ഇവിടെ നടക്കൂല എന്ന് പറയാൻ പറ്റുള്ളൂ. 3 വർഷം കഴിഞ്ഞ് ഒരു ദിവസമായി കഴിഞ്ഞപ്പോഴാണ് ആൽഫി ചെല്ലുന്നതെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി അലൗഡ്. കാരണം എന്താ? അതിന്റെ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റോട് നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ഓൾറെഡി അനീറ്റ എന്ത് ചെയ്തു? കമ്പനി ആ പേര് സ്റ്റാർട്ട് ചെയ്തു. അഡിഡാസ് ഉള്ള കമ്പനിയുടെ പേര് വെച്ചതുകൊണ്ടാണ്, പുതിയൊരു പേരാണെന്ന് വിചാരിക്കുക, എന്താ പറയാ, എന്തെങ്കിലും പേര് പറഞ്ഞ പോലെ, ശരി, അനീറ്റ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ അനീറ്റ എന്നുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. സോ 3 വർഷം അനീറ്റ എന്ത് ചെയ്തു?
കഷ്ടപ്പെട്ട് ഉറക്കളച്ച് ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ പരിശ്രമിച്ചു. 3 വർഷം കൊണ്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അനീറ്റ എന്നുള്ള ബ്രാൻഡിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ള അറിഞ്ഞു തുടങ്ങി. സോ അതിനൊരു നമ്മളൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പം 3 വർഷം കഴിഞ്ഞ് പേര് മാറ്റാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ. അതുകൊണ്ടാണ് ആ ഒരു 3 ഇയർ പീരീഡ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ മാറ്റുവാണെങ്കിൽ ഇഫ് ട്രേഡ് മാർക്ക് ഓണർ ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ എത്ര നാളിനുള്ളിൽ കൊടുക്കണം? എത്ര നാളിന് കൊടുക്കണം? 3 ഇയർ. 3 ഇയറിനുള്ളിൽ കൊടുത്താൽ മാത്രമേ പേര് മാറ്റുള്ളൂ. ഇനി 3 ഇയർ കഴിഞ്ഞ് കൊടുത്താലും ഇറ്റ്സ് നോട്ട് ഔട്ട് ഓഫ് കമ്പൽഷൻ. കമ്പൽഷന്റെ പുറത്ത് മാറ്റാൻ പറ്റില്ല. ബട്ട് കമ്പനി ക്യാൻ ഇറ്റ്സ് ഓൺ ചേഞ്ച് ദ നെയിം. അപ്പൊ അത് ഏത് ക്ലോസിൽ പോകും? എക്സിസ്റ്റിംഗ് കമ്പനി പേര് ചേഞ്ച് ചെയ്യുന്ന നമ്മൾ പ്രൊസീജിയർ പഠിച്ചില്ലേ, അതിൽ പോകും. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു കനോട്ട് ചേഞ്ച് ഇറ്റ്. ആപ്ലിക്കേഷൻ ട്രേഡ് മാർക്ക് ഓണർ കഴിയുന്ന ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് കിട്ടിയാൽ ദാറ്റ് പേഴ്സൺ ക്യാൻ റിക്വസ്റ്റ് കമ്പനി. ഈ കമ്പനി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ എനിക്ക് ലീഗലി എനിക്ക് പറ്റൂല, പക്ഷെ ലീഗലി ഈ ആക്ടിൽ, കമ്പനീസ് ആക്ടിൽ പറ്റൂല, വേറെ ആക്ടിലൊക്കെ പറ്റും കേട്ടോ. ട്രേഡ് മാർക്കിന്റെ ആക്ട് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പോസിബിൾ. പക്ഷേ കമ്പനീസ് ആക്ടിൽ പറയുന്നത് 3 വർഷം ടൈം പീരീഡ്. സോ കമ്പനിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ കമ്പനി ക്യാൻ ഇറ്റ്സ് ഓൺ ചേഞ്ച് ദ നെയിം. ഇറ്റ്സ് ഓൺ ചേഞ്ച് ദ നെയിം എന്ന് പറയുമ്പോൾ സെക്ഷൻ 4 നമ്മൾ പഠിച്ചായിരുന്നു, പഠിച്ചില്ലേ? എങ്ങനെയാ ഓൺ നെയിം ചേഞ്ച് ചെയ്യുന്നത്? ഇങ്ങോട്ട് മുമ്പോട്ടാണോ പോകുന്നത്? വൈസ് പ്ലസ് അല്ലടാ, റൺ അല്ലടാ എക്സിസ്റ്റിംഗ് കമ്പനി. So we talked about section 4, that is application for name related ആയിട്ടുള്ള sections ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെയിമിന്റെ ഫസ്റ്റ് how you apply for the name അതാണ് നോക്കിയത്. that is there in section 4. 4 is nothing but MOA. what is there in the MOA? so ആ സെക്ഷനിലാണ് എങ്ങനെ you can reserve a name. so these things are mentioned. then now we are moving on to ഇനി നമുക്ക് പേര് മാറ്റണം. rectification of name അത് റിലേറ്റഡ് ആയിരുന്നു. that is section 16 because of ROC പറഞ്ഞ് നെയിം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ section 16. then അടുത്തത് section 13. 13 is name change, alteration of MOA. so name മാറുമ്പോൾ സ്വാഭാവികമായിട്ടും MOA ഓൾട്ടർ ചെയ്യണ്ടേ, വേണ്ടേ? so MOA ഓൾട്ടർ ചെയ്യുന്ന സെക്ഷൻ ആണ് ഏത്? section 13. section 13ലാണ് ഓൾട്ടറേഷൻ ഓഫ് MOA. ഓൾട്ടറേഷൻ ഓഫ് MOA എന്ന് പറയുമ്പോൾ എല്ലാ സെക്ഷൻസും MOA ഏതൊക്കെ ക്ലോസസ് ഉണ്ടോ എല്ലാ ക്ലോസസിനെയും ഓൾട്ടറേഷൻ പറയുന്നത് ഈ സെക്ഷനിലാണ്. ദാറ്റ് ഇസ് സെക്ഷൻ 13. എന്താണ്? ഓൾട്ടറേഷൻ ഓഫ് MOA. ഓക്കെ. സോ ഹൗ ക്യാൻ യു ചേഞ്ച്? ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് കേസ് നെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് MOA ഓൾട്ടർ ചെയ്യാം, ആർക്കൊക്കെ അത് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് company may alter the provisions of MOA by passing a special resolution. ഇനി will not be allowed if the company has not filed annual return of financial statements or failed to pay or repay matured deposit or debenture interest. basically നിങ്ങൾ ഒരു ഡിഫോൾട്ടർ ആയിരിക്കരുത്. റീസൺ ബീങ് എന്താണ്? നമ്മുടെ എന്ത് ആരിഫ്, പേര് ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. ശരി, ആരിഫിന്റെ കമ്പനിക്ക് ഒരു പേര് പറഞ്ഞടാ. ആൽഫിൻ. ശരി, ആൽഫിൻ. നേരത്തെ ആസിഫ് ആയിരുന്നു, ഇപ്പൊ ആരിഫായി. ശരി, ആൽഫിന്റെ കമ്പനിക്ക് ഒരു പേര് പറഞ്ഞേ. എനിക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞു. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. എടാ എക്സിസ്റ്റിംഗ് കമ്പനി അല്ല, സ്വന്തമായിട്ട് ആലോചിച്ചോണം പറ. ഭാവിയിൽ ഒരു കമ്പനി തുടങ്ങാണെന്ന് വിചാരിക്കുക. 5 minutes ശരി മോനെ വിഷ്ണു, നിന്റെ കമ്പനിയുടെ പേര് പറടാ. 3 കോടി പിടിച്ചോണ്ട് ആദ്യത്തെ ക്ലാസ് തൊട്ടിരിക്കുന്നത്. പറ, കമ്പനിയുടെ പേര് പറ. സ്പൈസ് കമ്പനി. സ്പൈസ് ഫോമുമായിട്ട് കണക്റ്റഡ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. വേറെ പേര് പറ. ശരി പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എനിക്കിഷ്ടമുള്ള പേരിട്ടോളാം. ശരി, അവരെന്ത് പറഞ്ഞ? HP. ഓക്കെ, HP. ആരിഫ് HP ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനി. ഓക്കെ, ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഓക്കെ. സോ എന്താ സംഭവിക്കുന്നത്? ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആരിഫ് കമ്പനിയിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കാശൊക്കെ മേടിച്ചു, തിരിച്ചു കൊടുക്കാനുണ്ട്. സോ ഓൺ സഡൻ ഡേ എന്ത് സംഭവിക്കുന്നു? ആരിഫ് കാശൊന്നും തന്നെ തിരിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. സോ ആരിഫ് എന്ത് ചെയ്യും? പേരങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ബിക്കോസ് പേര് മാറ്റുമ്പോ എന്താണ്? ഇനീഷ്യലി ആ പേരിൽ ആൾക്കാർക്ക് അറിയണ്ടായിരുന്നുള്ളൂ ആരിഫിന്റെ കമ്പനി. സോ ഇഫ് യു ടെൻ ടു ചേഞ്ച് ദ നെയിം, അങ്ങനെ കമ്പനീസ് പേര് മാറ്റി കഴിഞ്ഞാൽ ദർ ഇസ് നോ സെക്യൂരിറ്റി, റൈറ്റ്? അപ്പം ഡിഫോൾട്ടർ ആയതിനു ശേഷം
ആൾക്കാര് കമ്പനീസിന്റെ പേര് മാറ്റി അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് what you say. Not only that, but if you want to change the name, you will not be allowed if the company has not filed annual return. Proper ആയിട്ട് annual return file ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ financial statements submit ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ if you fail to pay or repay the matured deposit. നമ്മൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഐ ഡോണ്ട് നോ നിങ്ങൾ സിലബസിൽ ഉണ്ടോ എന്ന് അറിയില്ല, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത്, അതിന്റെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ പബ്ലിക് മണി ഇൻവോൾവ് ആണ്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള റീപേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് അലൗഡ് ടു ചേഞ്ച് യുവർ നെയിം. സോ ദിസ് ഇസ് വൺ കണ്ടീഷൻ ദാറ്റ് ഇസ് മെൻഷൻ ഇൻ സെക്ഷൻ 13. ഇനി സപ്പോസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ആരിഫ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും ഇഫ് യു വാണ്ട്സ് ടു ചേഞ്ച് ദ നെയിം, പേര് മാറ്റുന്ന അത്ര എളുപ്പമുള്ള പ്രക്രിയയാണോ? സപ്പോസ് നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേര് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ജനിച്ച പോലെ തന്നെയാണ് കമ്പനി ജനിച്ചത്, അപ്പൊ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെ തന്നെ കമ്പനിക്ക് എന്ത് കിട്ടി? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടി. സോ അങ്ങനെ കിട്ടിയ ഒരാള്, അയാളുടെ ഒരു ബേസിക് ഐഡന്റിറ്റിയാണ് പേരെന്ന് പറയുന്നത്. അത് മാറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആരുടെ അപ്രൂവൽ വേണം? അച്ഛനോട് പറയാതെ നിങ്ങൾ വല്ലതും പേര് മാറ്റുമോ? യെസ്. സോ യു ഹാവ് ടു ഗോ ടു അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രയർ അപ്രൂവൽ ഓഫ് CG in writing, that is form is INC 24. You have to apply for approval of CG. ഇനി സപ്പോസ് ഇപ്പം എന്റെ പേര് എന്താണെന്നറിയോ? എന്താണ് പറഞ്ഞേ? അലീനയോ? അതെന്റെ കൂട്ടുകാരിയുടെ പേരാണ്. I had a friend and she is remembered like പുള്ളിക്കാരത്തിന്റെ ബർത്ത്ഡേ 1st April. സോ എവറി ഇയർ പറക്കാതെ വിഷയം. She is not here, പുറത്താണ്. Okay, so my name is Alan Angels Augustine. So after marriage, my name is changing. Suppose I have not changed, but if you want to change, എങ്ങനെ ചേഞ്ച് ചെയ്യും? Alan Angels, husband name Rito. So I can change it to Alan Angels Rito. അതിന് പ്രത്യേകിച്ച് കംപ്ലൈൻസിന്റെ ആവശ്യമൊന്നുമില്ല. See, that's a normal thing, because കല്യാണം കഴിയുമ്പോൾ you change the names. ഇപ്പം അതങ്ങനെ ആൾക്കാർ മാറ്റാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ് ആസ് വെൽ. ആൻഡ് ആര് പേര് മാറ്റി, മൈ സജഷൻ ടു യു, നെവർ ലീവ് യുവർ ഫാദർ. ഓക്കെ, സോ ഇങ്ങനെ പേര് മാറ്റുന്ന ദിസ് ഇസ് എ കോമൺ തിങ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ, ആരിഫിന്റെ കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആരിഫ് ബിസിനസ് ചെയ്ത് ഓൾ ഇന്ത്യ ലെവൽ, പാൻ ഇന്ത്യ ലെവലിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്, ഇറ്റ്സ് നോർമൽ തിങ്. സോ എന്ത് സംഭവിക്കും? പ്രൈവറ്റ് ആയിരുന്ന കമ്പനി കുറച്ച് ആൾക്കാരെ കൂടെ ഷെയർ ഹോൾഡേഴ്സ് വരണം. സോ യു നീഡ് മോർ മണി, സോ യു ആർ ഗോയിങ് ഫോർ പബ്ലിക് ഇഷ്യൂ. സോ യു വാണ്ട് ടു ബിക്കം എ പബ്ലിക് കമ്പനി. സോ ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സാധനം പ്രൈവറ്റ് മാറിയിട്ട് HP ലിമിറ്റഡ് ആക്കുകയാണ്. സോ കൈൻഡ് ഓഫ് ഇതുപോലൊരു, ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് അത് വെച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കൈൻഡ് ഓഫ് റിലേറ്റഡ് ടു ദിസ്. അപ്പം എന്താണ്? ഇൻ ദാറ്റ് കേസ് യു ഡോണ്ട് ഹാവ് ടു ഗോ ടു അച്ഛൻ്റെ അടുത്ത് പോയി പേര് മാറ്റണം എന്ന് പറഞ്ഞ് അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഓൺലി ഇൻ ദാറ്റ് കേസ്. ഇൻ ഓൾ അതർ കേസസ് യു ഹാവ് ടു ടേക്ക് അപ്രൂവൽ ഓഫ് CG. ദെൻ ഓബിയസ്ലി CGയുടെ അപ്രൂവൽ എടുക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എടുത്ത് പറയാം. ഓക്കെ, ദെൻ നെയിം ഷാൽ ബി എന്റർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആൻഡ്, അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മ വരവയ്ക്കും സംഭവങ്ങളെല്ലാം. ഓക്കെ, that will be entered in the register of companies and fresh certificate of incorporation will be issued in form number INC 25. എന്ത് സംഭവിക്കും? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നിങ്ങളുടെ പേരുണ്ട് ഇല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ കമ്പനിയുടെ പേരുണ്ട്. സോ വാട്ട് ആപ്ലിക്കേഷൻ യു ഗേവ്? പേര് മാറ്റാം. സോ ഒബിയസ്ലി പേര് മാറ്റുമ്പോൾ യു നീഡ് ടു ഗെറ്റ് ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വിത്ത് പുതിയ നെയിം എന്താണോ ആ പുതിയ നെയിം. ഓക്കെ, സോ ദിസ് ഇസ് പ്രൊസീജിയർ ഫോർ ചേഞ്ചിങ് യുവർ നെയിം ക്ലോസ്, ദാറ്റ് ഇസ് ഓൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. നെയിം ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി now we are moving on to registered office, that is the next clause ഇല്ലേ? ഫസ്റ്റ് ക്ലോസ് എന്താണ്? നെയിം ക്ലോസ്. നെക്സ്റ്റ് ഇസ് രജിസ്റ്റർഡ് ഓഫീസ്. രജിസ്റ്റർഡ് ഓഫീസിന്റെ സെക്ഷൻ 4, അതായത് MOA പറയുന്ന രജിസ്റ്റർഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന പോയിന്റ്, ദിസ് ഇസ് ദ പോയിന്റ് വൈ രജിസ്റ്റർഡ് ഓഫീസ്. ഇത് മൂന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വൈ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഹാവിംഗ് എ രജിസ്റ്റർഡ് ഓഫീസ്? ഡൊമിസൈൽ എന്തുവാടേ വായിക്കണേ? സെറ്റ്. സോ സെക്ഷൻ 4 ഓൾറെഡി നമ്മൾ പഠിച്ചു. സെക്ഷൻ 4 രജിസ്റ്റർഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം പഠിച്ചു. ഇനി യു ആർ മൂവിംഗ് ഓൺ ടു വൺ മോർ സെക്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു രജിസ്റ്റർഡ് ഓഫീസ്, ദാറ്റ് ഇസ് സെക്ഷൻ 12. സെക്ഷൻ 12 എന്താ പറയുന്നത്? നമ്മൾ അതിൽ എഴുതിയായിരുന്നു ഓഫീസ് ദാറ്റ് ഇസ് ടു ഹാവ് എ രജിസ്റ്റർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നത്? ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതായത് നിങ്ങൾ പോയി ഇൻകോർപ്പറേഷൻ കമ്പനി ഫോം ചെയ്തു, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ നിന്നും എത്ര ദിവസത്തിനുള്ളിൽ, വിതിൻ എ പീരീഡ് ഓഫ് 30 days you need to have a registered office. You need to have a registered office.
ഓൾസോ രജിസ്റ്റർഡ് ഓഫീസ് ഉണ്ടായാൽ മാത്രം പോരാ, ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. യു നീഡ് ടു ഹാവ് വെരിഫിക്കേഷൻ ഓഫ് യുവർ രജിസ്റ്റർഡ് ഓഫീസ് ഡൺ ഇൻ INC 22 with ROC. ROC has a power to come and inspect if they want to വന്ന്, ബിക്കോസ് ആരിഫിനെ പോലെയുള്ള ഒരാളാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത്. അവനെ കണ്ടപ്പോഴേ ROCക്ക് തോന്നി ഇവർ ഈ പറഞ്ഞതെല്ലാം ശരിയാണോ, ഇവർ ഈ രജിസ്റ്റർഡ് ഓഫീസ് ഉണ്ടോ, ഇവൻ അഡ്രസ് ഉള്ള ഒരുത്തനാണോ എന്നറിയണമെങ്കിൽ വന്ന് നോക്കുക. അവൻ ആരുടെയോ അഡ്രസ് കൊടുത്താണ് ചിരിക്കുന്നത്. എന്ത് ചിരിക്കല്ലടാ, അവള് സത്യമല്ലേ പറഞ്ഞേ, ചിരിക്കുന്നത് ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ചിരിക്കുന്നത്. സോ രജിസ്റ്റർഡ് ഓഫീസ് എനിക്ക് എല്ലാ ക്ലാസ്സിലും കാണും ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്, എല്ലാ എക്സാമ്പിളും അവളായിരിക്കും. ഓക്കെ, so registered office in verification, that is also important. So verification should be done within 30 days. You need to have a registered office. Also verification of registered office should be done. That is in form number INC 22 with ROC. Okay, so this is a section relating to നമ്മുടെ registered office le first പറഞ്ഞു what is mentioned in MOA, that is section 4, and along with that registered office related ആയിട്ട് വരുന്ന section 12. What is that? To have a registered office of the company and verification done within a period of 30 days from date of incorporation. Okay, so now we are moving on to change. അതായത് section 12 ബാക്കി പറയുന്ന കാര്യങ്ങൾ, അതായത് case 1, case 2, case 3 comes under section 12, that is registered office, and section 13. 13 എന്താ? 13 എന്താടാ? Alteration of MOA. Alteration of MOA. Why? ഒരു കേസിൽ മാത്രമേ MOA ഓൾട്ടറേഷൻ വരുന്നുള്ളൂ, ബാക്കി കേസിലൊന്നും MOA ഓൾട്ടറേഷൻ വരുന്നില്ല. വൈ 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 എപ്പോഴാണ് MOA ഓൾട്ടറേഷൻ വരിക? MOA എന്തേ മെൻഷൻ ചെയ്യുന്നുള്ളൂ? എടാ പോട ചെറുക്കന്മാരെ, ഒബ്ജക്റ്റിനെ പറ്റിയാണോ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ എന്തോ പഠിക്കുന്നത്? രജിസ്റ്റർഡ് ഓഫീസ്, ഓഫീസ് ക്ലോസ്. ഓഫീസ് ക്ലോസില് നിങ്ങൾ കണ്ടായിരുന്നോ എങ്ങനെ ഓഫീസ് ക്ലോസ് അതിനകത്ത് ഇരുന്നേന്ന്? എവിടെ കാണാൻ? See, what is in registered clause? എന്തുവാടേ? What is in registered clause? വായിക്കാൻ പറ്റുന്നില്ലേ? ആരെ കട കാണാൻ പറ്റാത്ത? എവിടെ എഴുന്നേറ്റോ? രേഷ്മ ഗണേഷ് വായിക്ക്. വായിക്കും മോനെ. ഏത് രജിസ്റ്റേർഡ് ക്ലോസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. എന്തോ ഫസ്റ്റ് ക്ലോസ്? ഈ ക്ലോസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 1, ക്ലോസ് 1, ദാറ്റ് ഇസ് നെയിം ഓഫ് ദ കമ്പനി. ക്ലോസ് 2 എന്തുവാ? രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. എന്തുവാ? വായിക്ക്. രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി വിൽ ബി സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അഡ്രസ് അല്ല പറഞ്ഞേക്കണേ, സ്റ്റേറ്റ്. സോ നിങ്ങളുടെ അഡ്രസ് ചേഞ്ച് ആവുമ്പോ only if your state is getting changed എന്ത് മാറുള്ളൂ? MOA. മഹാരാഷ്ട്രയ്ക്ക് അകത്ത് തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓഫീസ് എടുത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് വെച്ചു, അല്ലെങ്കിൽ അപ്പുറത്തെ ജില്ലയെ കൊണ്ട് വെച്ചു, മാറുവോ? മാറിയല്ല. So these are the cases. Fourth case എന്താണ്? Outside the states. It's going outside the states. Obviously മഹാരാഷ്ട്ര നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ആള് കേരളത്തിലോട്ട് കമ്പനിയുടെ രജിസ്റ്റർഡ് ഓഫീസ് മാറ്റുവാണെങ്കിൽ you have to follow all these procedures of alteration of MOA. MOA ഓൾട്ടർ ചെയ്യേണ്ടി വരും ആ കേസിൽ. അല്ലാത്ത കേസിലൊന്നും ഓൾട്ടർ ചെയ്യണ്ട. ബിക്കോസ് എന്താണ്? MOA എന്തേ ഉള്ളൂ? സ്റ്റേറ്റേ ഉള്ളൂ. If your state is not changing, you don't have to change it. So first case, one place to another place within the same city. വല്ല പ്രശ്നമുണ്ടോ? ശരി, just assume that മൂവാറ്റുപുഴ ആൻഡ് പെരുമ്പാവൂർ, അതായത് ഇത് രണ്ടും ഒരു സിറ്റി തന്നെയാണ്. സോ സെയിം ROC അല്ലേ? ഇവിടെ ROC ചേഞ്ച് ആവുന്നുണ്ടോ? ചേഞ്ച് ആവുന്നില്ല. സോ യു ക്യാൻ ഹാവ് വിത്തിൻ ദ സെയിം സിറ്റി ആണെങ്കിൽ യു ഓൺലി നീഡ് എ ബോർഡ് റെസൊല്യൂഷൻ. ബോർഡിൽ റെസൊല്യൂഷൻ ചെയ്യുക. ആൻഡ് ദെൻ INC 22 നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, വെരിഫിക്കേഷൻ ഓഫ് ഓഫീസ് നീഡ്സ് ടു ബി ഡൺ ആൻഡ് INC 22 ഹാസ് ടു ബി ഫൈൽഡ് വിത്ത് ROC വിത്തിൻ എ പീരീഡ് ഓഫ് 30 days. ഇനി സിറ്റി മാറി, വിതിൻ ദ സിറ്റി പക്ഷെ ഔട്ട്സൈഡ് ദ സിറ്റി പക്ഷെ വിതിൻ ദ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം സപ്പോസ് മൂവാറ്റുപുഴയുള്ള ഇത് മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കമ്മിങ് അണ്ടർ, ഓക്കെ, സിറ്റി മാറുന്നുണ്ട്. സോ സ്റ്റേറ്റ് മാറുന്നില്ല, ജില്ല മാറുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് എന്ത് വേണം? യു നീഡ് ടു ഹാവ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, wherever you get a special resolution you need to file. ഉടനെ എഴുതിക്കോളുക അതിന്റെ പ്രൊസീജിയർ ബാക്കിയായിട്ട് MGT 14. Okay, MGT 14 with ROC within a period of 30 days.
Also INC ഈ ചേഞ്ച് എല്ലാം വരുമ്പോൾ you file INC 22 with ROC within a period of 30 days. That is common for all. ബാക്കി എല്ലാ കേസിലും സ്പെഷ്യൽ റെസൊല്യൂഷനും ഇതും കോമൺ തന്നെയാണ്. ഇനി ഔട്ട്സൈഡ് ദ സിറ്റി വിതിൻ ദ, അതായത് സിറ്റിക്ക് പുറത്ത് തന്നെയാണ്, പക്ഷെ വിതിൻ ദ സ്റ്റേറ്റിൽ ROCയുടെ ജൂറിസ്ഡിക്ഷൻ ചേഞ്ച് ആവുകയാണ്. സ്റ്റേറ്റിന് കേരളത്തിനകത്ത് തന്നെ, കേരളത്തിനകത്ത് ആ ക്ലോസ് വരുമോ? ഇല്ല. കാരണം എന്നാ, ഒരു ROC ഉള്ളൂ. That will happen only in case of Maharashtra and കോയമ്പത്തൂർ, ദാറ്റ് ഇസ് തമിഴ്നാടു. അപ്പൊ അവിടെ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, സ്റ്റേറ്റിനകത്ത് തന്നെയാണെങ്കിലും ROC മാറുന്ന കേസ് വരുന്നുള്ളൂ. നമ്മുടെ ഇവിടെ സംഭവിക്കാം എപ്പോഴാണ്, നമ്മുടെ നിർമ്മല സീതാരാമൻജിക്ക് തോന്നുവാണ്, ഓ കേരളത്തില് നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഭയങ്കര തിരക്കാണ്, ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഷീ ക്യാൻ ആക്ച്വലി ആഡ് അനദർ ROC. അങ്ങനെ ഒരു ROC വരുവാണെങ്കിൽ ദിസ് ക്ലോസ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ അസ് ആ സമയത്ത്. ഇപ്പം നിലവിൽ ഇഫ് ദാറ്റ് ഇസ് ഹാപ്പനിങ്, അതായത് ROC ജൂറിസ്ഡിക്ഷൻ ചേഞ്ച് ആവുന്നു, പക്ഷെ നിങ്ങളുടെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നില്ല. യുവർ സ്റ്റേറ്റ് ചേഞ്ച് ആവണമെങ്കിൽ ഓബ്വിയസ്ലി ഇറ്റ് ഗോ ടു കേസ് 4. കേസ് 3 വരണമെങ്കിൽ ROC ചേഞ്ച് ആവുന്നു, സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നില്ല. സോ എന്താണ്, MOA ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ 3 കേസിലും MOA ഓൾട്ടർ ചെയ്യേണ്ട. സോ ആ കേസിൽ വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ്? സോ പ്രൊസീജിയർ കുറച്ച് ഈ പറഞ്ഞ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, MGT 14 ഫയൽ വേണം, INC 22 വേണം. അത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. കാരണം എന്താണ്, നിങ്ങളുടെ ROC മാറുന്നുണ്ട് ഇല്ലേ? സോ ROC മാറുന്നതുകൊണ്ട് യു ഹാവ് ടു, നമ്മുടെ എക്സാമ്പിളില് അമ്മ മാറുമ്പോ അച്ഛനോട് പറയണ്ടേ, പറയണം. സോ എടാ ആരാ അമ്മ അച്ഛനും നമ്മുടെ എക്സാമ്പിളില്? ROC is അമ്മ. Okay, so you need to get, when your mother is changing, you need to get approval of RD. So RD approval, you have to get it in 30 days and you have to file the same. 30 ദിവസത്തിനുള്ളിൽ you will get the approval and that has to be filed to ROC within a period of 60 days. അമ്മയുടെ അടുത്ത് പറയണം. ഏത് അമ്മയുടെ അടുത്ത് പറയണം? പഴയ 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 അമ്മയുടെ അടുത്ത് പറയണം. എന്നിട്ട് എന്ത് പറയണം? പുതിയ അമ്മയുടെ അടുത്ത് പറയണം. ഓക്കെ, സിമ്പിൾ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിലാക്കുക. ഓക്കെ, സോ ദെൻ ROC in INC 28 ആണ്, that is a form that has to be filed. And then whatever is there, പുതിയ ROCക്ക് you give the intimation. പുതിയ അമ്മയുടെ അടുത്ത് പറയും, ഇനി തൊട്ട് അമ്മയാണ് എന്റെ അമ്മ എന്ന്. Okay, so that is how it will be. And for case 4, that is section 13, എന്താണ്, ഓൾട്ടറേഷൻ ഓഫ് MOA. കാരണം എന്താണ്, അവിടെ എന്ത് സംഭവിക്കുന്നു, ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന് പുറത്തോട്ട് പോയി. അപ്പൊ നമ്മള് MOA കണ്ടായിരുന്നു, നമ്മൾ എന്താ മെൻഷൻ ചെയ്യുന്ന MOA ക്ലോസില്? സ്റ്റേറ്റ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ അഡ്രസ് അല്ല മെൻഷൻ ചെയ്യുന്നത്, സ്റ്റേറ്റ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ ആ സ്റ്റേറ്റ് മാറുമ്പോൾ ഓബ്വിയസ്ലി MOA മാറ്റണ്ടേ, MOA തിരുത്തു വരുത്തണം. സോ MOA തിരുത്തു വരുത്തുന്നതുകൊണ്ട് സെക്ഷൻ 30 വിൽ ബി ആപ്ലിക്കബിൾ. ഇൻ ദാറ്റ് അഗൈൻ ഓൾ ദിസ് പ്രൊസീജിയർ, അതിന്റെ കൂടെ യു ഹാവ് ടു ഗെറ്റ് ദ CG. അഗൈൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ CG അപ്രൂവൽ, RD അപ്രൂവൽ, CG അപ്രൂവൽ പറയുന്നത് CG അപ്രൂവൽ ആണ്, വിച്ച് ഇസ് ടേക്കൺ ത്രൂ RD. സോ RD അപ്രൂവൽ എടുക്കണം. And that will be given in 60 days. കുറച്ച് ഇവിടെ ആക്ച്വലി 30 days ആയിരുന്നു, പക്ഷെ ഇവിടെ അപ്രൂവൽ 60 ദിവസത്തിനുള്ളിൽ, 60 ദിവസം കുറച്ചുകൂടെ ടൈം തരുന്നുണ്ട്. അതിന്റെ റീസൺ ബീങ്, see, you need to take the, before RD approval, you need to get the approval of all your creditors. കാരണം എന്താ, നമ്മുടെ ആൽഫിൻ HP പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എവിടെ ആയിരുന്നു ഇൻകോർപ്പറേറ്റ് ചെയ്തേ? ഇവൻ അങ്ങ് കേരളത്തിലായിരുന്നു ആദ്യം ഇൻകോർപ്പറേറ്റ് ചെയ്തേ. ഇവിടുന്ന് എങ്ങോട്ട് പോവാ? രജിസ്റ്റേർഡ് ഓഫീസ് പറിച്ചുകൊണ്ട് ബാംഗ്ലൂർക്ക് നാട് വിടാൻ പോവാണ്. സോ നാട് വിടുന്നതിന് മുമ്പ് ഇവർ ആരോടൊക്കെ പറയണം, ആരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിച്ചിട്ടുണ്ടോ അവരോടെല്ലാം പറയണം. കാരണം എന്നാ, നാളെ കേസ് വരുമ്പോ ജൂറിസ്ഡിക്ഷൻ എവിടെയാ? കേരളത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ കാശ് കൊടുത്തേ, അവർക്ക് ബാംഗ്ലൂർ വരെ പോട്ടെ, അല്ല അവൻ പോകുന്നത് ഡൽഹിക്കാന്ന് വിചാരിച്ചോ, ഇവിടുന്ന് ഡൽഹി വരെ പോയി അവിടെ കൊണ്ട് കേസ് കൊടുക്കണ്ടേ? സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, you need to get the approval of all the creditors. You need to convince them. അവർ പറയണ, ആ ശരി ശരി ഞാൻ ഡൽഹിക്ക് വന്നേക്കാം, നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയുവാണെങ്കിൽ കുഴപ്പമില്ല. അതർവൈസ് യു ഹാവ് ടു പേ സം സെക്യൂരിറ്റി. ഐ മീൻ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാ, എടാ മോനെ ക്രെഡിറ്ററിനോട് പറയാണ്, നീ വിഷമിക്കണ്ട, ലൈക്ക് വിഷ്ണു 3 കോടി ഇവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സോ വിഷ്ണുവോട് പറയും, വിഷ്ണു 3 കോടി സെറ്റാണ് സാധനം, 4 കോടിയുടെ അസറ്റ് കമ്പനി കിടപ്പുണ്ട്, അതേ കണ്ടോ, കാണിച്ചു കൊടുത്തു. അപ്പൊ വിഷ്ണു പറയും, ഓക്കെ ഫൈൻ, നീ പോക്കോ എന്ന് പറഞ്ഞു വിടാം. ഓക്കെ, ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഫോർ യു ടു റിമെമ്പർ ദിസ് പോയിന്റ്സ്. ഇങ്ങനെയൊന്നുമല്ല ആക്ച്വലി. ആൻഡ് പേ ദം ഓഫ്. അല്ലെങ്കിൽ പറയാണ്, വിഷ്ണു പറയാ, പറ്റില്ല, നീ കേരളത്തിലല്ലേ, നീ ഇവിടെ കാശ് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോ നമ്മുടെ ആൽഫിൻ HP പ്രൈവറ്റ് ലിമിറ്റഡ്, കോംപ്ലിക്കേറ്റഡ് ആയ പേരുള്ളൂ, ആൽഫിൻ HP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓർഡർ എന്ത് പറയും, നിന്റെ കാശ് എനിക്ക് വേണ്ട, ഇന്നാ പിടിച്ചോ നിന്റെ കാശ്, ഞാൻ പോവാണ് ഡൽഹിക്ക്, എന്നെ തടുക്കാൻ ആർക്കും പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ യു പേ ദം ഓഫ്.
you pay the creditor. If creditor is not approving, then you pay them. So ഈ creditor approval എല്ലാം you need to submit before. RD approval തരുന്നതിന് മുമ്പ് you have to take all these approvals. അതുകൊണ്ടാണ് സ്റ്റേറ്റ് മാറുന്ന കേസിൽ. പക്ഷേ if it is within the state ആണെങ്കിൽ you don't have to go for that procedure. പക്ഷേ സ്റ്റേറ്റ് മാറുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ the time period is 60 and after that you file it with the ROC in INC 28. അച്ഛന്റെ അപ്രൂവൽ കിട്ടി, അമ്മ എടുത്ത് പറയുക. Okay, and in that case fresh certificate of incorporation will be issued. Reason, certificate of incorporation what is mentioned is ഇത് തന്നെ, നിങ്ങളുടെ സ്റ്റേറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മെൻഷൻ ചെയ്തത്. സോ സ്റ്റേറ്റ് മാറുമ്പോൾ ഓബ്വിയസ്ലി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും പുതിയത് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ യു വിൽ ഗെറ്റ് ആൻ എവിഡൻസ് ദാറ്റ് ഈസ് നമ്മൾ ROCയുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് മാറിയതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ അഡ്രസ്സിൽ വിതിൻ സെയിം സ്റ്റേറ്റില് പക്ഷെ നിങ്ങളുടെ ROC മാറിയില്ലേ, ROC മാറിയതിന്റെ പ്രൂഫായിട്ട് ദേ ഗീവ് യു ഡോക്യുമെന്റ് ആൻഡ് അതിനെ, അതായത് നിങ്ങളുടെ അഡ്രസ് ചേഞ്ച് ചെയ്തു എന്നുള്ളൊരു പ്രൂഫ് തരും. ആൻഡ് ദാറ്റ് പ്രൂഫ് വിൽ ബി കൺസിഡർഡ് ആസ് എ കൺക്ലൂസീവ് എവിഡൻസ്. അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രൈമ ഫേസി എവിഡൻസ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. സിനിമ കാണാം. ഈ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനായിട്ട് ഇത് നല്ലതാണ്, ഇടയ്ക്ക് മ്യൂട്ടും അൺമ്യൂട്ടും. ഓക്കെ, സോ എന്താണ് പ്രഥമ ദൃഷ്ട്യ നമ്മൾ പറയും. പ്രഥമ ദൃഷ്ട്യ ഇതിങ്ങനെയാണ് തോന്നുന്നത്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് എന്തായി മാറും, പറഞ്ഞ ആ ഒരു ഇതേ അല്ല, ആത്മഹത്യ എന്നുള്ള എന്തായി മാറി, കൊലപാതകമായി മാറി. സോ ദാറ്റ് ഇസ് പോസിബിൾ. പ്രൈമ ഫേസി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യ ഉള്ളത്, ദാറ്റ് ഇസ് എ പ്രൈമ ഫേസി. സോ നമ്മൾ ലോ പഠിക്കുമ്പോഴും അതിനകത്ത് പല സാധനങ്ങൾ, ചില സാധനങ്ങൾ നമ്മൾ പറയും ഇറ്റ്സ് എ പ്രൈമ ഫേസി എവിഡൻസ്, ചില സാധനങ്ങൾ പറയും ഇറ്റ്സ് എ കൺക്ലൂസീവ് എവിഡൻസ്. സോ കൺക്ലൂസീവ് എവിഡൻസ് എവിടെന്നാ പറയുന്നത്, ഇപ്പൊ ഇവിടെ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ എന്തൊക്കെയാ പറയുന്നത്, കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ട് ആഫ്റ്റർ എ അനാലിസിസ്, ഭയങ്കര കുറെ അനാലിസിസ് നടത്തിയതിനു ശേഷമാണ് പറയുന്നത് അതിനെ കൊളാബറേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന കൺക്ലൂസീവ് എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നു. കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഫൈനൽ, അവർ ഓൾറെഡി കുറെ അനാലിസിസ് നടത്തി അതിന്റെ ബേസിസിൽ കൺക്ലൂഡ് ചെയ്തതാണ്. സോ ദാറ്റ് ഇസ് എ കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്, കൺക്ലൂസീവ് എവിഡൻസ്. So we said that ROC നമ്മുടെ അടുത്ത് അഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ they give you a certificate. ആ സർട്ടിഫിക്കറ്റ് എന്തായി മാറും, that will be considered as a conclusive evidence. That's a proof. There is no change. That's a proof that your address is changed. അഡ്രസ് ചേഞ്ച് ചെയ്തു എന്നുള്ളതിന്റെ കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് പഠിക്കുന്ന സമയത്ത്, ഐ മീൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത്, see if your name is entered in the register of members, that will be considered as a prima facie evidence. അത് prima facie evidence ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. കാരണം എന്താണ്, സപ്പോസ് കമ്പനിയുടെ മെമ്പർ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും, അപ്പൊ അതിനെ എന്ത് എവിഡൻസ് ആയിട്ട് എടുക്കും, പ്രൈമ ഫേസി എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഇപ്പൊ സപ്പോസ് നമ്മുടെ 3A സെക്ഷൻ ആപ്ലിക്കബിൾ ആയി ഇയാളെ പിടിച്ച് ലയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുവാണ്. അപ്പം നിതിന്റെ പേര്, അപ്പൊ ആരൊക്കെ, ശരി മെമ്പർ രജിസ്റ്ററിൽ എടുത്തോ, രജിസ്റ്ററിനകത്തുള്ള എല്ലാരെയും പിടിച്ച് 3A എന്താ സെക്ഷൻ, പേഴ്സണലി ലയബിൾ ആകും അല്ലേ. അപ്പൊ മെമ്പേഴ്സിനെ പിടിക്കണ്ടേ, മെമ്പേഴ്സിനെ പിടിക്കാൻ രജിസ്റ്റർ എടുത്തു, നിതിന്റെ പേര് കണ്ടു, പേര് കണ്ടോണ്ട് നിതിന്റെ അടുത്ത് ലയബിൾ ആണെന്ന് പറഞ്ഞ് നിതിന്റെ അടുത്തോട്ട് ഓടിയങ്ങ് ചെല്ലുവാണ്. ചെല്ലുമ്പോൾ നിതിന് എന്താ പറയും, സോറി ഞാൻ ഈ ഷെയർ വിറ്റിട്ട് കാലങ്ങളായി. ഓക്കെ, ആക്ച്വലി ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ദിസ് ഹാസ് ടു ബി പ്രോപ്പർലി അപ്ഡേറ്റഡ്. പക്ഷെ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്, സി ഹി ക്യാൻ പ്രൂവ് ഇറ്റ്. ഉടനെ എടുത്ത് സെയിൽ നടന്ന കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പ്രൂവ്ഡ് റോങ്. നമ്മൾ എന്താ ആദ്യമേ വിചാരിച്ചേ, ഓക്കെ പേര് കണ്ടപ്പോ, നിതിന്റെ പേര് കണ്ടപ്പോ വി തോട്ട് നിതിൻ ഇസ് എ മെമ്പർ, നിതിൻ ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിച്ചു. പക്ഷെ നിതിന്റെ അടുത്ത് ചെന്നപ്പോൾ നിതിൻ പ്രൂവ്ഡ് ഇറ്റ് ആസ് റോങ്, അതെല്ലാം തെളിയിച്ചു. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമ. പക്ഷെ കൺക്ലൂസീവ് എവിഡൻസ്, നിങ്ങളുടെ ഓൾറെഡി അഡ്രസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ യു കനോട്ട് പ്രൂവ് ഇറ്റ് റോങ്, ബിക്കോസ് ഓൾറെഡി ROC നിങ്ങൾക്ക് എന്ത് തന്നു, യുവർ അഡ്രസ് ഇസ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഒരു പ്രൂഫ് ഡോക്യുമെന്റ് തന്നു, ആൻഡ് ദാറ്റ് ഡോക്യുമെന്റ് ഇസ് എ കൺക്ലൂസീവ് എവിഡൻസ്. സോ പല സ്ഥലങ്ങളും നമ്മൾ ഇനി പഠിക്കുമ്പോൾ this thing will come on repeated ആയിട്ട് വരും, prima facie evidence ഉം conclusive evidence ഉം. So this is the basic difference. ആരെ ഈ ശിക്ഷ നോക്കുന്നത്, എന്താ വല്ല പ്രശ്നമുണ്ടോ? ശരി, okay, so this is section 13. നമ്മൾ പറഞ്ഞു section 13 will be applicable if your
ROC, state is changing. If your ROC is jurisdiction change ആവുന്നുണ്ടെങ്കിൽ registered office state change ആവുന്നുണ്ടെങ്കിൽ 13, that is alteration of MOA alter ചെയ്യേണ്ടി വരും. And in that case, what you need to take? You need to take approval of CG or RD for change in registered office from one state to another, and RD to dispose of the application in 60 days by ensuring എന്തൊക്കെ ensure ചെയ്യണം? Same thing, നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Approval of all creditors and debenture holders, and provision is made for debt and obligation. വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു 3 കോടി തന്നിട്ടുണ്ടെങ്കിൽ 4 കോടിക്കുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ടെന്ന് പറയുക. Or adequate security provided for such discharge. So that is what. Then you file the SR, special resolution. Already നമ്മൾ പറഞ്ഞായിരുന്നു alteration of MOA, you need to pass a special resolution. Special resolution pass ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പുറകിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? What are the procedures എന്തൊക്കെയാ? ഫസ്റ്റ് എന്താണ്? 7 ദിവസം നോട്ടീസ് കൊടുത്ത് ബോർഡ് മീറ്റിംഗ് വിളിക്കുക. ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ട് then you call 21 days clear notice, AGM വിളിക്കുക. So AGM or EGM, whichever it is. അതിനകത്ത് special business, you have to discuss special business. So explanatory statement needs to be attached. So ഇതെല്ലാം, these are the general procedure. So that will be applicable. Then approval of CG, and then it should be given to അച്ഛന്റെ approval കിട്ടി കഴിയുമ്പോൾ അമ്മ എടുത്ത് പറയണം. Okay. And ROC, അമ്മ എന്ത് തരും? അമ്മ പുതിയ സർട്ടിഫിക്കറ്റ് തരും. Certificate of incorporation will be issued. Okay, so now we are moving on to the object clause. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? നെയിം ക്ലോസ് പറഞ്ഞു. നെയിം ക്ലോസ് റിലേറ്റഡ് ആയിട്ട് സെക്ഷൻ 4 വരും. സെക്ഷൻ 4 ആദ്യം എന്താ പറഞ്ഞേ? ആപ്ലിക്കേഷൻ ഫോർ റിസർവേഷൻ ഓഫ് നെയിം. അത് കഴിഞ്ഞിട്ട് നെയിം ചേഞ്ച് ആണെങ്കിൽ ഒബ്വിയസ്ലി എന്ത് മാറും? MOA ഓൾട്ടർ ആവും. സോ ഓൾട്ടറേഷൻ ഓഫ് MOA സെക്ഷൻ ഏതാടാ? സെക്ഷൻ 13 പറഞ്ഞു. ഓൾട്ടറേഷൻ ഓഫ് MOA. എങ്ങനെയാണ് MOA ഓൾട്ടർ ആവുന്നത്? ഇനി അതുപോലെ തന്നെ ഒരു കേസ് കൂടി ഉണ്ട് നെയിം ചേഞ്ച് ആവുന്നത്. ഏതാ? സെക്ഷൻ 16. എടാ സിനിമ കാണിച്ചില്ലടാ. റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം ഓഫ് ദ കമ്പനി, സെക്ഷൻ 16. സോ ഇത് മൂന്നുമാണ് നെയിം ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഒബ്ജക്ട് ക്ലോസ്. ഒബ്ജക്ട് ക്ലോസ് സെക്ഷൻ 4 എന്താ പറയുന്നത്? Why to have a registered object clause അല്ലാത്ത registered office clause? Why registered office clause? 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാടാ പറയടാ. ഞാൻ റിപ്പീറ്റ് ചെയ്താൽ ഞാൻ പഠിക്കും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ പഠിക്കും. ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ ഓൾറെഡി പഠിച്ച് പാസ്സായി. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. പഠിച്ചപ്പോ ഇത്ര പഠിച്ചില്ല കേട്ടോ, പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ പഠിക്കുന്നത്. ബിക്കോസ് യു റിപ്പീറ്റ്, the more you repeat, the more you learn. Okay, so what happened? Registered office clause 3 purpose ഉണ്ട്. ഇനി അതിന്റെ കൂടെ ഒരു സെക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. എന്താ registered office related ആയിട്ട്? section 12, to have a registered office and also verification to be done within a period of 30 days from the date of incorporation. ഇനി registered office ചേഞ്ച് ആവുമ്പോ ഫസ്റ്റ് കേസില് ബോർഡ് റെസൊല്യൂഷൻ മാത്രം മതി, വിതിൻ ദ സിറ്റി ലിമിറ്റ്സ് ആണ്. ദെൻ സിറ്റി മാറുന്നുണ്ട്, ROC മാറുന്നില്ല, സ്പെഷ്യൽ റെസൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് കേസ് ROC ചേഞ്ച് ആവുന്നുണ്ട് പക്ഷെ സ്റ്റേറ്റ് മാറുന്നില്ല, തേർഡ് കേസ്. സോ അതിൽ എന്തുകൂടെ വേണം? അമ്മ മാറിയ ആരോട് പറയണം? അച്ഛനടുത്ത് പറയണം. RD അപ്രൂവൽ വേണം. RD അപ്രൂവല് പഴയ അമ്മയോട് പറയണം, പുതിയ അമ്മയുടെ അടുത്തും പറയണം. സോ ദീസ് തിങ്സ് ഷുഡ് ബി ഡൺ. ദാറ്റ് ഇസ് കേസ് 3. ഇനി കേസ് 4 വരുവാണെങ്കിൽ യുവർ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഇസ് ചേഞ്ചിങ്, നാട് വിട്ട് പോവുകയാണ്. സോ ആരുടെ അടുത്ത് പറയണം? അച്ഛൻ്റെ അടുത്തും പറയണം, അമ്മയുടെ അടുത്തും പറയണം. Okay, so that is what the fourth case, that is alteration of MOA. So alteration of MOA, in that case you have to pass special resolution. So all the procedures will come and then you need to pay off before RD. അച്ഛൻ അംഗീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാധ്യതകളെല്ലാം നമ്മൾ തന്നെ തീർക്കണം. Either you pay them off or provide them the security or convince them. 3 options are available for you. That should be done before getting up. അച്ഛൻ്റെ അടുത്ത് പോയി അപ്രൂവൽ എടുക്കുന്നതിന് മുമ്പ്. Okay, then ഒബ്ജക്ട് ക്ലോസ്. ഒബ്ജക്ട് ക്ലോസിന്റെ ചേഞ്ച് ആണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ഒബ്ജക്ട് ക്ലോസിന്റെ ചേഞ്ചിനകത്ത് ബിഫോർ വി ഗോ ടു ദ സെക്ഷനിൽ പോകുന്നതിന് മുമ്പ് ഒബ്ജക്ട് ക്ലോസിന്റെ ചേഞ്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇപ്പം നമ്മുടെ ആരിഫ് ബാക്കി എന്താ HP പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കകത്തോട്ട് മറ്റേ നമ്മുടെ ഇന്നത്തെ ഐറിന്റെ കമ്പനിയായിരുന്നു എളുപ്പം, ABC ഫാഷൻ ലിമിറ്റഡ് എളുപ്പമായിരുന്നു. ഓക്കെ, ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡിനകത്തോട്ട് നമ്മുടെ വിഷ്ണു കൊണ്ടുവന്ന്
3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. സോ 3 കോടി രൂപ അതായത് ഇറ്റ്സ് എ പബ്ലിക് ഇഷ്യൂ. ഓക്കെ, ഇവർ പബ്ലിക് ഇഷ്യൂ ആണെന്ന് വിചാരിക്കാം. പബ്ലിക് ഇഷ്യൂ പ്രൈവറ്റ് ഇഷ്യൂ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് കേട്ടോ, ഇത് കേട്ട് പേടിക്കണ്ട. ഓക്കെ, പ്രൈവറ്റ് ആൾക്കാർക്ക് പബ്ലിക്കിന്റെ അത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, കമ്പനിയുടെ ഇത് പഠിച്ചപ്പോൾ യു കനോട്ട് ക്ലെയിം പബ്ലിക്കിന്റെ അടുത്തുനിന്ന് യു കനോട്ട് ഇൻവൈറ്റ് ദ മണി, ദാറ്റ് ഇസ് ഫോർ പ്രൈവറ്റ് കമ്പനി. അസ്യൂമിങ് ദാറ്റ് നമ്മുടെ ആരിഫിന്റെ കമ്പനി പബ്ലിക് കമ്പനി ആണെന്ന് വിചാരിക്കുക. പബ്ലിക് കമ്പനി ആവുമ്പോൾ യു വിൽ ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ദ മണി ഓഫ് ദ പബ്ലിക്. പബ്ലിക്കിന്റെ മണി സ്വീകരിക്കാൻ പറ്റും. സോ ഇൻ സച്ച് എ കേസ് അതാണ് കേസ് എന്ന് വിചാരിക്കുക. ആൻഡ് വിഷ്ണു ഇൻവെസ്റ്റഡ് ഇൻ ആരിഫ്. ആരിഫിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ത്രൂ പബ്ലിക് ഇഷ്യൂ ഇൻവെസ്റ്റ് ചെയ്തു. വിഷ്ണു എത്ര രൂപ കൊണ്ടുവന്നു? 3 കോടി രൂപ കമ്പനിയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ആരിഫ് ആക്ച്വലി എൻഗേജ് ഇൻ വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്? എന്ത് ബിസിനസ് ആയിരുന്നു മോനെ? ശരി, കമ്പ്യൂട്ടർ ബിസിനസ്. നമുക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾ എടുക്കാം, അതാണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് കമ്പ്യൂട്ടർ ബിസിനസ്സിലായിരുന്നു വിഷ്ണു അല്ലാത്ത ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ് ആദ്യം കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു. അപ്പൊ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യണമെന്നും പറഞ്ഞാണ് എന്ത് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് പബ്ലിക് ഇഷ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് പഠിക്കും. സോ പ്രോസ്പെക്ടസിൽ ഓബിയസ്ലി യു ഹാവ് ടു സ്റ്റേറ്റ് വാട്ട് ഇസ് ദ ഒബ്ജെക്ട്, വാട്ട് ഇസ് ദ പർപ്പസ് ഫോർ വിച്ച് യു ആർ ആസ്കിംഗ് ദിസ് മണി. ഈ പൈസ എന്തിൽ ഇൻവെസ്റ്റ്? നമ്മൾ പറഞ്ഞു MOA ഒബ്ജക്ട് ക്ലോസിൽ ഷെയർ ഹോൾഡർക്ക് നോക്കി അറിയാം വാട്ട് ഇസ് ദ റിസ്ക് ആൻഡ് റിവാർഡ് അസോസിയേറ്റ് വിത്ത് ഇറ്റ്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, വിഷ്ണു കൊണ്ടുപോയി പൈസ ഇടുന്നത്. സോ അങ്ങനെ വിഷ്ണു 3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? കഴിഞ്ഞപ്പോൾ ആരിഫിന്റെ വിധം മാറി. സോ 1 കോടി രൂപ എന്തിനു വേണ്ടി യൂസ് ചെയ്തു? കമ്പ്യൂട്ടർ മാനുഫാക്ചർ. ആരിഫിന് 1 കോടി മതിയായിരുന്നു. അപ്പൊ 1 കോടി രൂപ അതിനു വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരിഫിന് എന്ത് തോന്നി? ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഈ കാശ് വെച്ച് ചെയ്യാം. ഐ ക്യാൻ മേക്ക് മോർ റിട്ടേൺ. എനിക്ക് കുറെ കൂടെ അതിൽ റിട്ടേൺ ഉണ്ടാക്കാം എന്ന് ആരിഫിന് മനസ്സിലായി. സോ ആരിഫ് എന്ത് ചെയ്തു? ഈ പറയുന്ന ഐപാഡ്, iWatch ഈ സാധനങ്ങളിലോട്ടെല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഐഡിയലി സ്പീക്കിംഗ് ആരോടും കൂടെ പെർമിഷൻ ചോദിക്കണം? വിഷ്ണുവിന്റെ കാശല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് before changing your object there are certain procedures that you need to do. Okay, so with that prologue we'll read this. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. Raise money from the general public through prospectus. ഞാൻ പറഞ്ഞു prospectus is nothing but a document that issued for public issue. പബ്ലിക് ഇഷ്യൂവിന് വേണ്ടി. പ്രോസ്പെക്ടസ് എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾ ഇവിടെ മറ്റേ CS ന്റെ കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിക്കാണുമല്ലോ, കിട്ടിയായിരുന്നോ? നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ പ്രോസ്പെക്ടസ്. ബികോമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് കിട്ടൂലേ? നത്തിങ്. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ചെന്ന, ഒരു കോളേജിൽ ചെന്ന അവിടെ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാവും. എന്താണ് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാലും ആരിഫിന്റെ കമ്പനി, ആരിഫ് പബ്ലിക് ഇഷ്യൂന് പോവാണ്. അപ്പൊ പബ്ലിക് ഇഷ്യൂ ഇസ് ലൈക്ക് ടു ദ ജനറൽ പബ്ലിക്കാ. എല്ലാവരുടെ അടുത്തും ചെയ്തിട്ട് ആരിഫിന് പറയാൻ പറ്റും ഞാൻ ഈ കാര്യം ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇതെല്ലാം ഡോക്യുമെന്റ് ആക്കും. ഡോക്യുമെന്റ് ആക്കിയിട്ട് ഈ സാധനം പബ്ലിക്കിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. Okay, so that is nothing but the prospectus. Prospectus എന്താന്നൊക്കെ will study and still has unutilized amount of its money so raised. So prospectus കൊടുത്താണ് എന്ത് 3 കോടി രൂപ കിട്ടി. 1 കോടി രൂപ നമ്മൾ ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. ബാക്കി ബാലൻസ് മണി ഉണ്ട് which he is very sure that can be used for വേറെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്താൽ നല്ല റിട്ടേൺ കിട്ടും എന്ന് ഉറപ്പുണ്ട്. So in that case you need to pass SR through postal ballot. SR എന്താണ്? സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇത്രയും നേരം നമ്മൾ ഓൾട്ടറേഷൻ ഓഫ് MOA പഠിച്ചപ്പോൾ SR പാസ് ചെയ്യണം എന്ന് പഠിച്ചുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പം എന്തായി? പോസ്റ്റൽ ബാലറ്റ്. പോസ്റ്റൽ ബാലറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പോസ്റ്റ് ഓഫീസ് വഴി പോകുന്നതല്ല. പോസ്റ്റൽ ബാലറ്റ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വോട്ടിംഗ് ഉണ്ട്. അതായത് കമ്പനിയിൽ മെയിൻ ആയിട്ടും 4 ടൈപ്പ് ഓഫ് വോട്ടിംഗ് അലൗഡ് ആണ്. വോട്ടിംഗ് റൈറ്റ് എന്താണെന്നുള്ളത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു സാധനം പുതുതായിട്ട് കേൾക്കുമ്പോൾ പാനിക് ആവണ്ട. ഇതിന്റെ മീനിങ് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളത് പഠിച്ചു വന്നോളൂ. സോ ജസ്റ്റ് ഹിയർ ദിസ് ന്യൂ വേർഡ്സ്. ഓക്കെ, സോ വോട്ടിംഗ് എന്താണ്, വോട്ടിംഗ് റൈറ്റ് എന്താണ്, അത് നമ്മൾ പഠിക്കും. അത് കൂടാതെ തന്നെ ഈ പറയുന്ന ഇപ്പൊ ഓരോ ഷെയർ ഹോൾഡേഴ്സും ജസ്റ്റ് ഇത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ നമ്മൾ പഠിക്കും. ബട്ട് ജസ്റ്റ് ഹാവ് യുവർ മൈൻഡ് ദാറ്റ് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ വോട്ടിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇറ്റ് ക്യാൻ ബി 1-to-1 വോട്ടിംഗ് ആയിരിക്കാം. ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സും ഉണ്ട്. അതായത് ചിലപ്പം ഒന്നിൽ കൂടുതലല്ല, ചിലപ്പോൾ ഒരു ഷെയറിന് ഒരു വോട്ട് ഉണ്ടാവില്ല, 10 ഷെയറിന് ഒരു വോട്ട്, അങ്ങനെയാണ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് വരുന്നത്. അതുകൊണ്ട് നോർമലി വിൽ ഓൺലി കൺസിഡർ നോർമൽ വോട്ടിംഗ്. നോർമൽ വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒരു ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരു വോട്ട് ഉണ്ടാവും. സോ യു ക്യാൻ വോട്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. ഞാൻ പറയുന്നു ഇവിടെ എത്ര AC ഉണ്ട്? 2 AC ഉണ്ട്. 2 AC പോരാ, തണുപ്പ് അങ്ങോട്ട് ശരിയാവുന്നില്ല, അപ്പൊ ഓരോ AC കൂടെ വേണമെന്ന് പറയുന്നു. ഇത് എന്റെ ആരിഫിന്റെ കമ്പനി, ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പൊ കമ്പനിയിൽ ഒരു ഡിസിഷൻ വരുവാണ്, ഇവിടെ തീരുമാനമാണ്. അപ്പൊ ആരിഫ് കമ്പനിയിൽ എന്ത് ചെയ്തു? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം ക്ലാസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ നിങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് വോട്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി വോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും
എത്ര പേര് എ സി വേണമെന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. മജോറിറ്റിയുടെ ഡിസിഷൻ അനുസരിച്ച് നോർമൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട കാര്യമാണെങ്കിൽ കൂടുതൽ ആൾക്കാർ എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാക്കി സംഭവം ഇംപ്ലിമെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. ഇത് തന്നെ സെയിം പ്രോസസ്. ഇനി ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലോ 1 ഷെയർ 1 വോട്ട്, ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇനി നമുക്ക് വോട്ടിംഗ് തന്നെ പല രീതി ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാം? ഇപ്പം ഞാൻ ഇവിടെ വിളിച്ചിട്ട് പറയാണ്, മോനെ വാടാ, ആരിഫ് HP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ബിസിനസ് റെസൊല്യൂഷൻ എടുക്കാൻ പോടുവാ. റെസൊല്യൂഷൻ എടുക്കട്ടെ. ഓഡിയത്തിൽ എടുക്കോളൂ, വാടാ ഇവിടെ. സോ എന്താണ്, അപ്പൊ നമ്മുടെ ഓക്കെ, അസ്യൂം ഹി ഈസ് ദ ചെയർമാൻ ആസ് വെൽ. സോ ചെയർമാൻ പറയാണ്, എന്ത് പറയുന്നു, പറ എന്താ പറയുന്നത്, AC യുടെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ AC വേണോ വേണ്ടോ എന്ന് ചെയർമാൻ ചോദിക്കാൻ പോവാണ്. ഇതിന് ഞാൻ 2-3 കാര്യങ്ങൾ പഠിപ്പിക്കും കേട്ടോ, അത് എവിടെയെങ്കിലും ഒക്കെ വന്നോളൂ. സോ AC വേണോ വേണ്ടോ എന്ന് ചോദിക്കാൻ പോവാണ്. അപ്പം ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് എങ്ങനെയൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, റേസ് യുവർ ഹാൻഡ്സ്, റൈറ്റ്. അപ്പൊ AC വേണമെന്ന് പറയുന്നവര് പറ ചെയർമാൻ പറ, വേണമെന്നുള്ള കൈവൊക്കെ പറയണം. എടാ പൊക്കട, എനിക്ക് സിമ്പിൾ മെജോറിറ്റി എല്ലാം മെജോറിറ്റി വേണം, നിങ്ങൾ എല്ലാവരും പൊക്കണം, എല്ലാരും പൊക്കട്ടെ, നിങ്ങൾ താത്തേട്ട് നിങ്ങൾ പൊക്ക, എളുപ്പത്തിന് ഫോർ ഈസിനെസ് പൊക്കെ, എല്ലാരും പൊക്കിയോ? എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 പേര് പൊക്കി. ഓക്കെ ഫൈൻ. വേണ്ടാന്നുള്ളവര് 1 2 3, എടാ പൊക്കടാ, കൈയൊന്നും മുങ്ങിയല്ലേ? 3 3 6 7 8 9 10 പേരുണ്ട് അല്ലെ? ഓക്കെ 10 പേര്. ഇവിടെ എത്ര ഉണ്ട്? 7 പേര്. ഓക്കെ ഫൈൻ. അപ്പം 10 പേര് വേണമെന്ന് പറഞ്ഞു. വേണമെന്നാണ് പറഞ്ഞേ? വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, മഴ തണുപ്പ് പോയതുകൊണ്ട് 10 പേര്. അപ്പൊ നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ ഇത് പാസ്സായില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. സോ 10 പേര് മജോറിറ്റി പറഞ്ഞു. അപ്പൊ എന്ത് പാസ്സായി? സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓടാ എന്നെ കൂടെ തെറ്റിക്കും. ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായി. അപ്പൊ നമ്മൾ എന്ത് എഴുതി വെക്കും? റിസോൾവ് ദാറ്റ് AC വേണമെന്ന് തീരുമാനം എടുത്തു ബൈ, എന്താ നമ്മൾ ചെയ്തേ? എന്ത് വോട്ടിംഗ് ആ ചെയ്തേ? ഇപ്പം റൈസിങ് ഹാൻഡ്സ്. റൈസിങ് ഹാൻഡ്സ് നമ്മൾ പറയും ബൈ ഷോ ഓഫ് ഹാൻഡ്സ്, കൈ പൊക്കുന്നത് വഴി ഇങ്ങനെ ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് വൺ കണ്ടീഷൻ. ഇനി സപ്പോസ് നമ്മുടെ ഓക്കെ മോനെ പേര് പറഞ്ഞ മോനെ, ഗ്രീഷ്മയുടെ കയ്യില് ഈ കമ്പനിയുടെ വേണ്ട, നമ്മുടെ വിഷ്ണു ആരാണ്? 3 കോടി രൂപ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് വിഷ്ണു എന്നാ പറഞ്ഞു? AC വേണമെന്ന് പറഞ്ഞു. AC വെച്ചോ? വെച്ചില്ല. മജോറിറ്റി ഡിസിഷൻ എന്നാന്നും പറഞ്ഞു പോയി, വെക്കുകയെന്ന് പറഞ്ഞു പോയി. അപ്പോ വിഷ്ണുവിന് എന്നാ ചെയ്യാം? വിഷ്ണു ക്യാൻ ഡിമാൻഡ് പോൾ ഡിമാൻഡ് ചെയ്യാം. അതിന് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. പക്ഷെ ഇത് ഈ ഒരു എക്സാമ്പിളിന് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. സോ വിഷ്ണുവിന്റെ കയ്യിൽ എന്തുണ്ട്? കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പം പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്. ഇത്രയും കൂടുതൽ ഷെയർ ഉള്ള ആൾക്കാർക്ക് എന്ത് ഡിമാൻഡ് ചെയ്യാം? പോൾ ഡിമാൻഡ് ചെയ്യാം. പോൾ ഡിമാൻഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, ഇപ്പൊ എന്താ സംഭവിച്ചേ? വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ എന്താ സംഭവിച്ചേ? ഒരാൾക്ക് എത്ര വോട്ട് ഉണ്ടായിരുന്നു? എടാ 2 ഷെയർ ഉണ്ടെന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ പൊക്കിയോ? ഇല്ല, ഒരാൾക്ക് 1 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പോള് ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്തായി മാറും? നിങ്ങൾക്കൊക്കെ അര വോട്ട് വെച്ചേ ഉള്ളൂ, ജസ്റ്റ് 1 വോട്ടേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലൊക്കെ 1 ഷെയർ 1 വോട്ട്, നിങ്ങളുടെ കയ്യിൽ 1 ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായി? വിഷ്ണുവിന്റെ കയ്യിൽ എത്ര ഷെയർ ഇരിപ്പുണ്ട്? 100 ഷെയർ ഇരിപ്പുണ്ട്. പോയില്ലേ? തീരുമാനം പോയില്ലേ അങ്ങോട്ട്? സോ അങ്ങനെ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ ഹി ഷുഡ് ബി ഇൻ എ പെർട്ടിക്കുലർ പൊസിഷൻ. അതാണ് പ്രസ്റ്റീജിയസ് പൊസിഷൻ ആയിരിക്കണം. അതിന് മിനിമം നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, പറഞ്ഞുതരാം അത്. സോ ദിസ് ഇസ് അനദർ വേ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വോട്ട് എടുത്തത്? 1 ഷെയർ 1 വോട്ട്. ഷോ ഓഫ് ഹാൻഡ്സിൽ എങ്ങനെയായിരുന്നു? 1 മെമ്പർ 1 വോട്ട്. ഒരു മെമ്പർക്ക് 1 വോട്ടാണ് ഇവിടെ ഷോ ഓഫ് ഹാൻഡ്സ്. കാരണം എന്താ? ഒരു കൈയെ പൊക്കാൻ പാടുള്ളൂ, 2 കൈകൾ പൊക്കരുത്. ഓക്കെ, 1 മെമ്പർ 1 വോട്ടാണ് ഇവിടെ ഷോ ഓഫ് ഹാൻഡ്സ്. ഇനി വോട്ടിംഗ് ബൈ പോൾ ആണെങ്കിലോ 1 ഷെയർ 1 വോട്ട്. സോ ആ പോൾ വരുമ്പം കൂടുതൽ ഷെയർ ആരാണോ, സോ ദാറ്റ് പേഴ്സൺസ് ക്യാൻ ആസ്ക് ഫോർ എ പോൾ. ദാറ്റ് ഇസ് വൺ തിങ്. ഓക്കെ, ശർമ്മ പോയിരുന്നാലും ഓക്കെ. സോ ദെൻ ഇത് നമ്മളിപ്പോ 2 എണ്ണം പറഞ്ഞു. ഇനി ഇത് കൂടാതെ there are 2 more things. One is e-voting. E-voting പ്രൊസീജിയറും പഠിക്കാനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിൽ സി ഉണ്ടോ? ഓക്കെ, e-voting എങ്ങനെയായിരിക്കും?
ഓൺലൈനായിട്ട് പാസ്വേഡ് ഒക്കെ അയച്ചു തരും. ഞാൻ കാണിച്ച ഇതിനകത്ത് ഈ വോട്ടിംഗ് ആയിരുന്നു, AGM-ന്റെ ഈ വോട്ടിംഗ് ആണ്. സോ വിൽ ബി ഗിവൺ പാസ്വേഡ്. അതിനൊക്കെ പ്രൊസീജിയർ ഉണ്ട്, കുറെ പ്രൊസീജിയർ ഉണ്ട്. സോ ആ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ഓൺലൈനായിട്ട് ലോഗിനും പാസ്വേഡും തരും. അവിടെ കയറി നിങ്ങൾക്ക് എന്താണോ വോട്ട് ആ വോട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി നാലാമത്തതാരാണ്? ആരാടാ? നമ്മൾ എവിടെന്നാ തുടങ്ങിയേ? പോസ്റ്റൽ ബാലറ്റ്. സോ പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ്. പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ഷീ സെഡ് പോസ്റ്റുമായി ബന്ധമുണ്ട്. എന്താണ്? നമ്മൾ ഈ സാധനം അയക്കും. എന്തയക്കും? മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തയക്കും? മീറ്റിങ്ങിന്? നോട്ടീസ് അയക്കും. നോട്ടീസ് അയക്കണതിന്റെ കൂടെ തന്നെ ഈ റെസൊല്യൂഷന്റെ ഒരു കോപ്പിയും കൂടെ അയച്ചിട്ട് നിങ്ങൾക്ക് സമ്മതമാണോ അല്ലയോ എന്നൊരു സാധനവും കൂടെ അയച്ചു തരും. അപ്പൊ അത് എല്ലാവർക്കും അയച്ചു തരും. സോ എല്ലാവരും യു ക്യാൻ വോട്ട്. സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് പറയാം. അതിനും പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ഇത്ര നമ്പർ ഓഫ് ഡേയ്സിനുള്ളിൽ തിരിച്ചയക്കണം. ഇതെല്ലാം ഉണ്ട്. സോ സമ്മതമാണെങ്കിൽ സമ്മതമാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ആൻഡ് ദാറ്റ് വിൽ ബി സെൻഡ് ബാക്ക് ടു ദ കമ്പനി. കമ്പനിയിൽ തിരിച്ചയക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പോസ്റ്റൽ ബാലറ്റ്. സോ മേക്കിംഗ് ഷുവർ ദാറ്റ് എല്ലാവരും ത്രൂ പോസ്റ്റൽ ബാലറ്റ് എല്ലാവരുടെയും കയ്യിൽ ഇതെത്തി. ആൻഡ് പോസ്റ്റൽ ബാലറ്റിൽ കൂടെ ഇങ്ങനെ തിരിച്ചു വന്നതിനകത്ത് എന്ത് വേണം? എത്ര മെജോറിറ്റി വേണം? എന്നാ മെജോറിറ്റി വേണടാ? സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവണം. 50% ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. യു നീഡ് ടു പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ത്രൂ പോസ്റ്റൽ ബാലറ്റ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. നമ്മൾ ഓൾട്ടറേഷൻ ഓഫ് MOA പഠിച്ചതിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ പോസ്റ്റൽ ബാലറ്റ് പറയുന്നത് എവിടെയാണ്? ചേഞ്ച് ഓഫ് ഒബ്ജക്ട് ലോസ് ചേഞ്ച് ചെയ്യുന്നിടത്താണ് എന്ത് വരുന്നത്? പോസ്റ്റൽ ബാലറ്റ്. SR തന്നെയാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. പക്ഷേ സ്പെസിഫിക്കലി ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ത്രൂ പോസ്റ്റൽ ബാലറ്റ്. ഓക്കെ. Then കുറച്ച് പ്രൊസീജിയറൽ ആസ്പെക്ട്സ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് SR ടു ബി പബ്ലിഷ്ഡ് ഇൻ ന്യൂസ്പേപ്പർ. ന്യൂസ്പേപ്പർ വെയർ രജിസ്റ്റർഡ് ഓഫീസ് സിറ്റുവേറ്റഡ് ആൻഡ് ഓൾസോ ഇൻ വെബ്സൈറ്റ്. നമ്മൾ എവിടെ ന്യൂസ് പേപ്പറിന്റെ കേസ് പഠിക്കുമ്പോൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ ലോയിൽ എപ്പോഴും വരും. ഒന്ന് vernacular language and English language where your office is situated. Okay, that is common everywhere. Then അടുത്തതാണ് വിഷ്ണുവിന്റെ അടുത്തോട്ട് വരുവാണ്. വീണ്ടും എന്താണ്? ഇപ്പം സംഭവമൊക്കെ ശരിയാണ്. ഈ പറയുന്ന പോസ്റ്റൽ ബാലറ്റും അതും ഇതും ഒക്കെ എടുത്തു. അപ്പൊ മജോറിറ്റി 75% മജോറിറ്റി ഒക്കെ കിട്ടി. പക്ഷെ വിഷ്ണുവിന് ഇതിനകത്ത് താല്പര്യമില്ല. എന്തൊക്കെ ഇപ്പൊ മജോറിറ്റി കിട്ടി, പക്ഷെ വിഷ്ണുവിന് AC മേടിക്കണം എന്നായിരുന്നു താല്പര്യം. മേടിക്കണ്ട എന്നുള്ള തീരുമാനമാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം വിഷ്ണു പറയാണ്, ഞാൻ പറയുന്നത് കേൾക്കാത്ത സ്ഥലത്ത് എന്റെ കാശ് കൊണ്ട് ഞാൻ ഇരിക്കുകയില്ല, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. ഓക്കെ, that is what we should be given. Dissenting shareholders shall be given an opportunity to exit by the promoters and shareholders having control in accordance with SEBI regulations as specified. Okay, so എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസെൻഡിങ് ആണ്. ഹി ഈസ് ഡിസെൻഡിങ്. കാരണം ആ തീരുമാനത്തിനോട് യോജിക്കുന്നില്ല, ഇല്ലേ? സോ ആ തീരുമാനത്തിനോട് യോജിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? he should be given an opportunity to exit ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആർക്ക് കൊടുക്കണം? ആ ഷെയർ ഹോൾഡർക്ക് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ എന്തിനായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ അവിടെ മാച്ച് ആവില്ല. ബിക്കോസ് നമ്മൾ ഒബ്ജക്ട് ചേഞ്ച് ചെയ്യുന്ന എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുമായിരുന്നു. കമ്പ്യൂട്ടർ മാത്രമല്ല, എന്തും കൂടെ തുടങ്ങി, ബാക്കി ഐപാഡും ഇയർഫോണും ഒക്കെ. പക്ഷെ വിഷ്ണു പറയാണ് പറ്റൂല, എന്റെ കാശ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഞാൻ സമ്മതിക്കില്ല. സോ ദാറ്റ് ഇസ് വാട്ട് വിഷ്ണു ഇസ് സെയിങ്. സോ ഓബ്വിയസ്ലി എന്താണ്? അപ്പം ആൽഫിൻ പറയും അത് പറ്റൂല, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പിരിഞ്ഞു പോക്കോ. സോ യു ഷുഡ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദാറ്റ് വിൽ ബി ഗിവൺ ബൈ ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് having control and should accordance with the SEBI regulations as well. So that is what dissenting shareholders shall be given an opportunity to exit. ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു. എല്ലാം കഴിയുമ്പോൾ എന്നാ ചെയ്യണം? വിഷ്ണുവിന്റെ കമ്പനിയിൽ ഇങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം പോയി ആരോട് പറയും? എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാം പോയി ആരോട് പറയും? അമ്മ അടുത്ത് പോയി പറയും. That is what you have to say ROC to certify the registration in 30 days from the date of filing SR. നമ്മൾ SR ഫയൽ ചെയ്യണം. SR എങ്ങനെ ഫയൽ ചെയ്യുന്നേ? MGT 14 ഫയൽ ചെയ്യും. And then you have to get a certification, that is certify the registration in 30 days from the date of filing SR. And അമ്മ അനുവാദം തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വിഷ്ണുവിന് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. That is what it is mentioned. No alteration shall take effect unless it is registered with the registrar. അമ്മ സമ്മതിച്ചാൽ മാത്രമേ. ഇതെല്ലാം പറയും. പുറത്ത് ഷെയർ ഹോൾഡറോട് മാറി നിൽക്കണമെന്നൊക്കെ പറയും. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ആൽഫിൻ ഒന്നും ചെയ്യില്ല. സോ അമ്മ സമ്മതിച്ച് അനുവാദം കൊടുത്ത് അമ്മേ ഞാൻ അവിടെ കൂടെ പോയി ബിസിനസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ് കൂടെ ഞാൻ ചെയ്തോട്ടെ ചോദിക്കുമ്പോൾ അമ്മ സമ്മതിച്ച് പേപ്പറിൽ റൈറ്റിംഗിൽ എഴുതി തരും. ദാറ്റ് ഇസ് എ സർട്ടിഫിക്കറ്റ് ഹാസ് ടു ബി ഗിവൺ. അൺലെസ് ഇറ്റ് ഇസ് രജിസ്റ്റേർഡ് വിത്ത് ROC, you cannot do it. Suppose if he is doing
കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാനായിരുന്നു, അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് നോട്ട് ടേക്കൻ ദ രജിസ്ട്രേഷൻ ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് അനദർ ബിസിനസ്, വാട്ട് വിൽ ഹാപ്പൻ? എന്തായി മാറും? എല്ലാം മനസ്സിലാവുന്നുണ്ടോ നോക്കട്ടെ. എന്തായി മാറും? അൾട്രാ വൈറസ്. ആരാടാ അത് പറഞ്ഞേ? അടിക്കടാ കൈ. കൈ വെക്കാനല്ല പറഞ്ഞേ, കൈ അടിക്കാൻ പറയും. അൾട്രാ വൈറസ്. കാരണം എന്താ? ഒബ്ജക്റ്റിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? സി, വിഷ്ണുവിന്റെ കാശ് ഇൻവോൾവ് ആയതുകൊണ്ട് വിഷ്ണു ക്ലാസ് ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കാശ് ഉണ്ടോ? സോ എന്തായി മാറിയത്? ഒബ്ജക്റ്റിൽ എന്താ പറഞ്ഞേ? കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് മാറി എന്ത് ചെയ്യാൻ പോയി? അപ്രൂവൽ എടുക്കാതെ ഐപോഡ് അല്ലെങ്കിൽ ഐഫോൺ മാനുഫാക്ചർ ചെയ്യാൻ പോയി. വയലേറ്റ് ആയില്ലേ? ഒബ്ജക്റ്റ് വയലേറ്റ് ആയില്ലേ? MOA വയലേറ്റ് ആയില്ലേ? ഇഫ് യുവർ ആക്ട് ഈസ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് MOA, എന്തായി മാറും? അൾട്രാ വൈറസ്. സോ ദാറ്റ് ഇസ് void. See, here is one interesting concept. So section 4 പഠിച്ചു, section 12 പഠിച്ചു, section 13 പഠിച്ചു. പഠിച്ചില്ലേ? Yes. Section 5 talks about articles of association. Articles of association, that is nothing but internal rules and regulation. അതിന്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട്, കോർപ്പറേറ്റ് വേൾഡ്. എന്താണ്? എൻട്രഞ്ച്മെന്റ്. എന്താണ് entrenchment? എന്താണ് entrenchment? You're talking about a procedure. Entrenchment എന്താ? അതല്ല entrenchment. What is entrenchment? Word meaning? Entrenchment എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഞാന് ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, എക്സാമ്പിൾ. ഓക്കെ, ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ശരി, ആരാണ് അടുത്തത്? മോൻ ഇതിന്റെ പേര് പറയടാ. ആദിത്യ. ഓക്കെ, ക്ലാസ് എടുത്തോണ്ടിരിക്കും. യൂഷ്വൽ ഹാപ്പൻഡ് ഇൻ യുവർ സ്കൂൾ ഡേയ്സ്. സ്കൂൾ ഡേയ്സിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ വരാനായിട്ട് താമസിക്കും. അപ്പൊ ഞാൻ ആദിത്യയുടെ അടുത്ത് പറയും, ആദിത്യ അടുത്ത ദിവസം ക്ലാസ്സിൽ ഞാൻ വരാനായിട്ട് ലേറ്റ് ആവും. സോ ആദ്യത്തെ എന്ത് ചെയ്യണം? ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഹാപ്പൻ ഇൻ യുവർ സ്കൂൾ ഡേയ്സ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ആദിത്യ എന്ത് ചെയ്യും? ആദിത്യ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഓക്കെ സെറ്റ്. ആദിത്യക്ക് എന്ത് കിട്ടി? പവർ കിട്ടി. സോ ആദിത്യ എന്ത് ചെയ്യും? ക്ലാസ്സിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരെഴുതും. എന്നിട്ട് പറയും സംസാരിക്കാൻ പാടില്ല. അവിടെ സംസാരിക്കുന്ന ആളെ പിടിച്ച് അങ്ങോട്ട് മാറ്റിയിരുത്തുന്നു, ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നു, മൊത്തം അവനെ ഓറാക്കും. റൈറ്റ്? സോ ദാറ്റ് ഈസ് വാട്ട്. എന്താണ്? മോർ റെസ്ട്രിക്ഷൻ ഈസ് ഇമ്പോസ്ഡ്. മോർ റെസ്ട്രിക്ഷൻ, ദാറ്റ് ഈസ് മോർ റെസ്ട്രിക്റ്റീവ്. റെസ്ട്രിക്റ്റീവ് ആക്കുന്നതിനാണ് എന്ത് പറയുന്നത്? entrenchment. സോ ആർട്ടിക്കിൾസിൽ നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ റൂൾസ് ആർ ദെയർ. നമ്മുടെ കമ്പനീസ് ആക്ട് പറയുന്ന ആക്ടിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് there are some portions where it is mentioned that as per, see, this is how it should be done, then as per your articles you can do it. So ആർട്ടിക്കിൾസിന് പവർ കൊടുക്കുവാണ്. അപ്പം just remember this example. പവർ കൊടുക്കുമ്പോൾ അവര് മേക്കിംഗ് ദ പ്രൊവിഷൻസ് മോർ പവർഫുൾ. കുറച്ചും കൂടെ പവർ കൂടുതൽ വെക്കുകയാണ്. എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് കൂടുതൽ കൊണ്ടുവരികയാണ്. സി, നോർമലി ചിലപ്പോ എന്താ പറയുന്നത്, ഇപ്പം ഒരു ഡയറക്ടർ സൈൻ ചെയ്താൽ മതി എന്നായിരിക്കും ആക്ടില്. പക്ഷെ നമ്മൾ ആർട്ടിക്കിൾസിൽ എന്ത് മെൻഷൻ ചെയ്യും? സി, ആർട്ടിക്കിൾസ് ബേസിക്കലി എന്താണ്? ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ. സോ ഇന്റേണലി വേറൊരാൾ കമ്പനിയിൽ ഒന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ കമ്പനിയിൽ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ എഴുതി വെച്ചാൽ മതി. ഒരു ഡയറക്ടർ പോരാ, എന്ത് ചെയ്യണമെങ്കിലും എല്ലാ ഡയറക്ടർമാരും സൈൻ ചെയ്യണം. യു ക്യാൻ മേക്ക് ഇറ്റ്. സോ വാട്ട് ആർ യു ഡൂയിങ്? യു ആർ മേക്കിംഗ് ദ ആർട്ടിക്കിൾസ് മോർ പവർഫുൾ, മോർ റെസ്ട്രിക്റ്റീവ്. കുറച്ചുകൂടെ റെസ്ട്രിക്റ്റീവ് ആക്കുകയാണ്. സോ ദാറ്റ് അങ്ങനെ ആരും കയറി പെട്ടെന്ന് കമ്പനിയിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. സോ ലിബറൽ ആയിട്ട് കുറെ റൂൾസ് തന്നിട്ടുണ്ട്. സോ സബ്ജക്ട് ടു ദിസ്, ഇതുവരെ ചെയ്യാം. യു ക്യാൻ മേക്ക് ഇറ്റ് മോർ റെസ്ട്രിക്റ്റീവ്. കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. പല സ്ഥലങ്ങളിലും നമ്മളത് പഠിക്കും. ആർട്ടിക്കിൾസ് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. സോ ദാറ്റ് ക്യാൻ ബി മെൻഷൻ. ആർട്ടിക്കിൾസിൽ കുറച്ചും കൂടെ പവർ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതാണ് എന്ത്? entrenchment. Remember this example. പറഞ്ഞ എന്താണ്? ആരും സംസാരിക്കാതെ നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ. സോ ബാക്കി എന്താണ്? ഫ്രീഡം ഈസ് ഗിവൺ. സോ he is making it more restrictive. സംസാരിക്കരുത്, സംസാരിച്ചാൽ പേരെഴുതും, സംസാരിക്കുന്നവരെ മാറ്റിയിരുത്തും. See, so many restrictions he is imposing, right? So that is what entrenchment. So എപ്പോഴൊക്കെ ഇത് ചെയ്യാം? ഈ പറഞ്ഞ ആർട്ടിക്കിൾസിൽ ഇത് ഏതൊക്കെ സമയത്ത് ചെയ്യാം? ഓബിയസ്ലി എപ്പോഴൊക്കെ ചെയ്യാം? അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനി ഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഓക്കെ, ഞാൻ കമ്പനി തുടങ്ങുമ്പോൾ എന്റെ കമ്പനിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വേണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിയാമെങ്കിൽ you can do it at the time of formation of the company in Spice Plus INC 32. Nothing but incorporation document ആണ്. സോ ആ ഇൻകോർപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾസിൽ യു ക്യാൻ ഗീവ് ദ പവർ. ആർട്ടിക്കിൾസിന് ആ പവർ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ
നമ്മൾ കമ്പനി ഫോം ചെയ്തു, കമ്പനിയിൽ ചില പ്രത്യേക ഡയറക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യു ആർ മേക്കിംഗ് ഇറ്റ് ലിറ്റിൽ മോർ റെസ്ട്രിക്റ്റീവ്. സോ ഇൻ ദാറ്റ് കേസ് ആഫ്റ്റർ ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടാണ് ചില ആൾക്കാർ പറഞ്ഞ ഉത്തരം വരുന്നത്. ഓക്കെ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ അപ്രൂവൽ ഓഫ് all the members. എല്ലാവരുടെ അടുത്തും ചോദിച്ചതിന് ശേഷം മാത്രമേ you can change your articles. So private company all the members. Public company ആണെങ്കിൽ by passing special resolution. ഇതായിരിക്കും മോനെ ശ്രദ്ധിക്കുക, ഇതായിരിക്കും പറഞ്ഞ 75% majority എന്ന് പറയുന്നത്. Okay, that is in case of public company. Public companyയിൽ ഇതുപോലെ if you are making it restrictive provisions കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ you need to എന്ത് വേണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക. ഞാൻ ഇതെല്ലാം ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല കേട്ടോ, ബിക്കോസ് ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ഷോർട്ട് നോട്ട് പോലെയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമ്പോൾ ഇപ്പം SR എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രൊസീജിയർ എല്ലാം ഓർമ്മ വരണം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. അതുകൊണ്ടാണ് അത് ആദ്യമേ പറഞ്ഞു തന്നത്. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് പ്രൈവറ്റ് കമ്പനി എങ്ങനെ അപ്രൂവൽ കിട്ടണം? എല്ലാവരും അപ്രൂവ് ചെയ്യണം. ദർ ഇസ് നോ ആർക്കും ഒരാൾ ഡിസപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് എൻഹാൻസ് റെസ്ട്രിക്റ്റീവ് ആക്കാൻ പറ്റത്തില്ല AOA പ്രൊവിഷൻസ്. സോ ദെൻ SR പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഫയൽ ദ നോട്ടീസ് ടു ദ ROC ഇൻ MGT 14 within a period of 30 days. അമ്മയടുത്ത് എന്തുണ്ടെങ്കിലും അവസാനം അമ്മയടുത്ത് പറയുക. നിങ്ങൾ അമ്മയുടെ അടുത്ത് പറയുന്ന പിള്ളേരാണോ? ഇനി കുറച്ച് ചെറിയ 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 സെക്ഷൻസ് പഠിക്കാം. ഓൾറെഡി 1:30 ആയത് പ്രമാണിച്ച് 2 ഡോക്ട്രൈൻ പഠിക്കാനുണ്ട്. എന്തുവാടാ ഡോക്ട്രൈൻ? ഡോക്ട്രൈൻ ഡോക്ട്രൈൻ 2 പഠിക്കാനുണ്ട്. അത് വിൽ ഡു ഇറ്റ് ആഫ്റ്റർ ദ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പഠിച്ചില്ലെങ്കിൽ, ബിക്കോസ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ശരി, ഇനി കുറച്ച് ഇതായിട്ടുള്ള പറയാം. ദാറ്റ് ഇസ് സെക്ഷൻ 16. സെക്ഷൻ 16 എന്താ പറയുന്നത്? ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ടു ബി നോട്ടഡ് ഇൻ എവറി കോപ്പി. ഞാൻ ഓൾറെഡി 15 പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു എന്ത് ചേഞ്ച് MOAക്കും AOAക്കും എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ എത്ര കോപ്പി ഓഫ് MOA AOA ഉണ്ടോ എല്ലാത്തിലും that should be changed. If you are not amended the copy, then penalty will be 1000 per copy if you issue that. എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ amended അല്ലെങ്കിൽ. So whenever you are making a change, ഈ പറഞ്ഞ പ്രൊസീജിയർ എല്ലാം നമ്മൾ പഠിച്ചു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. So AOA MOA ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ that should be noted in every copy. That is nothing but section 15 talks about. Then section 16 act എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ആക്ട് ആണ് ഏറ്റവും വലുത്. So act to override MOA and AOA. See, പാർട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ എന്താണ് മെയിൻ ഡിഫറൻസ്? പാർട്ണർഷിപ്പിൽ എന്താണ്? പാർട്ണർഷിപ്പില് ഏതാണ് ഏറ്റവും അവരുടെ മെയിൻ ഡോക്യുമെന്റ്? എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ്. സോ ആദ്യം നമ്മൾ എവിടെ പോയി നോക്കും? പാർട്ണർഷിപ്പ് ഡീഡിൽ നോക്കും. ഡീഡിൽ ഇല്ലെങ്കിൽ എന്തിൽ പോവുള്ളൂ? ബാക്കി നോർമൽ എന്താണ് കോൺട്രാക്ട് ആക്ടും അല്ലെങ്കിൽ ആക്ട് എല്ലാം പോയി പുറത്തുള്ള സംഭവങ്ങളൊക്കെ നോക്കത്തുള്ളൂ. പക്ഷെ കമ്പനീസിന്റെ കേസിൽ ആദ്യം MOA AOA അല്ല പോയി നോക്കുന്നത്. യു ഗോ ആൻഡ് ലുക്ക് അറ്റ് ദ ആക്ട്. ആക്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആക്ടിന് അക്കോർഡൻസ് വിത്ത് ആണോ? കാരണം AOA ചെയ്തു വെച്ചിരിക്കുന്ന ആക്ടിന് ഇൻ വയലേഷൻ ഓഫ് ദ ആക്ട് ആണെങ്കിൽ that cannot be accepted. അത് acceptable അല്ല. സോ കമ്പനിയുടെ കേസിൽ കമ്പനീസ് ആക്ട് വിൽ ഓൾവേസ് ഓവർറൈഡ്. ആക്ട് ആയിരിക്കും എപ്പോഴും മുകളിലുള്ളത്. ആക്ട് വിൽ ഓവർറൈഡ് ദ MOA and AOA. സോ ഇതാണ് സെക്ഷൻ 6. ഓക്കെ, then section 9, that is the effect of registration. This is nothing but ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ഫീച്ചർ ഓഫ് കമ്പനി പറഞ്ഞ സമയത്ത് പറഞ്ഞ സംഭവങ്ങളാണ്. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സോ രജിസ്ട്രേഷൻ, അതായത് വൺസ് യു രജിസ്റ്റർ ദെൻ വാട്ട് യു വിൽ ബിക്കം എ ബോഡി കോർപ്പറേറ്റ്. കുറെ ആൾക്കാർ വന്ന് ഒരുമിച്ചാവുന്നതാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്, അല്ലെ? So body corporate ആയി കഴിഞ്ഞാൽ what are the functions available to you? You can exercise the functions of an incorporated company. അതായത് കമ്പനിക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം you can avail it. You have the power to acquire, hold and dispose a property, whether it can be movable, immovable, അല്ലെങ്കിൽ tangible, intangible. So that is also possible. And to contract and to sue and be sued. This is nothing but the features of company. This will be available once you become registered. So that is effect of registration, section 9. And having perpetual succession. Nothing but നമ്മൾ പഠിച്ച ഫീച്ചേഴ്സിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം ആപ്ലിക്കബിൾ ആകും എന്ന് തൊട്ട് after you register yourself, you get the certificate of incorporation. So section, simple section. And this is section 10, that is effect of MOA and AOA. MOA യുടെയും AOA യുടെയും ഒരു എഫക്ട്. എന്താണ് എഫക്ട്? എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. MOA and AOA എന്ന് പറയുന്നത് എന്താണ്? നത്തിങ് ബട്ട് ഇറ്റ്സ് എ കോൺട്രാക്ട്. ആരാണ് കോൺട്രാക്ടിങ് പാർട്ടീസ്? ആരാടാ? കമ്പനി മെമ്പേഴ്സും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്ത്?
ഈ പറയുന്ന MOA and AOA എന്ന് പറയുന്നത്. സോ കമ്പനി ആൻഡ് മെമ്പേഴ്സ് ആർ ദ കോൺട്രാക്ടിംഗ് പാർട്ടീസ്. സോ ഓബിയസ്ലി കോൺട്രാക്ടിംഗ് പാർട്ടീസ് ആകുമ്പോൾ ആര് അങ്ങോട്ടും ഇങ്ങോട്ടും ലയബിൾ ആകും ഇല്ലേ? സോ കമ്പനി വിൽ ബി ലയബിൾ ടു ദ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് വിൽ ബി ലയബിൾ ടു ദ കമ്പനി. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? ഇഫ് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ മാനേജ്മെന്റ് ഓർ സംബഡി എൽസ് ഇസ് ഡൂയിങ് എഗെയിൻസ്റ്റ് ആക്ട്, ആക്ടിൽ പറഞ്ഞിരിക്കുന്ന എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നാ ചെയ്യാം നിങ്ങൾക്ക്? മോഹൻലാല് ഒരു സാധനം കൊണ്ടുവന്നില്ലേ? See, you can initiate injection initiate ചെയ്യാം. അതിന്റെ റീസൺ എന്താ? ഇതാണ് സെക്ഷൻ. എന്താണ് സെക്ഷൻ? എഫക്ട് ഓഫ് MOA and AOA. There is a contract between the members and the company. അതുകൊണ്ട് തന്നെ ഇഫ് ആ കോൺട്രാക്ട് വയലേറ്റ് ചെയ്താൽ, അതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വയലേഷൻ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ആസ്ക് ഫോർ ആ ആക്ട് വോയിഡ് ആയിരിക്കും. ഓൾസോ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ക്രിയേറ്റ് an effect of injunction order ചെയ്യാൻ പറ്റും. So that is what happens. Okay, so this is a case where company is liable to members and members are liable to company. ഇനി normally members പരസ്പരം, നിങ്ങൾക്ക് പരസ്പരം കേസ് കൊടുക്കാൻ പറ്റുമോ? Normally that is not possible, but through the company it is possible. So if another member is violating, if something is going on, then you can inform the company, okay, this is happening. So indirectly they are also obliged to each other to follow എന്താണ് ഈ കോൺട്രാക്ട് ഫോളോ ചെയ്യാനുള്ള ആ ഒരു ഒബ്ലിഗേഷൻ അവിടെയും വരുന്നുണ്ട്. സോ കമ്പനി ടു മെമ്പേഴ്സ്, മെമ്പേഴ്സ് ടു കമ്പനി, ആൻഡ് മെമ്പേഴ്സ് ഓൾസോ ഇൻഡയറക്ട്ലി ദേ ആർ ഓൾസോ ലയബിൾ. സോ ബാക്കി എല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അത് ഈ ഒരു കോൺട്രാക്ട് ഉള്ളതുകൊണ്ടാണ് എന്ത് നമ്മൾ പറഞ്ഞായിരുന്നു, മറ്റേ ലിമിറ്റഡ് ബൈ ഷെയർസ്, ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് അൺപെയ്ഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ എവിടെയാ കോൺട്രാക്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? സി, ഞാൻ പൈസ തന്നോളാം, ദാറ്റ് ഇസ് എ കോൺട്രാക്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ദാറ്റ് ലയബിലിറ്റി ഈസ് ദയർ. എഗ്രീഡ് ഗ്യാരണ്ടീഡ് എമൗണ്ട് എവിടെ നമ്മൾ പറയും? MOA ഗ്യാരണ്ടീഡ് എമൗണ്ട്, ഗ്യാരണ്ടി മെൻഷൻ ചെയ്യും. സോ that amount you are bound to pay. That is how this liability is. Basically this becomes a contract. Okay, this is section 10A related to nammal section 12 registered office kandarnu. Registered office ആയിട്ട് related ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. So this also will see, that is company to commence any business or exercise borrowing powers, then there has to be a declaration കൊടുക്കണം. If company is having a ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ INC 20A 180 days from the date of incorporation plus section says INC 22 verification of registered office 30 days from the date of incorporation. ഇത് എവിടെ പറയുന്നേ? ഇതെവിടെ പറഞ്ഞേ? ഓൾറെഡി നമ്മൾ സെക്ഷൻ 12 പറഞ്ഞില്ലേ? 12 പറഞ്ഞ കാര്യം തന്നെ again it is coming in 10A. ഇത് പറയുന്നത് അതായത് വെരിഫിക്കേഷൻ ചെയ്യണം, അതിന്റെ കൂടെ എന്തുകൂടെ വേണമെന്ന് പറയുന്നത്? ഒരു ഡിക്ലറേഷനും കൂടെ ഫയൽ ചെയ്യണം. ROC എത്ര ദിവസത്തിനുള്ളിൽ ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം? 180 days. ഡിക്ലറേഷൻ ഫോം ആണ് INC 20A. ആ ഡിക്ലറേഷൻ ആരാണ് വെരിഫൈ ചെയ്ത് തരുന്നത്? ആരാടാ? പഠിച്ചിരിക്കുക, എന്തോ ഇത് കഴിയുമ്പോ പണി കിട്ടുന്നതെന്നുള്ളതാ പറയുന്നത്. യു ഹാവ് ടു ഗിവ് എ ഡിക്ലറേഷൻ. എന്നാന്നും പറഞ്ഞാൽ നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കുന്നേ? അതായത് ഈ സബ്സ്ക്രൈബേഴ്സ്, ആരാ സബ്സ്ക്രൈബേഴ്സ്? ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആകുന്ന ആൾക്കാർ. സോ ബൈ സബ്സ്ക്രൈബിങ് ടു ദ MOA ആണ് ഷെയർ ഹോൾഡേഴ്സ് ആകുന്നത്. സോ അങ്ങനെ പറഞ്ഞ ആൾക്കാരെല്ലാം എന്നാ ചെയ്തു? അവര് വാങ്ങിച്ചോളാം അല്ലെങ്കിൽ തന്നോളാം, പൈസ തന്നോളാം എന്ന് പറഞ്ഞ MOA has paid for the shares that agreed to be taken by him on the date of declaration. ഈ ഡിക്ലറേഷൻ കൊടുക്കുന്ന ഡേറ്റിൽ അവരെല്ലാവരും പൈസ ആക്ച്വലി കമ്പനിയിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ CA, CS or CWA, that person, അങ്ങനെയുള്ള പ്രൊഫഷണൽസ് കൊടുക്കണം. ദിസ് ഹാസ് ടു ബി ഗിവൻ ടു ദ കമ്പനി ആൻഡ് ദാറ്റ് ഇസ് വിത്തിൻ 180 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സോ ദിസ് ഇസ് സെക്ഷൻ 10A. 10A അഗൈൻ ഈ പറയുന്ന നമ്മൾ സെക്ഷൻ 12 പഠിച്ച സംഭവം പറയുന്നുണ്ട്. വെരിഫിക്കേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days from the date of incorporation. Declaration within a period of 180 days from the date of incorporation. Declaration ആര് കൊടുക്കും? They have to give the declaration. എന്തെന്നും പറഞ്ഞ ഡിക്ലറേഷൻ കമ്പനി എന്തെന്നും പറഞ്ഞ കമ്പനി പറയും ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് എല്ലാം പെയ്ഡ് ഫോർ ദ എമൗണ്ട് ദാറ്റ് ദേ എഗ്രി ടു പേ. അവർ എഗ്രി ചെയ്ത എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഡൺ there is certain procedures, strike off procedures എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യാം, പെനാൽറ്റി ഇനിഷ്യേറ്റ് ചെയ്യാം ആഫ്റ്റർ ഗിവിംഗ് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് പേയിങ് ഇറ്റ്. ഓക്കെ, ഒറ്റ സെക്ഷനോട് പറഞ്ഞു തീർത്താം. ദാറ്റ് ഇസ് സെക്ഷൻ 7. ഇതൊക്കെ ഭയങ്കര ഈസി സെക്ഷൻസ് ആണ്, ഇതിനകത്തൊന്നും ഇല്ല. നമ്മൾ മറ്റേ നല്ല ഡോക്ടറേറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, സെക്ഷൻ 17 എന്താ പറയുന്നേ? നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ എന്നാ പഠിച്ചേ? ഓൾട്ടറേഷൻ ഓഫ് MOA ആൻഡ് AOA. അപ്പം ഓൾട്ടർ ചെയ്തു, MOA AOA ഓൾട്ടർ ചെയ്തു, വെദർ ഇറ്റ് ഇസ് ഓൾട്ടേർഡ് ഓർ നോട്ട് ഓൾട്ടേർഡ്. എന്താണ് MOAയും AOAയും എന്ത് ചെയ്യണം? മെമ്പർ ചോദിക്കുകയാണ് MOA ഏതാ AOA ഏതാന്ന് പറഞ്ഞ് കൈ നീട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വിത്തിൻ എ പീരീഡ് ഓഫ് 7 days
company has to issue it to the member, and if not, then penalty 1000 per day for default or 1 lakh, whichever is less. Penalty will be applicable. ഈ penalty provisions ഒന്നും ഞാൻ എല്ലായിടത്തും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ പെനാൽറ്റിക്ക് പ്രത്യേക സെക്ഷൻ ഉണ്ടാക്കി എഴുതി വെക്കുക. ബിക്കോസ് ഷോർട്ട് നോട്ടിലേ അത് പറ്റുള്ളൂ, മറന്നു പോകും. ഇപ്പൊ പഠിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. സോ അത് നിങ്ങൾ തന്നെ ആ പെനാൽറ്റി സെക്ഷൻസ് എല്ലാം എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, സോ ഇതാണ് സെക്ഷൻ 70, കോപ്പീസ് ഓഫ് MOA ആൻഡ് AOA. ഓൾറെഡി ഇതിന്റെ ആവശ്യമുണ്ടോ? സെക്ഷൻ 399 എന്തോ പറഞ്ഞേ? പബ്ലിക് ഡോക്യുമെന്റ്സ്. MOA AOA പബ്ലിക് ഡോക്യുമെന്റ്. ഇറ്റ് ഈസ് വെരി മച്ച് അവൈലബിൾ ഇൻ ദ ROC സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ദെയർ. ഇനി അങ്ങനെയല്ല, എനിക്ക് കമ്പനി തന്നെ തരണം, വിഷ്ണു പറയാണ് വേണ്ട എനിക്ക് കമ്പനി തന്നെ തരണം എന്ന് പറഞ്ഞ് വിഷ്ണു വന്ന് ഷെയർ ഹോൾഡർ ആണ്, ആൽഫിൻ HP പ്രൈവറ്റ് ലിമിറ്റഡിൽ വന്നിട്ട് ചോദിക്കുക എനിക്ക് MOA കോപ്പി തരാൻ പറഞ്ഞ ഇറ്റ് ഷുഡ് ബി ഗിവൺ വിതിൻ എ പീരീഡ് ഓഫ് 7 days. 7 ദിവസത്തിനുള്ളിൽ അത് കോപ്പി കൊടുക്കണം. അതർവൈസ് യു വിൽ ബി ഹെൽഡ് പീനലൈസ് ആവും, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും.